അല്ല മക്കളെ, പെൺകുട്ടികളെ, നിങ്ങൾ എന്താ ഇങ്ങനെ ഒരുമിച്ച് കല്യാണം കഴിക്കുന്നത്? ഇങ്ങനെ കഴിച്ച അങ്ങക്കൊരു കുടുംബത്തിന്റെ സുഖം കിട്ടുമോ? പെൺകുട്ടികൾ തിരിച്ചു പറഞ്ഞ മറുപടി നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കേണ്ടതാ. ഇതാകുമ്പം ഗർഭം ധരിക്കണ്ടല്ലോ, ഇതാകുമ്പോ പ്രസവിക്കുകയും വേണ്ട, മക്കളൊക്കെയും വേണ്ട, മുലൊടുക്കുകയും വേണ്ട. ഇതൊക്കെ ഒരു വലിയ ഭാരാണ് മക്കൾക്ക് തോന്നിത്തുടങ്ങി. കാരണം ഇൻഡിവിജ്വൽ ഫ്രീഡം, ഞങ്ങളുടെ സ്വയം വ്യക്തിഗത താല്പര്യത്തിനനുസരിച്ച് ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കണം. അങ്ങനെ വന്നതാ ജെൻഡർ ന്യൂട്രാലിറ്റി, അങ്ങനെ വന്നതാ ജെൻഡർ ഈക്വാലിറ്റി. അതിന്റെ പിന്നിലുള്ള കവാടതങ്ങൾ അറിയാത്തതുകൊണ്ടാ. പെണ്ണ് പെണ്ണായിട്ട് വളർന്നിട്ട് എന്റെ അഭിമാനം കാണിക്കണം. ഒരാണിന്റെ മാതിരി പാന്റ് ഉടുക്കലും ആണിന്റെ മാതിരി കുപ്പായിടലും അല്ല ന്യൂട്രാലിറ്റി. മറിച്ച് ആണിന്റെ മേലെ എത്തുന്ന സംസ്കാരം കൊണ്ടും ഗുണം കൊണ്ടും നിന്റെ ജീവിത രീതികളെ കൊണ്ടും നിനക്ക് ആണിനെ മടികടക്കാൻ പറ്റും. അഭിമാനിച്ചോളൂ ഉമ്മാരെ. എന്തുകൊണ്ടാ പടച്ചോ നിങ്ങളെ കാലിന്റെ തോട്ടിലാ സ്വർഗം തുറന്നേ? എന്തിനാ സ്വർഗത്തിന്റെ 8 വാതിലും ഉമ്മാരെ നിങ്ങൾക്ക് തുറന്നേരാന്ന് പറഞ്ഞേ? സ്വർഗത്തിൽ കൂടുതലും സ്ത്രീകളാണ് എന്തേ റസൂൽ പറയാനുള്ള കാരണം? നിങ്ങളെ വയറ്റിൽ കിടന്നവരാ ഈ കാണുന്ന ആണെന്ന വർഗം മുഴുവൻ. അത് അഭിമാന, അന്തസ. കാരണം ഈ ലോകത്തിന്റെ നിലനിൽപ്പ് എന്റെ ഉദരത്തിലാ, എന്റെ വയറിലാ. ഇതൊക്കെ പഠിപ്പിക്കേണ്ട വാപ്പാരുമാരും ഫോണുമ്മ കളിച്ചിരിക്കുമ്പോഴും പൈസ ഉണ്ടാക്കാൻ ഓടുമ്പോഴും നാളെ മറ്റന്നാൾ പടച്ചോന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പറയാന്ന് വിചാരിച്ചിട്ടുണ്ടോ? എന്റെ വാപ്പ അബ്ദുറഹ്മാന് നബീസാനെ കെട്ടിയപ്പോ ഒരു രാത്രി ഒരു കൂടെ കിടന്നപ്പോ ഉണ്ടായ മുതലല്ല ഞാൻ. അവര് കിടക്കുമ്പം കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ. ഒരാളോട് ചോദിക്കാണ്ട് ഉമ്മാക്ക് അടുക്കളയിലേക്ക് പോവാ, ഒരാളോട് ചോദിക്കാണ്ട് ഗ്യാസ് സ്റ്റവ് എത്തിക്കാം, ഒരാളോട് ചോദിക്കാണ്ട് ചൂടുവെള്ളം വാപ്പാക്കുണ്ടോ കൊടുക്കാം. ജീവിച്ചിരിക്കുമ്പോൾ വാപ്പാന്റെ മുതലുമ്മൽ ഒരു പൊരയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാലശേഷം അതിന്റെ ആദായം നമുക്ക് എന്നുള്ളത് എഴുതി വെക്കന്നെ വേണം. നമ്മളെ ചേർന്ന് നിക്കലിനെ കൊണ്ട് വാപ്പാക്ക് ഒരു ദിവസം കൂടുതൽ കിട്ടിയ ഒരായുസിന്റെ ബർക്കത്ത. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സ്നേഹാദരണീയരായ സഹോദരി സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, പരിശുദ്ധ ഇസ്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ മൂല്യങ്ങളെ പറ്റിയും ചർച്ച ചെയ്യുന്നുണ്ട്. ഒരിക്കൽ മദീനത്തെ പള്ളിയിലിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ അരികിൽ വന്ന് ഒരുപറ്റം ജൂതന്മാര് ചോദിച്ചു, അല്ല സഹാബാക്കളെ, നിങ്ങളെ പ്രവാചകൻ നിങ്ങളെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ മലമൂത്ര വിസർജനം നടത്തിയാൽ എന്ത് ചെയ്യണം, എത്ര തവണ കഴുകണം, അത് എത്ര കല്ലെടുക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് കേട്ടല്ലോ. തിരിച്ചു സഹാബത്ത് പറഞ്ഞ മറുപടി, ഞങ്ങളുടെ കിടക്കപ്പാഴയിൽ നിന്നും എഴുന്നേൽക്കുന്നത് മുതൽ ഞങ്ങളുടെ കിടക്കപ്പാഴയിലേക്ക് തിരിച്ചു ചെല്ലുന്നത് വരെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏതേത് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടോ ആ കാര്യങ്ങളെല്ലാം കൃത്യമായി ഞങ്ങളെ പഠിപ്പിക്കുന്ന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എക്കാലഘട്ടത്തിലും ലക്ഷ്യം പേച്ചുപോയ ജനതയ്ക്ക് നേർവഴി കാണിച്ചു കൊടുത്ത മതം. ഇസ്ലാമിന്റെ ഇസ്സത്തും ശ്രേഷ്ഠതയും തിരിച്ചറിയണമെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തിലെ ജനങ്ങളെ പറ്റി അറിയണം. അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കയിലേക്ക് ജനിക്കപ്പെടുന്ന കാലം, പിതാവില്ലാതെ ജനിപ്പിക്കപ്പെട്ട മാതാവിന്റെ 6ാമത്തെ വയസ്സിലുള്ള മരണവും പിന്നീട് അങ്ങോട്ട് അനാഥനായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അന്ന് മക്കയിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും പറയുന്നത് പോലെ ആ നാട്ടിൽ ജീവിച്ചിരുന്ന പലർക്കും ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, കള്ളു കുടിക്കണം, പെണ്ണു പിടിക്കണം, യുദ്ധം ചെയ്യണം. അക്കാലഘട്ടത്തിലുള്ള ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനും സാധിക്കും. ഒരൊട്ടകം വേലിക്കപ്പുറത്തു നിന്നും ഇപ്പുറത്തുള്ള ഇല തിന്നുപോയതിന്റെ പേരിൽ വർഷങ്ങളോളം ചേരി തിരിഞ്ഞ് യുദ്ധം നടത്തി കൊന്നൊടുക്കപ്പെട്ടവരുടെ തലയും കാലും വെട്ടിമാറ്റപ്പെട്ട തലയുടെ നേരെ വിരളി ചൂണ്ടി ഞങ്ങൾ ഇത്ര പേരെ കൊന്നു എന്ന് അഭിമാനിച്ചിരുന്ന ഒരു ജനതയായിരുന്നു ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ മക്കയിൽ ഉണ്ടായിരുന്ന ജനത. അസ്ലം ഗോത്രം, ബനുൽ നളീർ ഗോത്രം, ഗഫാർ ഗോത്രം, ഖുറൈശ് ഗോത്രം, ബനു ഹാഷിം ഗോത്രം ചേരി തിരിഞ്ഞ് തമ്മിൽ തല്ലി രക്തച്ചൊരിച്ചിലുകൾ നടത്തിയിരുന്ന ആ കാലഘട്ടത്തിലായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാട്ടിലേക്ക് ജനിച്ചു വീഴുന്നത്. അതിനേക്കാളേറെ ഓരോ വീട്ടിലും ഓരോ കള്ളിന്റെ വീപ്പ. ആ കള്ളിന്റെ വീപ്പയുടെ വലുപ്പത്തിന്റെ പേരിൽ അവര് അഭിമാനം നടിച്ചിരുന്നു. അക്കാലഘട്ടത്തിൽ കള്ളിന്റെ വീപ്പയിലേക്ക് ഒരു ഈച്ച വീണ് ചത്തപ്പോ
ആ ഈച്ചയെ വളരെ ഭംഗിയോടുകൂടി പുറത്തെടുത്ത് കുളിപ്പിച്ച് മറ്റുള്ള മനുഷ്യരെ കൊണ്ടുപോകുന്ന രീതിയിൽ ആളുകൾ കൂട്ടം കൂടി മക്കയിലെ തെരുവിലേക്ക് കൊണ്ടുവന്നു. ഉക്കാള ചന്തയിലെ പീഠത്തിൽ കയറി നിന്ന് ആ ഈച്ചയെ ചൂണ്ടി അവർ കണ്ണുനീരോടെ പറഞ്ഞ വാക്ക്, അല്ലാഹുവേ, നീ ഞങ്ങളെ ഈച്ചയായി പടച്ചില്ലല്ലോ. ഞങ്ങളെങ്ങാനും ഈച്ചയായിരുന്നെങ്കിൽ ഈ ഈച്ച കള്ളുകുടിച്ച് ചത്തതുപോലെ ഞങ്ങൾക്കും കള്ളുകുടിച്ച് ചാവാമായിരുന്നു എന്നാഗ്രഹിക്കുകയും ഓരോ വീട്ടിലുള്ള കള്ളിന്റെ വീപ്പയുടെ വലുപ്പത്തിന്റെ പേരിൽ തറവാട് പോരിശയും അഭിമാനവും കാണിച്ചിരുന്ന ഒരു ജനതയായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുമ്പോൾ മക്കയിലെ ജനത. അതിനേക്കാളേറെ ഓരോ വീട്ടിന്റെ മുൻപിലും ഓരോരുത്തരും ഓരോ ദിവസം എഴുതി വെക്കും, എനിക്ക് ഇന്നത്തേക്ക് മാത്രം ഒരു പെണ്ണിനെ വേണം. പക്ഷികളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ഒരു രാത്രിക്ക് വേണ്ടി പെണ്ണിനെ കാത്തിരിക്കുകയും പുതിയ പുതിയ പെണ്ണിനെ കിട്ടിയിട്ടില്ലെങ്കിൽ സ്വന്തം ചോരയിലുള്ള പെണ്ണുങ്ങളെ തന്നെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുകയും കുടിച്ച് മതോന്മത്തരായി വ്യഭിചരിച്ച് പരസ്പരം യുദ്ധം ചെയ്ത് കൊന്നൊടുക്കലിന്റെ ഏറ്റവും നല്ല രീതിയിൽ അത്തരത്തിൽ ജീവിതം നശിച്ചു പോയിരുന്ന മക്ക കാലഘട്ടത്തിലേക്കായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആഗമനം. 40ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ അഭയം തേടി ജിബ്രീലിന്റെ ആഗമനത്തോടുകൂടി ഇഖ്റ എന്ന വാക്കും ലഭിച്ച് അള്ളാഹുവിന്റെ ഹബീബ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി. കൊല വിളിക്കുന്ന ജനങ്ങൾ ഒരുമിപ്പിച്ചു കൂട്ടി. അബൂ ത്വാലിബിന്റെ തായ്വരയിൽ ഇതുപോലെ നൂറുകണക്കിന് കുടുംബക്കാരെ വിളിച്ചുകൂട്ടി. ആ ലോകത്തിന്റെ മുൻപിൽ അള്ളാഹുവിന്റെ ഹബീബ് ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട്, ലോകത്തിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നവർക്കും ലോകത്തിന്റെ റബ്ബായ റബ്ബുൽ ഇസ്സത്തിനെ ആഗ്രഹിക്കുന്നവർക്കും ഈ ലോകത്തോട് പറയാനുള്ള വാക്ക്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏകനായ ഒരു സൃഷ്ടാവുണ്ട് മനുഷ്യരെ, ആ സൃഷ്ടാവിനെ അറിയണം, ആ റബ്ബിലേക്ക് മടങ്ങണം, ആ റബ്ബിന്റെ തീരുമാനം ഉൾക്കൊള്ളണം, ആ റബ്ബിന്റെ പ്രവാചകന്മാരെ അംഗീകരിക്കണം എന്ന് തന്റെ മുൻപിലിരിക്കുന്ന ജനങ്ങൾക്ക് തിരുദൂതൻ ഓതിക്കൊടുത്തു. പക്ഷേ ആ സദസ്സിൽ നിന്നും ആദ്യമായി തിരിച്ചടികൾ ഉണ്ടാവാൻ തുടങ്ങി. 40ാമത്തെ വയസ്സുവരെ നാട്ടുകാർ അൽ അമീൻ എന്ന് വിളിച്ച പ്രവാചകൻ, കുടുംബത്തിൽ ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ജനങ്ങൾ കൂട്ടിക്കൊണ്ടുപോയ പ്രവാചകൻ, ആര് കണ്ടാലും ഭംഗിയോടുകൂടി സലാം പറയുകയും ആശീർവദിക്കുകയും സ്നേഹത്തോടുകൂടി കൈപിടിച്ചു കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുകയും ചെയ്ത പ്രവാചകൻ, 40ാമത്തെ വയസ്സിൽ നുബുവ്വത്ത് കിട്ടി എന്ന കാരണത്തിന്റെ പേരിൽ ആ നാട്ടിലെ ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തിയായി അള്ളാഹുവിന്റെ പ്രവാചകൻ മാറാൻ തുടങ്ങി. കാണുന്ന സ്ഥലത്ത് വെച്ച് കരിങ്കല്ലുകൊണ്ട് ഏറുകൾ കിട്ടി. അബൂ ത്വാലിബിന്റെ തായ്വരയിൽ 3 വർഷക്കാലത്തോളം പ്രവാചകനെയും സഹാബത്തിനെയും പട്ടിണി കിട്ടും. പച്ചലയും പച്ചവെള്ളവും കുടിച്ച് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ, ആടുകൾ കാഷ്ടിച്ചതുപോലെ കാഷ്ടിച്ച് ജീവിക്കേണ്ട ഗതികേട് ലോകത്തിന്റെ പ്രവാചകൻ അനുഭവിക്കേണ്ടി വന്നു. കരിങ്കല്ലിന്റെ കഷണങ്ങൾ കൊണ്ട് ഏറുകിട്ടി ത്വായിഫിന്റെ മണലാരണ്യത്തിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകന് കിതച്ചുകൊണ്ടോടേണ്ടി വന്നു. എന്തിന്റെ പേരിൽ? തന്റെ ജനതയെ ഈ സമൂഹത്തിന്റെ മുൻപിൽ ഉന്നതരാക്കാൻ പണിയെടുത്തതിന്റെ പേരിൽ. പക്ഷേ നിരന്തരമായ പ്രബോധനം, നിരന്തരമായ റബ്ബിന്റെ വചനങ്ങൾ ആ ജനങ്ങൾ ഓതിക്കൊടുത്തപ്പോ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അവരോട് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തി, പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ എന്ത് നേടി? ഈ ലോകത്ത് പരസ്പരം മത്സരിച്ചു കൊന്നതിന്റെ പേരിൽ നിങ്ങൾ എന്ത് നേടി? പരസ്പരം വേദനിച്ചും മനസ്സ് സങ്കടപ്പെട്ടും ജീവിക്കുകയല്ലാതെ നാളത്തെ ലോകത്തേക്ക് നിങ്ങൾക്ക് എന്ത് നേടാൻ സാധിച്ചു എന്ന ചോദ്യത്തോടൊപ്പം എന്റെ റബ്ബിന്റെ അരികിൽ നിന്നുള്ള വചനം നിങ്ങൾക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ പിന്തുടരണം, നിങ്ങളത് ഏറ്റെടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളൊരു ശ്രേഷ്ഠ സമൂഹമായി മാറുകയുള്ളൂ. കാലകീലകളല്ല, സിനിമാ നടന്റെ വചനങ്ങളല്ല, പരസ്യ മോഡലുകളുടെ അഭിനയങ്ങളല്ല, ആരെങ്കിലും സ്വന്തം ഇഷ്ടത്തിന് പറയുന്ന വ്യാഖ്യാനങ്ങളല്ല, അവനവന്റെ ജീവിതത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മുസ്ലിം ഉമ്മത്തിനെ കൂട്ടിക്കൊടുക്കുന്ന കാബാലികന്മാരുടെ വചനങ്ങളല്ല. എന്റെ റബ്ബിന്റെ വചനം അത് നിങ്ങളിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ അതാര് സ്വീകരിക്കുന്നുവോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് 2 അനുഭവങ്ങൾ അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു. അവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല,
അവർക്ക് ഭയപ്പെടേണ്ടി വരികയില്ല. ഭയപ്പാടില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത ആ വചനം ആ ഉമ്മത്ത് സ്വീകരിക്കാൻ തുടങ്ങി. ഏകനായ റബ്ബിലേക്ക് അവർ മടങ്ങാൻ മനസ്സുകൾ താല്പര്യപ്പെട്ടു. ഏത് നിലക്കും ആ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി അവർ ജീവിച്ചപ്പോ ഇന്ന് ലോകം കണ്ട ഏറ്റവും നല്ലൊരു സമൂഹമായി അല്ലാഹു തആല ആ ഉമ്മത്ത് മുഹമ്മദിനെ മാറ്റി. അതുകൊണ്ട് ആ റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, ഈ ഭൂലോകത്ത് റബ്ബ് സൃഷ്ടിച്ച ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാക്കപ്പെട്ടവർ ആ പ്രവാചകന്റെ ഉമ്മത്താണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിതം നടത്തി റസൂലുള്ളാഹിനെ സ്നേഹിച്ച് റബ്ബിനെ കണ്ടവർ, ആ റബ്ബിന്റെ വചനങ്ങളെ സ്വീകരിച്ചവർ എത്രത്തോളം എന്നാൽ പരസ്പരം യുദ്ധം നടത്തിയിരുന്ന ജനത തന്റെ സ്വത്തിന്റെ പകുതി തന്റെ സഹോദരന് കൊടുക്കാൻ തുടങ്ങി. ഭക്ഷണം പാകം ചെയ്യുന്നവൻ തന്റെ അയൽപ്പക്കക്കാരനെ പരിഗണിക്കാൻ തുടങ്ങി. എന്റെ സുഹൃത്തിന്റെ രക്തം എന്റെ രക്തത്തെക്കാൾ അഭിമാനബോധമുള്ളതാണെന്ന് അവര് തിരിച്ചറിയാൻ തുടങ്ങി. അള്ളാഹുവിന് വേണ്ടി എന്തും സഹിക്കാൻ അവര് തയ്യാറായി. അതുകൊണ്ട് ചുട്ടുപൈത്ത മണലാരണ്യത്തിൽ മലർത്തിക്കിടത്തി നെഞ്ചത്ത് വലിയ പാറക്കല്ലുകൾ വെച്ച് ചാട്ടവാറുകൊണ്ട് ശരീരത്തിൽ തല്ലുമ്പോ അടിക്കുന്ന ഉമയ്യത്തിന്റെ കണ്ണിൽ നോക്കി കറുത്ത കാപ്പിരി ബിലാൽ ഇബ്നു റബാഹ തിരിച്ചു പറഞ്ഞ മറുപടി അല്ലാഹു അക്ബർ, എനിക്കെന്റെ റബ്ബാണ് വലുത് എന്നായിരുന്നു. മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് വസ്ത്രങ്ങൾ അയച്ച് ഇരുമ്പ് കമ്പി ശരീരത്തിന്റെ മർമ്മഭാഗത്ത് കുത്തിക്കയറ്റുമ്പോ കരിയുന്ന മാംസത്തിന്റെ ഗന്ധത്തോടൊപ്പം കുത്തുന്ന ശത്രുവിന്റെ കണ്ണിൽ നോക്കി ഉമ്മ സുമയ്യ എന്ന ധീരവനിത പറഞ്ഞു അല്ലാഹു അക്ബർ, എനിക്കെന്റെ റബ്ബാണ് വലുത് എന്നായിരുന്നു. ആ വചനത്തിലേക്ക് അവർ മാറി. ലോകം കണ്ട ഏറ്റവും നല്ല മാറ്റത്തിലേക്ക് അവർ മാറി. അല്ലാഹു അവർക്ക് സർട്ടിഫിക്കറ്റും കൊടുത്തു. കുൻതും ഖൈറ ഉമ്മ, ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടവരിൽ ഏറ്റവും ശ്രേഷ്ഠരാക്കപ്പെട്ട ജനത നിങ്ങളാണ് എന്ന് റബ്ബിന്റെ അല്ലാഹുവിന്റെ കൽപ്പനയും ലഭിച്ചു. ആ മാർഗം സ്വീകരിക്കലാണ് ഒരു യഥാർത്ഥ വിജയിയുടെ ലക്ഷണം. ആ റബ്ബിന്റെ മാർഗത്തെ നെഞ്ചോട് ചേർക്കലാണ് എല്ലാവർക്കും ഈ ലോകത്ത് ശ്രേഷ്ഠ സമൂഹമാകാനുള്ള മാർഗം. പക്ഷേ നമ്മളെ കൂട്ടത്തിലെ പലർക്കും തെറ്റിദ്ധരിക്കപ്പെട്ടു പണമുണ്ടാകലാണ് വിജയം, പദവിയുണ്ടാകലാണ് വിജയം, സൗന്ദര്യമുണ്ടാകലാണ് വിജയം. അതുകൊണ്ട് തന്നെ പലരും പണത്തിന് വേണ്ടി പണിയെടുക്കാൻ തുടങ്ങി. അല്ലേ, നാട്ടിൽ അത്യാവശ്യം പണവും തരക്കേടില്ലാത്ത സാമ്പത്തിക സ്ഥിതിയും ഉണ്ടെങ്കിൽ നാട്ടുകാരിൽ ചിലർ പറയാറില്ലേ, ഭാഗ്യവാൻ ജീവിതത്തിൽ ജയിച്ചോന. ചെറുപ്പക്കാരായ ആളുകളുടെ മനസ്സിൽ പോലും ആ കുത്തിവെച്ചിട്ടുണ്ട്. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വളരുന്ന ചെറുപ്പക്കാരിൽ പലരും ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാ? ജീവിതത്തിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ വരുമ്പോഴേക്കും ജീവിതം അവസാനിപ്പിക്കുന്നത് എന്തുകൊണ്ടാ? ഇന്നത്തെ ചെറുപ്പക്കാരുടെ മനസ്സുകളിലേക്ക് മീഡിയകളും കുടുംബങ്ങളും കുത്തിവെച്ചു. പണമുണ്ടാക്കലാ ലക്ഷ്യം. അതുകൊണ്ട് പണമുണ്ടാക്കാൻ കഞ്ചാവിന്റെ കേരിയറായി, ബ്രൗൺ ഷുഗറിന്റെ കൈമാറ്റക്കാരനായി, അതിനേക്കാളേറെ നെറ്റ് മാർക്കറ്റിംഗുകളിലൂടെ ആളുകൾ വഞ്ചിക്കാൻ തുടങ്ങി. കള്ളത്തരവും കൊള്ളയും കൊള്ളിവെപ്പും പിടിച്ചുപറിയുമായി പണമുണ്ടാക്കാനോടി. കാരണം അവരുടെ മനസ്സിലേക്ക് ആളുകൾ പറഞ്ഞു പണമുണ്ടാക്കലാണ് മുഖ്യം, അതാണ് ജയം. ആണോ? പണമുണ്ടാകലാണോ വിജയത്തിന്റെ ലക്ഷണം? ആയിരുന്നെങ്കിൽ എത്ര പേര് മനസമാധാനത്തോടെ ജീവിക്കും? ഈ ഇരിക്കുന്ന എത്ര പേര് ആരും അറിയാതെ ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്? വീട്ടിന്റെ പോർച്ചിലിൽ ലക്ഷറി കാറും 4000 സ്ക്വയർ ഫീറ്റിന്റെ വീടും വീട്ടിന്റെ പോർച്ചലിൽ ഭംഗിയാർന്ന സൗകര്യങ്ങളും തേക്കിന്റെയും വീട്ടിയുടെയും 6 അടി തേക്കിന്റെ കട്ടിലിൽ ഭംഗിയായി AC ശീതീകരിക്കപ്പെട്ട റൂമിൽ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ടുണ്ടോ? എത്ര കുടുംബങ്ങൾ സ്വൈര്യത്തിൽ ജീവിക്കുന്നുണ്ട്? എത്ര പേര് സമ്പത്തിന്റെ പേരിൽ ആശങ്കപ്പെടുന്നുണ്ട്? പണമാണ് മുഖ്യമെന്ന് കരുതി ലോകം കൈക്കീഴിലിട്ട് ചവിട്ടി വധിക്കാൻ ഒരുങ്ങി പുറപ്പെട്ട അലക്സാണ്ടർ ചക്രവർത്തി ഓരോ നാടുകളും പടനയിച്ച് ഓരോ മേഖലകളും പിടിച്ചടക്കി തന്റെ 36ാമത്തെ വയസ്സിൽ ചെറിയൊരു സൂക്കേടിന്റെ പേരിൽ ഈ ലോകത്തിൽ നിന്നും തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, മനുഷ്യരെ, പ്രിയപ്പെട്ടവരെ, പണമല്ല മുഖ്യം. പണമൊരിക്കലും മനുഷ്യന് ആത്യന്തികമായ സമാധാനം നൽകിയിട്ടില്ല. ഉണ്ടെന്ന് പറയാൻ ഈ ലോകത്തൊരാൾക്കും സാധിച്ചിട്ടുമില്ല. ഇനി പദവിയാണോ മുഖ്യം? ആളുകൾക്കിടയിൽ അത്യാവശ്യം പേര് കിട്ടലും സ്ഥാനം കിട്ടലുമാണോ മുഖ്യം? അതിനുവേണ്ടിയാണല്ലോ ചില ആളുകൾ തരക്കേടില്ലാത്ത രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും സംഘടനാ രംഗത്തും ഇടപെടുമ്പോ അവർക്ക് ചില പദവികൾ കിട്ടും. അതൊക്കെ കിട്ടുമ്പോഴും ജനങ്ങൾ പറയും ഭാഗ്യവാൻ, ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചോനാ. ഇത്ര ചെറുപ്പത്തിലെ MLA ആയി, ഇത്ര ചെറുപ്പത്തിലെ പള്ളി കമ്മിറ്റിയിൽ വന്നു, ഇത്ര ചെറുപ്പത്തിലെ ഇന്നത്തെ വേദിയിലെത്തി. പദവിയാണോ മനുഷ്യരെ ഈ ലോകത്ത് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം? ആ പദവിയെ പറ്റി ഒരിക്കൽ സഹാബാക്കൾ ചോദിച്ചു, റസൂലേ, മൽ ഇമാറ,
എന്താണ് പദവി? സഹാബാക്കൾ തിരിച്ചു ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് തിരിച്ചവരോട് തന്നെ ചോദിച്ചു, മൽ ഇബാറ, നിങ്ങൾ പറ, എന്താണ് പദവി? പദവി എന്താണ് നിങ്ങൾ പറ. സഹാബത്ത് തിരിച്ചു പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല നബിയേ, അത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. തിരുദൂതൻ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന് സംഘടനാ രംഗത്ത് നേതൃത്വം ഏറ്റെടുത്തവരോട്, മഹല്ലിന്റെ നേതൃത്വം ഏറ്റെടുത്തവരോട്, അല്ലെങ്കിൽ സമുദായത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തവരോട്, ഒരു നാടിന്റെ ഭരണം ഏറ്റെടുത്തവരോട്, ഒരു കുടുംബത്തിന്റെ ഭരണം ഏറ്റെടുത്തവരോട്, മല്ലിമാറ, എന്താണ് അധികാരം, എന്താണ് പദവി? തിരുദൂതൻ തിരിച്ചു വിളിച്ചു പറഞ്ഞു, അവ്വലുഹാ നിദാമത്തുൻ, അതൊരു ഖേദമാണ് മനുഷ്യരെ, പദവി ഒരു ഖേദമാണ്. നാട്ടുകാർ പലരും കൂട്ടം കൂടി നിങ്ങളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആനയിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പറഞ്ഞ നാട്ടുകാരെല്ലാം നാഥന്റെ മുൻപിൽ വിചാരണയില്ലാതെ നിൽക്കുമ്പോൾ ആ ഉമ്മത്തിന്റെ മുൻപിൽ നിങ്ങളെ നിർത്തുന്ന ഖേദമാണ് പദവി. നിങ്ങളെ ഖേദിക്കാൻ വേണ്ടി ജനങ്ങൾ തലയിൽ വെച്ചു തന്നൊരു മുൾക്കിരീടമാണ് പദവി, അധികാരം, സ്ഥാനം. ആ അധികാരത്തിന് വേണ്ടിയാ പലരും ഓടുന്നത്, അധികാരത്തിന് വേണ്ടിയാ മനുഷ്യ സമുദായത്തെ വെട്ടിമുറിക്കുന്നത്, പദവികൾക്ക് വേണ്ടിയാ മുസ്ലിം ഉമ്മത്തിന് കുരുതി കൊടുക്കുന്നത്, പദവികളും പദവികളുടെ സ്ഥാനങ്ങൾക്കും വേണ്ടിയാ പടച്ച റബ്ബ് കൂട്ടിപ്പിടിച്ച ഐക്യത്തെ പോലും പലരും തകർക്കാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. വസാനിഹ, രണ്ടാമത്തേത് പദവി എന്തെന്നറിയണോ? അൽ ഹയാ, അതൊരു അപമാനമാണ്, അതൊരു നാണക്കേടാ. ഇക്കണ്ട ജനങ്ങളൊക്കെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പം പദവികൾക്കും സ്ഥാനങ്ങൾക്കും വേണ്ടി ജീവിച്ച നിന്നെ അല്ലാഹു ഏറ്റവും വലിയ അപമാനത്തിലേക്ക് കൊണ്ടുപോകും, അപമാനത്തിലേക്ക് കൊണ്ടുപോകും. പദവിയല്ല ജീവിതത്തിന്റെ വിജയം, പണമല്ല ജീവിതത്തിന്റെ വിജയം. ഇനി സൗന്ദര്യമാണോ ജീവിതത്തിന്റെ വിജയം? അങ്ങനെയാണോ ഉമ്മത്ത് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്? അതുകൊണ്ടാണല്ലോ തിരുദൂതൻ വേണ്ടെന്ന് പറഞ്ഞ പലതും നമ്മൾ വേണമെന്ന് വെച്ചത്. ലഅനത്തുല്ലാഹ്, അല്ലാഹു ശപിച്ചിരിക്കുന്നു. ആരെ? അൽ വാസിമാതു വൽ മുതവസ്സിമാതു വന്നാഇമാതു, അതോടൊപ്പം തന്നെ ചുണ്ടിൽ ചായം തേക്കുന്നവളെയും ചായം തേക്കാൻ ഇരുന്നു കൊടുക്കുന്നവളെയും, കണ്ണിന്റെ പിരികം വടിക്കുന്നവളെയും പിരികം വടിക്കാൻ ഇരുന്നു കൊടുക്കുന്നവളെയും ലഅനത്തുല്ലാഹ്, അല്ലാഹു ശപിച്ചിരിക്കുന്നു. പക്ഷേ ഇന്ന് ചെറുപ്പക്കാർക്കും മക്കൾക്കും തോന്നി സൗന്ദര്യമാ വിജയം. അതുകൊണ്ടാണല്ലോ സൗന്ദര്യം ഉണ്ടാക്കാൻ വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നതും. പക്ഷെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ഈ സൗന്ദര്യത്തിന് എത്രയാ വില? ഈ കാണുന്ന തൊലിവെളുപ്പിനും ഭംഗിക്കും എത്രയാ വില? ഒരു ചെറിയ സൂക്കേട് വന്നാൽ തീരാവുന്നതേയുള്ളൂ. കയ്യിന്റെ വലത്തെ ഇടത്തെ കയ്യിന്റെ ഉള്ളിൽ കുത്തിപ്പറയുന്ന വേദനയുമായി ആശുപത്രിയിൽ ചെന്ന പെണ്ണ് 4ാമത്തെ മാസം ശുഷ്കിച്ച എല്ലും തോലുമായി മോർച്ചറിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ സൗന്ദര്യം ഈ ലോകത്തൊരാൾക്കും ഏറ്റവും വലിയ സമാധാനം നൽകിയിട്ടില്ല. അതല്ല വിജയം. ഈ സൗന്ദര്യത്തിന്റെ അളവുകോല് പോലും ഈ കാലഘട്ടത്തിലെ വൈദ്യശാസ്ത്രം പഠിപ്പിച്ചു. ഈ ജീവനുള്ള കാലത്തെ സൗന്ദര്യത്തിനും വിലയുള്ളൂ. ഈ സൗന്ദര്യം തേച്ചു മിനിക്കുന്നതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിലേക്ക് വലിക്കുന്ന ഓക്സിജനും പുറത്തേക്ക് തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡും, ഈ 2 ശ്വാസം കൊണ്ട് മിടിക്കുന്ന ഒരു ഹൃദയവും, ആ ബലത്തിലെ സൗന്ദര്യത്തിന് വിലയുള്ളൂ. അത് നിലച്ചു കഴിഞ്ഞാൽ വീണ് കിടക്കുന്നവന്റെ മയ്യത്തിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം ഒരാളും നോക്കാറില്ല. ഉണ്ടോ? ഈ ശരീരത്തിൽ നിന്നും റൂഹ് വിട്ടകന്നു പോകുന്ന സെക്കൻഡോടുകൂടി ഈ ശരീരം നശിക്കാൻ തുടങ്ങും. എത്രത്തോളം എന്നാൽ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മളെ കിഡ്നിയിൽ നിന്നും ലക്ഷക്കണക്കിന് ലിറ്ററുകൾ, 100 കണക്കിന് ലിറ്ററുകൾ രക്തം ശുദ്ധീകരിക്കപ്പെട്ട് കൈഞ്ഞരമ്പുകളിലൂടെ വിരലിന്റെ അറ്റങ്ങളിൽ വന്ന് തിരിച്ചു പോകുന്നുണ്ട്, തലച്ചോറിൽ വന്ന് തിരിച്ചു പോകുന്നുണ്ട്, കാലിന്റെ അറ്റങ്ങളിൽ വന്ന് ആ രക്തങ്ങൾ കിഡ്നിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. എങ്കിലറിയണോ, അവര് തിരിച്ചു പോകാനുള്ള കാരണം നമുക്ക് ജീവനുള്ളത് കൊണ്ടാ. ഈ ജീവൻ നഷ്ടപ്പെടുമ്പോൾ രക്തം കട്ടപിടിക്കാൻ തുടങ്ങും, കുതിച്ചോടാനുള്ള കഴിവ് നഷ്ടപ്പെടും. എന്ത് ചെയ്യുമെന്ന വെപ്രാളത്തിൽ രക്തങ്ങൾ ഞരമ്പുകളിൽ കെട്ടി നിൽക്കും. അതുകൊണ്ടാ മരിച്ച 3ാമത്തെ മണിക്കൂറിൽ മയ്യത്തിന്റെ ചെവിയിലൂടെ രക്തം പുറത്തേക്ക് ചാടും, മൂക്കിലൂടെ ചാടും. അത് കാണുമ്പോഴേക്കും ജനങ്ങൾ പറയും മയ്യത്തിന്റെ മണം വരാൻ തുടങ്ങും, ഇനി എത്രയും പെട്ടെന്ന് മറമാടണം. കൊണ്ടുപോകാറില്ലേ? മയ്യത്തും എടുത്ത് 6 അടി മണ്ണിലേക്ക് നടന്നു പോകുമ്പോൾ ചിന്തിച്ചു നോക്കാറുണ്ടോ? 6 അടി മണ്ണിലേക്ക് വെച്ച് 3 പിടി മണ്ണും വാരിയിട്ട് തസ്ബീത്തും ചൊല്ലി കുടുംബക്കാര് തിരിച്ചു പോകും അല്ലേ? ഏറ്റവും നല്ലൊരു യാത്രയപ്പ് 6 അടി മണ്ണിലേക്ക് വെച്ചിട്ട് പറയും, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ,
അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. പടച്ചോനെ ഞങ്ങൾ എന്നെ ഏൽപ്പിച്ചു തന്നു, ഇനി നീ നോക്കിക്കോ, എന്റെ മലക്കുകളെ ആ ചോദ്യം നീ ചോദ്യം തുടങ്ങിക്കോ, ആ ചോദ്യത്തിനുള്ള ഉത്തരം അവന് പറയാനുള്ള കഴിവ് കൊടുത്തോ. ഇന്ന് ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചുപോയി മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ ശരീരം അങ്ങനെ വല്ലാതെ മണക്കാൻ തുടങ്ങും. ദുർഗന്ധം പരന്നുകൊണ്ടിരിക്കുമ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടാവും. ഇനിപ്പോട്ടെ 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും ആ മയ്യത്തിന്റെ വയറ് വീർക്കാൻ തുടങ്ങും. വീർത്ത വയറ് 48 മണിക്കൂറാകുമ്പോഴേക്കും പൊട്ടിത്തെറിക്കാൻ ഒരുങ്ങും. 48 മണിക്കൂറിന് ശേഷം പൊട്ടിത്തെറിക്കുന്ന വയറിനുള്ളിൽ നിന്നും അതേ ശരീരത്തിൽ നിന്ന് പുഴുക്കളുടെ സ്ഥാനങ്ങൾ അറിയിച്ചു തുടങ്ങും. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? തൊട്ടടുത്തുള്ള മാവിൽ മാങ്ങ പഴുത്ത് കിടക്കുമ്പോൾ ആ മാങ്ങ അരിഞ്ഞു കൊണ്ടുപോകുന്ന മനുഷ്യന്റെ ഉള്ളിൽ ആ മാങ്ങ അരിഞ്ഞപ്പോ കാണുന്നത് പുഴുക്കളാണെങ്കിൽ ആരാ മനുഷ്യരെ ആ പുഴുക്കളെ ഉള്ളിൽ വെച്ചത്? ആരാ പുഴുക്കളെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്തത്? ലോകത്തിന്റെ റബ്ബ് ഓർമ്മപ്പെടുത്തി, അല്ലാഹു സാധിച്ചത് കുൻ ഫയകൂൻ, നിങ്ങൾക്കുണ്ടാവണമെന്ന് റബ്ബ് തീരുമാനിച്ചാൽ അതുണ്ടാകുമെന്ന് പഠിപ്പിച്ച റബ്ബ് പറഞ്ഞു, നിന്റെ ശരീരത്തിൽ അതേ കോലത്തിൽ അതേ നിന്റെ ജീവിതത്തിൽ പുഴുക്കൾ നിന്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരും. അതുകൊണ്ടാ തഴവ കുഞ്ഞുമോദ് മുസ്ലിയാർ പാടിയതും, കബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, അത് കാണുമ്പോൾ വാ വിട്ടു നീ കരയേണ്ടതാ, മേടക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാന, ചിതലും പുഴുക്കൾ മാളവും പെരുത്തുണ്ടതിൽ, സന്തോഷമാണ് അവകൾക്കു നീ ചെല്ലുന്നതിൽ, പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. 2 or 3 ദിവസം കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ കുഴിയിലേക്ക് വീഴും. അടർത്തി മാറ്റാൻ പോലും സാധ്യമല്ലാത്ത നിലക്ക് റബ്ബ് ഘടിപ്പിച്ച ഈ 2 കണ്ണിന്റെ മണികൾ, ഈ 2 കണ്ണിന്റെ കൃഷ്ണമണികളടക്കം കുഴിയിലേക്ക് താഴ്ന്നു പോകും. ആ കാഴ്ചയെ പറ്റിയാ പിന്നീട് തഴവ മുസ്ലിയാർ പാടിയതും. അങ്ങനെ നിന്റെ കബറിലേക്ക് ചേർത്ത് വെക്കുമ്പോ നിന്റെ കണ്ണുകൾ താഴ്ന്നു പോകുമ്പോ ജന്തുക്കളും പുഴുക്കളും നിന്റെ ശരീരം തിന്നുമ്പോ നിന്റെ മുഖത്തേക്ക് നോക്കുന്ന ആളുകൾക്ക് ഭയം തോന്നുന്ന രീതിയിൽ കാണുമേ ഗുഹ 2. ആ ഗുഹയാക്കപ്പെടുന്ന രീതിയിൽ മണ്ണോട് ചേരേണ്ട ഒരു ജീവിതം മാത്രമാ മനുഷ്യരെ ദുനിയാവ്. അതാ ലോകത്തിന്റെ ഹബീബായ തിരുദൂതൻ പഠിപ്പിച്ചതും. തന്റെ ഈത്തപ്പന ഓലയിൽ കിടന്നു പുറം ഭാഗമാകെ ഈത്തപ്പന ഓലയുടെ അടയാളം കണ്ടപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുൻപിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു രംഗണ്ട് മദീനത്തെ പള്ളിയിൽ. അള്ളാഹുവിന്റെ റസൂലിന്റെ പിൻഭാഗത്തെ പാടുകളൊക്കെ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലേ, നമ്മളുടെ രാജ്യത്തിന്റെ മക്കയുടെ വലുപ്പം പോലും ഇല്ലാത്ത കിസ്ര ചക്രവർത്തിമാർ, റോമൻ ഭരണാധികാരികൾ സപ്രപഞ്ച കട്ടിലിൽ ഉടയാടകളുടെ ഭംഗിയിൽ കിടക്കുമ്പോ ഇക്കണ്ട നാടിനെയൊക്കെ ഇസ്ലാമിന്റെ തണലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചക, താങ്കൾ എന്തിനിത്ര ദാരിദ്ര്യത്തിൽ ജീവിക്കണം? നിങ്ങൾക്ക് ഞാനൊരു ഈത്തപ്പനയുടെ ഭംഗിയുള്ള കിടക്ക ഒരുക്കട്ടെ റസൂലേ. അള്ളാഹുവിന്റെ പ്രവാചകൻ പുഞ്ചിരിയോടെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഉമർ, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ഫി ഗാബിരി സബീൽ. ഉമറേ, നമ്മൾ ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരൻ മാത്ര, ഒരു പരദേശി മാത്ര. നമ്മളെക്കാൾ വലിയ മുന്തിയന്മാരൊക്കെ നന്മണ്ടയും കവിനിയിലും കഴിഞ്ഞു പോയിട്ടുണ്ട്. സ്വത്തുക്കൾ വാരിപ്പിടിച്ചവര്, ഒറ്റക്ക് അനുഭവിച്ചവര്, ഒരുപാട് സ്വപ്നം കണ്ടവര് ഇല്ലേ? ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, കോഴിക്കോട് ശാത്തുലി പള്ളിയിൽ 11 കൊല്ലം മുൻപ് ഖുത്ബക്ക് തുടങ്ങുമ്പം 1ാമത്തെ സഫ് കണ്ട പല മുഖങ്ങളും ഇന്ന് അവിടെ ഇല്ല, മണ്ണിന്റെ അടിയിലാ. അതുകൊണ്ടാ റബ്ബ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിയതും, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ. മനുഷ്യരെ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കണം, മിൻഹാ ഖലഖനാകും, ആ മണ്ണിൽ നിന്നാണ് നിങ്ങൾ വന്നതെങ്കിൽ, വഫീഹാ നുഈദുകും, അതേ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുപോകും. അതോടെ തീരുമോ? അതോടെ അവസാനിക്കുമോ? ഇല്ല, ഇല്ലെന്ന് പറഞ്ഞിട്ട് റബ്ബ് വീണ്ടും പറയുന്ന വാക്ക്, വമിൻഹാ തുഖ്രിജുകും താറതൻ നുഖ്റാ. ഒരിക്കൽ കൂടി നിങ്ങൾ അല്ലാഹുവിന്റെ മുൻപിലേക്ക് വരും. ആളിക്കത്തുന്ന തീജ്വാലകൾ നരകത്തീയിന്റെ അരികിൽ അല്ലാഹു ഒരുമിപ്പിച്ചു കൂട്ടുമ്പോ, വഇദൽ ജന്നതു ഉജ്ലിഫത്, നരകം വാങ്ങി വലിച്ചു കൊണ്ടുവരുമ്പോ, സ്വർഗ്ഗം ഹാജരാക്കപ്പെടുമ്പോ, വൽ മലായികതു സഫൻ സഫാ, മലക്കുകൾ അണിയടികളായി നിൽക്കുമ്പോ നിങ്ങളെ ഞാൻ കൊണ്ടുവരും, നിങ്ങളെ ഞാൻ കൊണ്ടുവരും. അന്ന് എന്റെ വിചാരണ നിങ്ങൾക്ക് ഒരിക്കലും നിഷേധിക്കാനാവാതെ നിങ്ങൾ എന്റെ വിചാരണക്ക് ഉത്തരം പറയേണ്ടി വരും.
ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ ആ മദീനത്തെ പള്ളിയിൽ പ്രവാചകന്റെ സഹാബാക്കൾ നെഞ്ചു പൊട്ടിക്കരഞ്ഞു. അതുകൊണ്ട് ഈ ലോകത്ത് നിന്നും നമ്മളൊരു യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഇനി ആ യാത്ര അവസാനിക്കുന്നത് ഖബറിലാ. ഈ കൂട്ടത്തിലുള്ള പല വയസ്സന്മാരോടും ചോദിച്ചു നോക്കൂ, ഇനി ചെറുപ്പക്കാരോടും നമ്മളോടൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയലില്ലേ, എന്താ വിശേഷം? 19 വയസ്സായി, പടച്ചോൻ ഇത്രയും തന്ന്, ഇനി പടച്ചോൻ വിളിച്ചാൽ അങ്ങ് പോണം. ഇത്രയും കാലം സമാധാനത്തിൽ ജീവിച്ചു, മക്കളെയൊക്കെ കെട്ടിച്ചു. അപ്പൊ നമ്മളെ വിചാരം നമ്മൾ നല്ല രസത്തിൽ ജീവിച്ചതാണ്. അല്ല, നമ്മളെ ഖബറിലേക്കുള്ള യാത്ര 50 കൊല്ലം പൂർത്തിയാക്കിയതാ. എവിടെയാണോ റബ്ബ് തീരുമാനിച്ച സെക്കൻഡ്, അവിടേക്ക് നമ്മൾ ചെല്ലും, അവിടേക്ക് നമ്മൾ എത്തും. ആ സെക്കൻഡിൽ പടച്ച റബ്ബിന്റെ 6 അടി മണ്ണിലേക്ക് ഞാനുങ്ങളും മടങ്ങും. അതുകൊണ്ടാ മുൻഗാമികളായ ഉലമാക്കൾ പാടിയതും വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ. വലത്തുക ഉമ്മുക, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത്, അഥവാ നിന്റെ ഉമ്മ നിന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്, അഥവാ നിന്റെ മാതാവ് നിന്നെ ഗർഭം ധരിച്ച് പ്രസവിച്ചത് ബാക്കിയാ കരയുന്നവനായിക്കൊണ്ടാണെങ്കിൽ അന്ന് വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ. നിന്റെ ചുറ്റുഭാഗത്തുള്ളവർ നിന്റെ ആ കരച്ചില് കണ്ട് സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടി കൈകൊണ്ട് വാങ്ങി നിന്റെ ചെവിയിൽ ബാങ്ക് കൊടുത്ത് പരസ്പരം സ്നേഹത്തോടെ നിന്റെ കവിളുകളിലേക്ക് സന്തോഷത്തിന്റെ ചുംബനങ്ങൾ നൽകുമ്പം നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ മനുഷ്യ? വന്നാസ് ഹൗലക യഹ്സനൂന ഹസീനാ. ചുറ്റുഭാഗത്തുള്ളവർ വിതുമ്പിക്കൊണ്ട് കരയുമ്പോ, നെഞ്ചുപൊട്ടി കരയുമ്പോ, അവർക്ക് നടുവിൽ ഒന്നുമില്ലാത്തവനെ പോലെ കിടന്നുറങ്ങുന്ന ഒരു യാത്രയെ പറ്റി നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആ യാത്രയുടെ തുടക്കമാണ് നിന്റെ ജീവിതത്തിന്റെ തുടക്കം. ആ യാത്രയുടെ തുടക്കമാണ് നിന്റെ ആയുസിന്റെ തുടക്കം. ആ ആയുസ് നിനക്ക് റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ ഇനി നിനക്ക് പ്രതീക്ഷിക്കാവുന്നത് ആ 6 അടി മണ്ണിലേക്കുള്ള യാത്രയും 6 അടി മണ്ണിലുള്ള ലോകവും അല്ലാഹുവിന്റെ ഹശർ എന്ന മൈതാനിയും മാത്രമാ. ആ ലോകത്തേക്കുള്ള യാത്ര നമ്മൾ ആരംഭിച്ചിരിക്കുക. അതുകൊണ്ടാ റബ്ബ് പറഞ്ഞതും ഈ ലോകത്ത് പണവും പദവിയും സ്ഥാനങ്ങളും ഒന്നുമല്ല മുഖ്യം, മറിച്ച് നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് റബ്ബിനെ മനസ്സുകൊണ്ട് സ്മരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങണം. അതാണ് ഏറ്റവും വലിയ സമാധാനം, അല്ലേ? എത്ര പേരാ സ്വൈര്യല്ലാണ്ട് ജീവിക്കുന്നത്, എത്ര പേരാ മനസമാധാനമല്ലാതെ പരക്കം പാഴുന്നത്. ലോകത്ത് സമാധാനം എവിടെയെന്ന് ചിന്തിച്ചോടിക്കൊണ്ടിരിക്കുക സൈക്യാട്രിസ്റ്റുകൾ, കൗൺസിലിംഗുകാര്. പക്ഷെ അതിനേക്കാളൊക്കെ സമാധാനം കിട്ടുന്ന ഒരു വാക്ക് റബ്ബ് പറഞ്ഞു തന്നിട്ടുണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനുഷ്യ, നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിനെ ഓർക്കണം. നിനക്കൊരു കുറവും വരുത്താതെ നിനക്കാവശ്യമുള്ളതെല്ലാം ഒരുക്കി തന്ന നിന്റെ നാഥനെ നീ അറിയണം. മനുഷ്യ, പിതാവിന്റെ ശ്രവിക്കപ്പെടുന്ന കോടിക്കണക്കിന് ബീജങ്ങളിലെ ഒരു നിസാര ബീജമായിരുന്ന നിന്നെ മാതാവിന്റെ ഗർഭാശയത്തിന്റെ 3 ഭിത്തികൾക്കുള്ളിലുള്ള അണ്ഡവുമായി കൂടിയോജിപ്പിച്ച് രക്തപിണ്ഡം പിന്നീട് അലക്കയാക്കി മുളുകയാക്കി എല്ലുകൾ നൽകി വീണ്ടും ങ്ങളെ കൊണ്ട് പൊതിഞ്ഞ് ഈ കാണുന്ന പവറിലും പത്രാസിലും നിന്നെ ഒരുക്കിയ നിന്റെ നാഥൻ പുറത്തേക്ക് വരുമ്പം നിന്റെ തല പുറത്തേക്ക് വരുന്ന രീതിയിൽ മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരുക്കിയ നാഥൻ നിന്റെ ജീവിതത്തിൽ ആദ്യത്തെ വെള്ളം ഉമ്മാന്റെ പൊക്കിളിലൂടെ നിനക്ക് തന്ന് സംരക്ഷിച്ച നാഥൻ, നിന്റെ വായു ഉമ്മാന്റെ പൊക്കിളിലൂടെ നിനക്ക് തന്ന് സംരക്ഷിച്ച നാഥൻ, ഭൂമിയിലേക്ക് വരുമ്പം സ്നേഹിക്കാൻ മാതാപിതാക്കളെ ഒരുക്കി തന്ന നാഥൻ, നീ ജീവിക്കുമ്പോ നിനക്ക് ഭക്ഷണം ഒരുക്കി തന്ന നാഥൻ, നിനക്ക് സ്നേഹിക്കാൻ കുടുംബങ്ങൾ ഒരുക്കി തന്ന നാഥൻ, നിന്റെ കൈകാലുകൾക്ക് ജീവൻ നൽകിയ നാഥൻ, ആ നാഥനെ കുറിച്ചുള്ള ഓർമ്മകൾ അലാ ബിദിക്രില്ലാ, അലാ ബിദിക്രില്ലാ. ആ റബ്ബിനെ നീ ഓർത്തോ, നിനക്ക് പിന്നെ ദുഃഖിക്കേണ്ടി വരുന്നില്ല. ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിന്റെ മനസ്സ് ശാന്തമാകും, നിന്റെ മനസ്സ് ശാന്തമാകും. പണമില്ലാത്തതിന്റെ പേരിൽ ഇനി കരയൂല. കാരണം പടച്ചോൻ വിധിച്ചതേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ, നീ സമാധാനിക്കും. പദവി കിട്ടാത്തതിന്റെ പേരിൽ ഇനി ബേജാറാവൂല. കാരണം പദവി പടച്ചോൻ എനിക്ക് തന്നിട്ടില്ലേ, പദവി തന്നോരെക്കാളിലും പടച്ചോൻ ഇന്ന് ആദരിച്ചു എന്ന് ചിന്തിക്കും. സൗന്ദര്യം ഇല്ലാത്തതിന്റെ പേരിൽ ഇനി ഒരിക്കലും സങ്കടപ്പെടൂല. കാരണം പടച്ചോൻ സൃഷ്ടിച്ചതാ വെളുപ്പും കറുപ്പും എന്ന് നിനക്ക് ബോധമുണ്ടാകും. അതാ റബ്ബ് പറഞ്ഞതും, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും മിൻദല്ലാഹി അത്ഖാകും. ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാ നിങ്ങളൊക്കെ പടച്ചത് എന്നുള്ള ഒരു ബോധം ഉണ്ടായാൽ മതി.
ആ അള്ളാഹു നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, വലക്കത് കർറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ നിങ്ങളെ ഞാൻ ആദരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ജന്തുജാലങ്ങൾക്കോ പടച്ചോൻ കൊടുക്കാത്തത് അല്ല പറയാ. ശ്രേഷ്ഠ സമൂഹമായിട്ട് നിങ്ങളെ ഞാൻ ആദരിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? അത്രക്ക് ജീവിതത്തിന്റെ ഏറ്റവും നന്മയിലാ പടച്ചോൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാ രംഗത്തും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. എന്റെ വീട്ടിൽ കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുൻപ് ജനിച്ച ഒരു ആട്ടിൻകുട്ടി, കൂടെ ജനിച്ച ആട്ടിൻ പെൺകുട്ടിയുടെ ശരീരത്തിൽ തന്നെ ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുക. പടച്ചോൻ പറഞ്ഞു, എനിക്ക് മറ്റൊരു കുടുംബത്തിലെ പെണ്ണിനെ ഞാൻ ഒരുക്കി തന്നിട്ടുണ്ട്. സ്വന്തം ചോരനെ നീ ആ രീതിക്ക് കാണാൻ പാടില്ല. ഇങ്ങനെ രംഗത്ത്, ജീവിതത്തിന്റെ പല രംഗത്തും പടച്ചോൻ വലക്കത് കർറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ നിങ്ങളെ ഞാൻ ആദരിച്ചതാ. ആരാൻ കൈനീട്ടി തരുന്ന ഭക്ഷണമല്ല. ഒരേ നേരം നിലവിളിച്ചിട്ട് വീട്ടിന്റെ അടുക്കള ഭാഗത്ത് തലകുനിച്ചിരിക്കുന്ന പൂച്ചക്ക് നമ്മളെ കാരുണ്യുണ്ടെങ്കിലും ആകെ കൊടുക്കുന്നതല്ല. മറിച്ച് പടച്ചോൻ പറയാ, ഈ ദുനിയാവിൽ പലതുകൊണ്ടും നിങ്ങളെ ഞാൻ ആദരിച്ചിട്ടുണ്ട്. ആ ആദരവ് നിങ്ങൾക്ക് അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ അത് റബ്ബ് നിങ്ങൾക്ക് തന്നതിന് റബ്ബ് തിരിച്ചാഗ്രഹിക്കുന്നത് ആ റബ്ബിനെ മാത്രം ആരാധിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് റബ്ബ് പറയുന്നതും. എന്തിനാ നിങ്ങളെ സൃഷ്ടിച്ചത്? എന്തിനാ നമ്മളെ ഈ ലോകത്തേക്ക് അല്ലാഹു പറഞ്ഞയച്ചത്? ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ വെട്ടിപ്പിടിച്ചോലൊന്നും ഒന്നും കൊണ്ടുപോയിട്ടില്ല. ഞാൻ പറയാറുണ്ട്, നാളെ നേരം വെളുക്കുന്നത് വരെ ജീവനുള്ള ഒരു വ്യക്തിയോട് നമ്മൾ ആൾക്കാർ ചോദിക്കുക, പുനിയിലെ പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ ഇടതുഭാഗത്തുള്ള പറമ്പാരുതാന്ന് ചോദിച്ച ഈ കൂട്ടത്തിൽ ആരുതെങ്കിലും ആണെങ്കിൽ നാട്ടുകാർ പറയും അത് ഉമ്മറാജിന്റെതാണ്. നേരം വെളുക്കുമ്പോൾ കേൾക്കുന്നത് ഉമ്മറാജിന്റെ മരണം. പിന്നീട് ആ മരണത്തിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് 1-2 മാസം കഴിഞ്ഞ നാട്ടുകാർ ചോദിക്കും, അല്ല പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ ഇടക്കും ഭാഗത്ത് തെക്കുഭാഗത്തുള്ള പറമ്പാരുത മരിച്ചോ ഉമ്മറാജിന്റെത് നല്ല പറയാ. അത് ഉമ്മറാജിന്റെ മൂത്തമോൻ ജബ്ബാറിന് ഓതി കിട്ടിയതാണ്. അത്രേ ഉള്ളൂ. വന്നപ്പം കൊണ്ടുവന്നിട്ടില്ല, തിരിച്ചുകൊണ്ടുപോകുമ്പോഴും കൊണ്ടുപോകുന്നില്ല. പിന്നെ എന്തിനാ പടച്ചോൻ നമ്മളെ ദുനിയാവിൽ സൃഷ്ടിച്ച്? പരസ്പരം മത്സരിക്കാനാ? തമ്മിലടിക്കാനാ? അവനാന്റെ ഈഗോയും പവറും പത്രാസും കാണിച്ച് കുടുംബക്കാർക്കിടയിൽ ഞെളിയാനാ? റബ്ബിനെ ഈ ലോകത്ത് ഏറ്റവും വെറുക്കുന്നവരുടെ ഒരു സ്വഭാവം എന്താണെന്നറിയോ റസൂലേ? അവർ പരസ്പരം പെരുമ നടിക്കുന്നവരായിരിക്കും. എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അവരനെ ജയിക്കാൻ, അയൽവാസിയെ ജയിക്കാൻ, കുടുംബക്കാരന്റെ ഇടയിൽ പവർ കാണിക്കാൻ. കബറിൽ ചെല്ലുന്നത് വരെ അവരതിനു വേണ്ടി പണിയെടുത്തോണ്ടിരിക്കും. അത്രല്ലേ ഉള്ളൂ എനിക്കും നിങ്ങൾക്കും പറയാൻ. പല വാപ്പാരോടും ചോദിച്ചോക്കി എന്തൊക്കെയാപ്പം വിശേഷം. ചില വാപ്പാരൊക്കെ ആവേശത്തോടെ പറയാറുണ്ട്, 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമാ. മക്കളെയൊക്കെ പഠിപ്പിച്ചൊരു നിലക്കാക്കി. മൂത്തോന് പൊരയായി, ഇളയോന് തറട്ട്. മൂത്ത മോളെ കെട്ടിച്ച വീട്ടിലൊക്കെ നല്ല സൗകര്യമുണ്ട്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ. ഇതൊക്കെ തന്നെ പലർക്കും പറയാനുള്ളൂ. പക്ഷെ എന്തിനാ റബ്ബ് ഇങ്ങോട്ട് പറഞ്ഞയച്ച്? ഇതൊന്നും വേണ്ടാന്നല്ല. ഇതിന്റെ കൂടെ അള്ളാഹു നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്, ഉത്കൃഷ്ട മൂല്യങ്ങളുണ്ട്. ഒരു മനുഷ്യൻ എന്ന നിലക്കല്ല, ഒരു മുസൽമാൻ എന്ന നിലക്കുള്ള മൂല്യങ്ങൾ. ഈ ലോകത്തൊരു മതത്തിനും അവകാശപ്പെടാനില്ലാത്ത മൂല്യങ്ങൾ. ഈ ലോകത്തൊരു മതക്കാരനും ഏതൊക്കെ വെറുപ്പുണ്ടാക്കിയാലും ആർജവത്തോടെ ഇസ്സത്തോടെ പറയാനുള്ള മൂല്യങ്ങൾ. അതുകൊണ്ടാ ഒരു മുസൽമാൻ നെഞ്ചും വിരിച്ചിട്ട് പറയും, എന്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചു, നീ മൂത്രമൊഴിച്ചാൽ കഴുകണം, നീ മൂത്രമൊഴിച്ചാൽ വൃത്തിയാക്കണം എന്ന് പഠിപ്പിച്ച എന്റെ മതം എനിക്ക് തന്ന മൂല്യമാണത്. അതുകൊണ്ട് തന്നെയാ അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ഈ ലോകത്തേക്ക് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത് നമ്മളിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത് എന്ന് റബ്ബിനെ പരീക്ഷിക്കാൻ വേണ്ടി. ആരൊക്കെയാ ഏറ്റവും നല്ല മൂല്യങ്ങളോട് കൂടി ജീവിക്കുന്നത് എന്ന് പറയാൻ. ഈ യാത്ര അവസാനിക്കുന്നത് റബ്ബിന്റെ അരികിലേക്ക് തന്നെയാണ്. ആ റബ്ബിന്റെ ആദ്യത്തെ ചോദ്യത്തെ പറ്റിയും നമ്മൾ പറഞ്ഞു. ആരാണ് റബ്ബ് എന്ന ചോദ്യത്തിന് നമ്മൾ ഒരു മറുപടി കണ്ടെത്തിയേ മതിയാകൂ. ആരാണ് റബ്ബ്? ആ റബ്ബിനെ കുറിച്ചുള്ള ബോധമാണ് മൂല്യങ്ങളുടെ ഏറ്റവും മനോഹരമായ ജീവിതം. എന്റെ റബ്ബ് ആരാണെന്ന ചോദ്യം, പ്രത്യേകിച്ച് സഹോദരങ്ങളെ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ജാതീയതയില്ലാത്ത, മതവെറുപ്പില്ലാത്ത, വിഭാഗീയതയില്ലാത്ത എന്റെ റബ്ബ് എന്നെ പഠിപ്പിച്ച ഏകദൈവ വിശ്വാസം, ആ നാഥന്റെ അരികിലേക്കുള്ള യാത്രയാണ് എന്റെ ജീവിതം എന്ന തിരിച്ചറിവ്. പ്രത്യേകിച്ച് ഇന്നത്തെ യുവാക്കളോടും കൗമാരങ്ങളോടും ലിബറൽ ചിന്താഗതികൾ വിശ്വാസരംഗത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അതുകൊണ്ട് ആ പെണ്ണും കല്യാണം കഴിക്കുന്നത്, ആണും കല്യാണം കഴിക്കുന്നത്.
ഇന്ന് പല ഉമ്മാർക്കും അറിയൂല, അല്ലെങ്കിൽ മാതാക്കൾക്കും അറിയൂല, പിതാക്കൾക്കും അറിയൂല. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കണങ്കാലിന്റെ മുകളിലേക്ക് ജീൻസും ധരിച്ച് കണങ്കാലിന്റെ മേലെ ചരടും കെട്ടി മുടികൾ കളറും ചെയ്ത് ബോബിട്ട് നടക്കുന്ന പെൺകുട്ടികളും മറ്റുള്ള പെണ്ണുങ്ങളുടെ കമന്റ് കിട്ടാനും നോട്ടം കിട്ടാനും വേണ്ടി നാവിനടിയിൽ തിരികെയും മൂക്കിലേക്ക് വലിച്ചു കയറ്റിയും ഞരമ്പുകളിൽ കുത്തിത്താഴ്ത്തിയും ആണത്തം കാണിക്കുന്ന ഇന്നത്തെ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ഒരു സുപ്രഭാതത്തിൽ നശിച്ചതല്ല. കൃത്യമായ അജണ്ടയിലൂടെ നമ്മളെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി ചിലര് പണിയെടുത്തതാ. ലിബറൽ ചിന്താഗതി മക്കളെ മനസ്സിലേക്ക് കുത്തിവെച്ചതാ. അതിന്റെ ഭവിഷ്യത്ത് ഇന്നത്തെ ഉമ്മത്ത് അനുഭവിക്കാനും തുടങ്ങിയില്ലേ? ഫാത്തിമ, നൂറയും അദീല എന്ന പെൺകുട്ടിയും ഒരുമിച്ച് കല്യാണം കഴിച്ചപ്പോ പത്രക്കാര് ചോദിച്ചു, അല്ല മക്കളെ, പെൺകുട്ടികളെ, നിങ്ങൾ എന്താ ഇങ്ങനെ ഒരുമിച്ച് കല്യാണം കഴിക്കുന്നത്? ഇങ്ങനെ കഴിച്ച അങ്ങക്കൊരു കുടുംബത്തിന്റെ സുഖം കിട്ടുമോ? പെൺകുട്ടികൾ തിരിച്ചു പറഞ്ഞ മറുപടി നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കേണ്ടതാ. ആ പെൺകുട്ടികൾ തിരിച്ചു പറഞ്ഞു, ഇതാകുമ്പം ഗർഭം ധരിക്കണ്ടല്ലോ, ഇതാകുമ്പോ പ്രസവിക്കുകയും വേണ്ട, മക്കളൊക്കെയും വേണ്ട, മുലൊടുക്കുകയും വേണ്ട. അപ്പൊ ഇതൊക്കെ ഒരു വലിയ ഭാരമാണ് മക്കൾക്ക് തോന്നിത്തുടങ്ങി. കാരണം ഇൻഡിവിജ്വൽ ഫ്രീഡം, ഞങ്ങളുടെ സ്വയം വ്യക്തിഗത താല്പര്യത്തിനനുസരിച്ച് ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കണം. അങ്ങനെ വന്നതാ ജെൻഡർ ന്യൂട്രാലിറ്റി, അങ്ങനെ വന്നതാ ജെൻഡർ ഈക്വാലിറ്റി. അതിന്റെ പിന്നിലുള്ള കവാടതങ്ങൾ അറിയാത്തതുകൊണ്ടാ. സ്വന്തം പെൺമക്കളോട് ആൺമക്കൾ ഇട്ടതുപോലെ ഇട്ടിട്ട് പോണോ സ്കൂളിൽ നിന്ന് പറയേണ്ടത് ആ പറഞ്ഞു കൊടുക്കുന്ന ഒരു മാതാവിന് പറയാൻ പറ്റണം, മോളെ, പെണ്ണ് പെണ്ണായിട്ട് വളർന്നിട്ട് എന്റെ അഭിമാനം കാണിക്കണം. ഒരാണിന്റെ മാതിരി പാന്റ് ഉടുക്കലും ആണിന്റെ മാതിരി കുപ്പായിടലും അല്ല ന്യൂട്രാലിറ്റി. മറിച്ച് ആണിന്റെ മേലെ എത്തുന്ന സംസ്കാരം കൊണ്ടും ഗുണം കൊണ്ടും നിന്റെ ജീവിത രീതികളെ കൊണ്ടും നിനക്ക് ആണിനെ മടികടക്കാൻ പറ്റും. അതാ ഈക്വാലിറ്റി, അതാണ് ഒരു സ്ത്രീയുടെ ശാക്തീകരണം. അല്ലാണ്ട് ആണിനെ നോക്കിയിട്ട് ആണുങ്ങൾക്ക് എന്ത് സുഖ, പാന്റ് ഉടുക്ക, കുപ്പായിട, അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും. മക്കളോട് പറയണം, പെണ്ണായിട്ട് വളരുമ്പം നിനക്ക് പടച്ചോൻ തരുന്ന ഒരു ബർക്കത്തുണ്ട്. എന്റെ വയറിൽ ഒരു കുഞ്ഞിന് വേണ്ടി പടച്ചോൻ സ്ഥാനം കൊടുക്കുമ്പം അഭിമാനിച്ചോളൂ ഉമ്മാരെ. എന്തുകൊണ്ടാ പടച്ചോൻ നിങ്ങളെ കാലിന്റെ തോട്ടിലാ സ്വർഗം തുറന്നേ? എന്തിനാ സ്വർഗത്തിന്റെ 8 വാതിലും ഉമ്മാരെ നിങ്ങൾക്ക് തുറന്നേരാന്ന് പറഞ്ഞേ? സ്വർഗത്തിൽ കൂടുതലും സ്ത്രീകളാണ് എന്തേ റസൂൽ പറയാനുള്ള കാരണം? നമ്മൾ കേട്ടത് നരകത്ത് കൂടുതലും പെണ്ണുങ്ങളാണ്. അല്ല, സ്വർഗത്തിലും കൂടുതൽ സ്ത്രീകളാ. ഈ സ്ഥാനമൊക്കെ പടച്ചോൻ തന്നത് എന്താണെന്നറിയോ? നിങ്ങളെ നേരെ മറന്റെ എപ്പറ ഇരിക്കുന്ന ഈ മനുഷ്യന്മാരൊക്കെ ഒരു ഉമ്മാന്റെ വയറ്റിൽ കിടന്നതാ. ഇവരെ വയറ്റിൽ ഒരു ഉമ്മയും കിടന്നിട്ടില്ല, ഇവരെ വയറ്റിൽ ഒരു പെണ്ണും കിടന്നിട്ടില്ല. നിങ്ങളെ വയറ്റിൽ കിടന്നവരാ ഈ കാണുന്ന ആണെന്ന വർഗം മുഴുവൻ. അത് അഭിമാന, അന്തസ. കാരണം ഈ ലോകത്തിന്റെ നിലനിൽപ്പ് എന്റെ ഉദരത്തിലാ, എന്റെ വയറിലാ. അതുകൊണ്ട് അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും തന്റെ ലക്ഷക്കണക്കിന് സഹാബത്തിനെ അറഫ മൈതാനിയിൽ നിർത്തി അള്ളാന്റെ പ്രവാചകൻ അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, വനിസാഉകുൻ അലൈഹിന്ന ഹഖ്കുൻ. നിങ്ങളെ സ്ത്രീകളോട് നിങ്ങൾ മര്യാദക്ക് പെരുമാറണട്ടോ. കാരണം അവര് ജീവിച്ചതുകൊണ്ടാണ് നിങ്ങൾ ഉണ്ടായത്. അവര് ജീവിതം മാറ്റിവെച്ചതുകൊണ്ടാ. ഒരു ഉമ്മാന്റെ വയറിലാ ലോകത്തിന്റെ നിലനിൽപ്പ്, ഒരു ഉമ്മാന്റെ ഉദരത്തിലാ ഈ ലോകത്തിന്റെ സന്തോഷം. ആ തിരിച്ചറിവിലേക്ക് ഈ സമുദായത്തെ മാറ്റാൻ, പ്രത്യേകിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് അന്ധവിശ്വാസവും അനാചാരവും ആകർഷിക്കപ്പെടുക. അതുകൊണ്ടാ ഏക സിവിൽ കോഡിന്റെ ചർച്ചയൊക്കെ വന്നപ്പം നമ്മളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കൾ പോലും പറയുന്നു, അങ്ങനെ വന്നാൽ ഇപ്പൊ എന്താ പ്രശ്നം, എല്ലാവർക്കും ഒരേ നിയമല്ലേ, ഒരുമിച്ച് കത്തിക്കാനാ തീരുമാനെങ്കിൽ ഒരുമിച്ച് കത്തിച്ചാ പോരെ മയ്യത്ത്. ആ മക്കൾക്ക് അറിയിച്ചു കൊടുക്കണം, മക്കളെ, അള്ളാന്റെ ഹബീബ് പറഞ്ഞൊരു രീതി ഉണ്ട്. 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് തസ്ബീഹും ചൊല്ലി പടച്ചോനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു സമാധാനം. ഇതൊക്കെ പഠിപ്പിക്കേണ്ട വാപ്പാരുമാരും ഫോണുമ്മ കളിച്ചിരിക്കുമ്പോഴും പൈസ ഉണ്ടാക്കാൻ ഓടുമ്പോഴും നാളെ മറ്റന്നാള് പടച്ചോന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പറയാന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഞാൻ മക്കളെ നല്ലോണം നോക്കി തിന്നാണ്ടാക്കി കൊടുത്തു, എല്ലാവർക്കും 10 സെന്റ് വാങ്ങിക്കൊടുത്തു, എല്ലാരെയും പെണ്ണെട്ടിച്ചു, കെട്ടിച്ച പെണ്ണുങ്ങൾക്കൊക്കെ ഞാൻ പൈസ കൊടുത്തു, ഇത് പറയാന്നുള്ള സന്തോഷമുണ്ടോ? അത് പടച്ചോൻ പറയാൻ അവസരം തരുന്നതിന്റെ മുൻപ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിന്റെ നാട്ടിൽ, നിന്റെ ജനതയിൽ, നിന്റെ മക്കളിൽ, കുടുംബത്തിൽ പടച്ചോനെ പറ്റിയുള്ള ഒരു ബോധം ഉണ്ടാക്കാൻ പറ്റുമോ? അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ അള്ളാഹുവിനെ? ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ മൂല്യത റബ്ബിനെ അറിയാം. നമ്മളൊക്കെ ഒരുപാട് പറയാറില്ലേ, പാലിൽ വെള്ളം ചേർക്കാൻ കൽപ്പിച്ച ഉമ്മനോട്, ഉമ്മ, ഉമർ കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹു കാണില്ലേ ഉമ്മ എന്ന് ചോദിച്ചൊരു മകളെ പറ്റി. ആ കേട്ട ചരിത്രത്തിന്റെ പേരിൽ ഒരുപാട് ആസ്വദിച്ച നമ്മളെ വീട്ടിൽ വലത്തെ കൈ കൊണ്ട് കുടിക്കേണ്ടതിന് പകരം ഇടത്തെ കൈ കൊണ്ട് എടുത്തു കുടിക്കുന്ന മക്കളോട് അത് പാടില്ല മക്കളെ എന്ന് പറയാൻ നാവ് ഉയർന്നിട്ടില്ലെങ്കിൽ, 4 അഥവാ ഇന്ന് 5:38 കൊടുക്കുന്ന ബാങ്കിന് ഓരോ പള്ളിയിലും ജമാഅത്ത് 5:58 6 5:56 സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു വാപ്പാക്ക്, ഒരു ഉമ്മാക്ക് സ്വന്തം മക്കളെ വിളിച്ചുണർത്തിയിട്ട് മക്കൾക്ക് ദീനിന്റെ പാഠങ്ങൾ ഓതിക്കൊടുക്കാനും ഒരു ജമാഅത്തിലെങ്കിലും പങ്കെടുപ്പിക്കാൻ പറ്റുന്നില്ലേ?
പിന്നെ എന്ത് വിശ്വാസം? ഏത് റബ്ബിനെയാ നമ്മൾ അറിഞ്ഞ്? അള്ളാൻ അറിയാന്ന് പറഞ്ഞാൽ തൗഹീദ് നാവുകൊണ്ട് പറയലും മാത്രല്ല, വഅൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവുകൊണ്ട് പറയലും മാത്രല്ല തൗഹീദ്, അത് ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കല, ജീവിതം കൊണ്ട് കാണിക്കല. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല മൂല്യം അന്ധവിശ്വാസത്തിലേക്കും ചൂഷണത്തിലേക്കും പോകാത്ത വിശ്വാസമായിരിക്കണം. ഈ മതത്തെ പലരും അവനവന്റെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മൂല്യങ്ങളിൽ ഏറ്റവും മനോഹരമായ ഒരു വിശ്വാസിയുടെ മൂല്യമാണ് ബന്ധങ്ങളിൽ ഉയർന്ന മൂല്യത കൈവരിച്ച മതമാണ് ഇസ്ലാം. ഉത്കൃഷ്ട മൂല്യം, ബന്ധങ്ങൾക്കെന്നും പവിത്രത കൊടുത്ത മതം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ ബന്ധങ്ങളും അകന്നുകൊണ്ടിരിക്കുകയാണ്. തമ്മിൽ പിണങ്ങിയും വാശി കാണിച്ചും പക പ്രകടിപ്പിച്ചും മത്സരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ ഇരിക്കുന്ന എത്രയോ കുടുംബങ്ങൾ, എത്രയോ മനസ്സുകൾ പല കുടുംബത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്നവരാ. അങ്ങനെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഈ ലോകത്തെ എത്ര നമസ്കരിച്ച് നോമ്പനുഷ്ഠിച്ച് പടച്ചോനെ തൃപ്തിപ്പെടുത്തിയാലും ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉർ റഹിമ, കുടുംബം മുറിച്ച ഒരാൾ പോലും പടച്ചോന്റെ സ്വർഗ്ഗത്തിലുണ്ടാവൂല. അല്ലാഹു സാക്ഷി. ഇതും ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട് വിശുദ്ധ ഖുർആനിലൂടെ, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം വല്ലർഹാം. റസൂലേ, കുടുംബത്തെ പറ്റി അല്ലാഹു ചോദിക്കുമെന്ന് അവരോട് പറയണം. പക്ഷേ ഇന്ന് ബന്ധങ്ങളൊക്കെ ശിഥിലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തമ്മിലടിച്ചും പിണങ്ങിയും ശത്രുത കാണിച്ചും ജീവിക്കുമ്പോ ഓരോ ബന്ധങ്ങളും പടച്ചോൻ ഏൽപ്പിച്ചു തരുന്നതാ. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ ആഗ്രഹിക്കാറുണ്ട്, പടച്ചോനെ, എന്റെ വാപ്പ അബ്ദുറഹ്മാൻ നബീസാനെ കെട്ടിയപ്പോ ഒരു രാത്രി ഒരു കൂടെ കിടന്നപ്പോ ഉണ്ടായ മുതലല്ല ഞാൻ. ഇന്ന് ഉണ്ടാക്കണമെന്ന് പടച്ചോൻ തീരുമാനിച്ചതുകൊണ്ടാ, ഇന്ന് ഉണ്ടാക്കണമെന്ന് റബ്ബ് തീരുമാനിച്ചതുകൊണ്ട് പറഞ്ഞു എന്റെ വാപ്പ അബ്ദുറഹ്മാനാണ്, ഉമ്മ നബീസയാണ്. എനിക്കൊരു പെങ്ങളുണ്ട്, എന്റെ മേല അനീസയാണ്. ഈ കണ്ടിട്ടില്ലല്ലോ, എന്റെ മുൻപേ ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് താഴെ ഇരട്ടകളാണ്, 2 ആൺകുട്ടികൾ ഉണ്ടാവും. ഇത് വാപ്പയമ്മയും ഒരുമിച്ച് കടന്നപ്പോണ്ടായതല്ല. ഏതെങ്കിലും വാപ്പയമ്മയും ഒരുമിച്ചുണ്ടായപ്പോ അങ്ങോട്ട് ഉണ്ടായതുമല്ല. അള്ളാഹു തീരുമാനിച്ചത ഓരോ ബന്ധങ്ങളും. എന്റെ വാപ്പ ആരാവണം, എന്റെ മൂത്താപ്പ ആരാവണം, ഞാൻ ഏത് കുടുംബത്തിൽ ജനിക്കണം, ഞാൻ ഏത് പെണ്ണിനെ ഏത് വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കണം, ഇതൊക്കെ പടച്ചോൻ തീരുമാനിച്ചെന്നതാ. അല്ലാണ്ട് നമ്മൾ കുറെ തെരഞ്ഞതുകൊണ്ടും ബ്രോക്കറെ പിന്നാലെ നടന്നതുകൊണ്ടും 100 ഫോട്ടോ കണ്ടതുകൊണ്ടും അവസാനം അവിടെ എത്തിപ്പെട്ടതൊന്നുമല്ല. നമ്മളെ എഴുതി വെച്ചത് ആ കുടുംബത്തിലാണ്, അവിടെ നമ്മൾ എത്തും. ആ ബന്ധങ്ങൾക്ക് എന്നും പ്രാധാന്യം കൊടുക്കുന്നവനാ ഒരു നല്ല വിശ്വാസി. അത് ഇസ്ലാമിന്റെ മൂല്യ. അള്ളാഹുവിന്റെ പ്രവാചകനെ മൃഗീയമായി ഉപദ്രവിച്ച സ്വന്തം കുടുംബത്തോട് അള്ളാഹുവിന്റെ റസൂൽ കാണിച്ച മര്യാദല്ലേ? കരിങ്കല്ല് കൊണ്ട് എറിഞ്ഞോടിച്ച ഉമ്മത്തിനെ പോലും മുന്നിൽ കിട്ടിയപ്പോ റസൂലുള്ള പുറത്തൊരു പൊറുക്കലില്ലേ? പട്ടിണിക്കിട്ട് ഉപരോധിച്ചപ്പോ പോലും അള്ളാഹുവിന്റെ റസൂൽ കുറ്റം പറയാത്തൊരു കുടുംബല്ലേ? കണ്ണുനീരോടെ റസൂലുള്ള ഹാഷിം കുടുംബത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഉമ്മ കുടുംബമായ ഹാഷിം കുടുംബത്തോട് ചോദിച്ചൊരു ചോദ്യം, ബനു ഹാഷിം കുടുംബമേ, നിങ്ങൾ എന്തിനാണ് എങ്ങനെ ഉപദ്രവിക്കുന്നത്? കാരണം ഓരോ ബന്ധങ്ങൾക്കും റസൂലുള്ള സ്ഥാനം കൊടുത്തിട്ടുണ്ട്. കേൾക്കണോ നിങ്ങൾക്കൊരു ചരിത്രം? അള്ളാഹുവിന്റെ തിരുദൂതൻ ജനിക്കുന്നതിന്റെ മുൻപേ വാപ്പ മരിച്ചുപോയിട്ടുണ്ട്. ഒരു വാപ്പല്ലാത്ത മകന്റെ ഒക്കെ ജീവിതം എത്രത്തോളാണ്. ഇത്ര സൗകര്യമുള്ള കാലത്ത് നമുക്ക് അല്പം ചിന്തിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം ഇന്ന് ഓരോ നാട്ടിലും യത്തീംഖാനയാ. യത്തീം മക്കൾക്ക് എല്ലാവരും കൊടുക്കും. ജനിച്ച 6ാമത്തെ വർഷം ഉമ്മയും പോവുക. ആ ചെറുമകനെ, 6 വയസ്സുള്ള നമ്മളെ മോനങ്ങൾ കൺമുൻപിൽ ആലോചിച്ചോളൂ. എന്താണെന്നറിയാതെ പക്വതയില്ലാത്ത ആ ചെറിയ കുട്ടിയെ അന്ന് കൈപിടിച്ചു കൊണ്ടുപോകുന്നത് പ്രവാചകന്റെ എളാപ്പ അബൂ ത്വാലിബിന്റെ ഭാര്യ ഫാത്തിമയാ. പ്രവാചകനെ പൊന്നുപോലെ സംരക്ഷിക്കുന്ന അബൂ ത്വാലിബിന്റെ ഭാര്യ ഫാത്തിമ. ഫാത്തിമ ബീവി അന്ന് പ്രസവിച്ചു കിടക്കുക. ആരെ? അലി ബിൻ അബീ ത്വാലിബിനെ. അലി ബിൻ അബീ ത്വാലിബിനെ പ്രസവിച്ച് കിടക്കുമ്പോഴാ അള്ളാഹുവിന്റെ പ്രവാചകനെ ഫാത്തിമ കൂട്ടിക്കൊണ്ടുവന്നേ. ആ ഫാത്തിമ ബീവി പിന്നീട് റസൂലുള്ളാഹിനെ സ്നേഹിച്ച സ്നേഹം നുബുവത്തിന് ശേഷം റസൂലുള്ള നെഞ്ചുപൊട്ടി പറയുന്നുണ്ട്. ഫാത്തിമ ബീവി മരണപ്പെട്ടപ്പോൾ ഫാത്തിമ ബീവിന്റെ മയ്യത്തുമായി തിരുദൂതൻ മറമാടാൻ വേണ്ടി ചെന്നു. 6 അടി മണ്ണിലേക്ക് ഫാത്തിമാന്റെ മയ്യത്ത് ഇറക്കി വെച്ചു. അള്ളാഹുവിന്റെ റസൂലും കൂടെ ഖബറിലേക്ക് ഇറങ്ങി. ആ ഖബറിന്റെ 4 ഭാഗത്തേക്കും നോക്കി അള്ളാഹുവിന്റെ നേരെ നോക്കിയിട്ട് റസൂലുള്ള പറഞ്ഞു, അള്ളാഹുവേ, എന്റെ പോറ്റുമ്മ ഫാത്തിമാക്ക് ഇനി സമാധാനം കൊടുക്കണം. എന്നിട്ടൊരു പരാതി പോലെ ഖബറിനോട് പറഞ്ഞു, ഖബറേ, എന്റെ പോറ്റുമ്മാനെ ഇനി കരയിപ്പിക്കരുത് കേട്ടോ.
വിശ്വാസി അല്ലാതിരുന്നിട്ടും ഫാത്തിമയെ അള്ളാഹുവിന്റെ റസൂല് സ്നേഹിച്ചു. അള്ളാഹുവിന്റെ റസൂല് കണ്ണുനീരോട് അത് പറയുമ്പോൾ കേട്ടു നിൽക്കുന്ന സഹാബാക്കൾ ചോദിച്ചു, റസൂലേ എന്തിനാ ഇത്രക്ക് വേദന? അള്ളാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞു, അലിക്ക് കൊടുക്കുന്നതിന്റെ മുൻപ് ഫാത്തിമ എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്. അലിയെ മടിയിൽ ഉറക്കുന്നതിന്റെ മുൻപ് എന്നെ മടിയിൽ പിടിച്ച് കിടത്തിയിട്ടുണ്ട്. അലിയെ വാരിപ്പുണരുന്നതിന്റെ മുൻപ് ഫാത്തിമ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഖബറേ, എന്റെ ഫാത്തിമാക്ക് ഇനി സമാധാനം കൊടുക്കണേ, എന്റെ ഫാത്തിമാനെ ഇനി വേദനിപ്പിക്കല്ലേ. റസൂലുള്ള കൊടുത്ത ബന്ധാണ്, അള്ളാഹുവിന്റെ ഹബീബ് കൊടുത്ത ബന്ധം. ജീവിച്ചിരിക്കുമ്പോൾ റസൂലുള്ളാഹ് 9 ഭാര്യമാരുണ്ട് ഒരേ സമയം. 9 ഭാര്യമാരെ പ്രവാചകൻ 9 കൊല്ലം കൊണ്ടടക്കുകയും ചെയ്തിട്ടുണ്ട്. 9 കൊല്ലം റസൂലുള്ള 9 ഭാര്യമാരെ കൊണ്ടടക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു സംശയം ഉണ്ടാകും, ഇത് ഒത്തുപോകുമെന്ന്. എല്ലാ നിലക്കും ഒത്തുപോയി. പക്ഷെ സഹാബത്തിന് മറ്റുള്ള ഭാര്യമാർക്ക് ഒരു പരാതി ഉണ്ട്. അള്ളാഹുവിന്റെ റസൂലിന് കുറച്ച് ഇഷ്ടക്കൂടുതൽ ആയിഷ ബീവിനോടാണ്. ആയിഷ ബീവിനോട് റസൂലിന് കുറച്ച് ഇഷ്ടക്കൂടുതലുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഇടക്കിടക്ക് പ്രാർത്ഥിക്കാറുണ്ട്, റബ്ബേ ആയിഷാനുള്ള സ്നേഹത്തിന്റെ പേരിൽ ഇങ്ങനെ അപമാനിക്കല്ലേ റബ്ബേ എന്ന്. അപ്പൊ ഒരിക്കൽ സഹാബത്ത് ചോദിച്ചു, റസൂലേ ആയിഷ നിങ്ങൾ ഇത്രക്ക് സ്നേഹം കൂടി പോകുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവർക്ക് പരാതിയല്ലോ, 8 ഭാര്യമാരും പരാതിയായിട്ടല്ല പറഞ്ഞേ, അവര് പറയായിരുന്നു റസൂലുള്ളാഹിക്ക് ആയിഷാനോട് ഒരു പ്രത്യേക ഇഷ്ടം കിട്ടോ. അതുകൊണ്ടാ മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് 13 ദിവസം സുക്കേടായി കിടന്നപ്പം അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, ഞാൻ എവിടെ കിടക്കണം? 8 ഭാര്യമാര് ഒരുമിച്ച് പറഞ്ഞു, നബിയെ ആയിഷാന്റെ വീട്ടിൽ കിടക്കാം. കാരണം റസൂലുള്ളാഹിന്റെ മനസ്സ് അന്ന് ഭാര്യമാർക്കും അറിയാം, സഹാബത്തിനും അറിയാം. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, റസൂലേ എന്തിനാ നിങ്ങൾ ആയിഷാനെ അങ്ങനെ കൂടുതൽ സ്നേഹിക്കുന്നത്? ആയിഷ ബീവിന്റെ ചെറുപ്പാണോ, ചെറുപ്പക്കാരിയായിട്ടാണോ, അല്ലെങ്കിൽ ആയിഷ ബീവിന്റെ സൗന്ദര്യം കൊണ്ടാണോ? അള്ളാഹുവിന്റെ റസൂല് തിരിച്ചു പറഞ്ഞു, രണ്ടുമല്ല. മക്കയിൽ ഞാൻ ഏറുകിട്ടി ഓടുമ്പോ, മക്കയിൽ അവരെന്നെ ഉപരോധിക്കുമ്പോ അന്ന് എന്റെ നേല് പോലെ എന്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് എന്നെ താങ്ങിയവനാണ് എന്റെ അബൂബക്കർ. എന്റെ അബൂബക്കറിന്റെ മോള ആയിഷ. 40 കൊല്ലം എന്റെ പ്രാണനെ പോലെ എന്നെ സംരക്ഷിച്ച എന്റെ അബൂബക്കറിന്റെ മോള്. അബൂബക്കറിന്റെ ഭക്ഷണം പലപ്പോഴും ഞാൻ തിന്നിട്ടുണ്ട്. ദരിദ്രനായ മുഹമ്മദിന് അബൂബക്കറിന്റെ ഭക്ഷണ കിട്ടിയത്. പലരും ഉപദ്രവിച്ചപ്പം പരിച പോലെ നിന്നത് എന്റെ അബൂബക്കറ. അബൂബക്കറിന്റെ മോള ആയിഷ എന്നുള്ള ഒറ്റ പരിഗണനയല്ലാതെ ആയിഷ ബീവിന്റെ ചെറുപ്പോ സൗന്ദര്യമോ എനിക്ക് ആയിഷാനോട് പ്രത്യേക ഇഷ്ടം ഉണ്ടാക്കിയിട്ടില്ല. നോക്കി നിങ്ങള് അള്ളാഹിന്റെ റസൂല് കൊടുക്കുന്ന കുടുംബത്തിന്റെ ഒക്കെ ഒരു സ്ഥാനം. പക്ഷെ ആ കുടുംബം ഇന്ന് നമ്മൾക്ക് എങ്ങനെയാ? പണത്തിന്റെ പേരിലും അല്ലെങ്കിൽ എന്തോ വാശിന്റെ പേരിലും പരസ്പരം അകന്നുകൊണ്ടിരിക്കുക. ഒരുപാട് ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. എത്ര ആളുകളാ മുഖത്തോട് മുഖം നോക്കാതെ മരിച്ചു എന്നറിയോ? എത്ര പേരാ കബറിൽ കിടക്കുന്നതെന്നറിയോ? ചിലരൊക്കെ നാട്ടിൽ പറയാറുണ്ട്, ഞാനിപ്പോ പറയാ, നാളെ മറ്റന്നാള് ഞാൻ മരിക്കുമ്പോൾ കാരക്കുന്നത്തെ പള്ളിയില്, നന്മണ്ട പള്ളിയിലെ കുനിയിലുള്ള പള്ളിയില് ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും ചിലർ മഹദഹ് പറയാറുണ്ട്. കുനിയിൽ അങ്ങനത്തെ ഒരു മയ്യത്തുസ്കാരം കണ്ടിട്ടില്ല. 3 നില ഫുള്ള, പിന്നെ പുറത്തേക്ക് പായിട്ടതാ. അതാണോ നല്ല മടക്കം? അതാണോ സമാധാനമുള്ള മടക്കം? ചിലര് പറയാറുണ്ട്, അധികം കിടക്കാതെ അങ്ങ് പോയി, നല്ല മരണാട്ടോ, അധികം കിടന്നിട്ടില്ല, സുക്കേട് അറിഞ്ഞു, പിറ്റേന്ന് നേരം കൊടുക്കുമ്പോ പോയി. അതാണോ നല്ല മടക്കം? എന്നാരാ പറഞ്ഞു? നല്ല മടക്കം എന്ന് പറഞ്ഞാൽ 6 അടി മണ്ണിക്ക് ചേർന്ന് കിടക്കുമ്പോ, കിടത്തുന്നവർക്കല്ല, ചേർന്ന് കിടക്കുമ്പോ ബാധ്യതകളില്ലാതെ മണ്ണിന്റെ അടി കിടക്കാൻ പറ്റണം. ഒരാളെയും മനസ്സ് വേദനിപ്പിക്കാതെ കിടക്കാൻ പറ്റണം. ഒരാളെ നെഞ്ചും കലക്കാതെ കിടക്കാൻ പറ്റണം. ഒരാളെ ജീവിതവും വെറുപ്പിക്കാതെ കിടക്കാൻ പറ്റണം. ഒരാളെ ഹക്കും കട്ടെടുക്കാതെ കിടക്കാൻ പറ്റണം. അങ്ങനെ കിടക്കുമ്പം പള്ളിക്കാട്ടിലെ ചെടികൾക്ക് നടുവിൽ ആണ്ട് കിടക്കുന്ന നമ്മക്കേ പടച്ചോൻ സ്വർഗത്തിന്റെ പരവതാനി വിരിക്കുന്ന. അല്ലാതെ മയ്യത്തസ്കരിക്കാൻ 10,000 വന്നിട്ട് ഒരു 756 ബോർഡ് കബറിന്റെ തലക്കും ഭാഗത്ത് ഫിറ്റ് ചെയ്തിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നാട്ടിലെ സർവ്വ വാട്സപ്പിലും അല്ലാഹുവിന്റെ പോസ്റ്റ് ചെയ്തുകൊണ്ടും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അള്ളാന്റെ മണ്ണക്ക് ചേർന്ന് കിടക്കുമ്പം ഒരു ബാധ്യതയില്ലാണ്ട് കിടക്കാൻ പറ്റണം. ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ കിടക്കാൻ പറ്റണം. പ്രത്യേകിച്ച് കുടുംബത്തിൽ അതുണ്ടാകുക. ചിലർക്ക് ജയിക്കാൻ നാവ് മതി വേഗം. പറയുന്ന വാക്കിന്റെ മുറിവ് എത്രത്തോളം ഉണ്ട് എന്ന് പലർക്കും അറിയാൻ പറ്റൂല. കയറി ചെന്ന വീട്ടിലുള്ള ഉമ്മാന്റെ വാക്ക് കേട്ട് മനസ്സ് മുറിഞ്ഞുപോയ പല മരുക്കളുണ്ട്. അതോപോലെ തന്നെ തിരിച്ച് ആ വാക്ക് കേട്ട് ഇപ്പോഴും നെഞ്ചുപൊട്ടി ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്? ബന്ധങ്ങളിലെ ഏറ്റവും മനോഹരമായ ബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം തന്നെയാണ്. ഈ ലോകത്ത് എനിക്കുണ്ടെന്ന് പറയാവുന്ന ഒരു അഡ്രസ്സിന്റെ വാപ്പയുമ്മയും മാത്രം. ബാക്കിയൊക്കെ എന്റെ ചോരയിലുണ്ടായതാ. നിങ്ങൾ ആലോചിച്ചു നോക്കി. ഞാനൊക്കെ ഈ കുടുംബ ക്ലാസ്സിൽ പരാതി പറയുമ്പോൾ പറയാൻ പാടുണ്ടോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ അവനോട് പറയും, ഉമ്മാക്ക് വേണ്ടിയിട്ട് ഇനി എന്റെ ഓക്ക് വേണ്ടിയിട്ട് ഉമ്മാൻ ഒഴിവാക്കരുത്. കാരണം
എനിക്ക് എന്റെ ഉമ്മനെ ഒഴിവാക്കാൻ പറ്റൂല, അതൊരു രക്തബന്ധം. പക്ഷെ എന്റെ പെണ്ണിനെ എനിക്ക് ഒഴിവാക്കാം, കാരണം അതൊരു ബന്ധം മാത്രമേ ഉള്ളൂ. എന്റെ ഉമ്മാനെ നോക്കുന്നില്ല, വാപ്പാനെ നോക്കുന്നില്ല എങ്കിൽ ഒരു ധൈര്യത്തിന്, അല്ലെങ്കിൽ ആ രീതിക്ക് പോലും പറയാറുണ്ട്, ഉമ്മ എനിക്ക് ഒഴിവാക്കാനാവൂല, പക്ഷെ കിട്ടിയ പെണ്ണിനെ വേണേ ഒഴിവാക്കാൻ പറ്റുന്നു. ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലോ ഞാനിത് പറയുന്നത്. ഓരോ കുടുംബത്തിലെ വാപ്പയമ്മയൊക്കെ ഒരുപാട് മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കുക. നാട്ടിലുള്ള കളിപ്പാട്ടങ്ങൾക്ക് പോലും വമ്പിച്ച വിലയാണ്. പക്ഷെ ജീവനുള്ള പച്ചക്കരളുള്ള വാപ്പക്കും ഉമ്മക്കും വീട്ടിലൊരു വിലയില്ല. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന ഏകാന്തതയാ. ഒരാൾ മിണ്ടാനും പറയാനും ഇല്ലാണ്ടായി പോല അതനുഭവിക്കുന്നവരാ മാതാപിതാക്കള്. കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് സർക്കാർ നമ്മളോട് പറഞ്ഞു 3 മാസം വീട്ടിലിരിക്കണം. 3 ദിവസം കൊണ്ട് നമുക്ക് മതിയായി. പുറത്തിറങ്ങിയവർക്കൊക്കെ പോലീസുകാരന്റെ ലാത്തിത്തല്ല് കിട്ടി. അത് സോഷ്യൽ മീഡിയയിൽ വൈറലുമായി. അന്ന് അത് കണ്ട് രസിച്ചോര് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പുറത്തിറങ്ങിയത് എന്തുകൊണ്ടാ? വീട്ടിലിരിക്കാൻ പറ്റാഞ്ഞിട്ടാ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങി 4 ആളെ കാണുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സമാധാനം ഉണ്ട്. വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടാത്ത സമാധാനം. എങ്കിലും നിങ്ങൾ ആലോചിച്ചു നോക്കി, ഒരു 10-60 വയസ്സ് കഴിഞ്ഞ വാപ്പ വീട്ടിൽ അങ്ങനെ ഇരിക്കുക. ആകെ പോകാനുള്ള ഒരു പള്ളി, ആ പള്ളിയിലുള്ള കൂട്ടുകാർ മാത്രം. ഒരു നല്ല വാക്കൊക്കെ പറയാനും ചേർത്ത് പിടിക്കാനും മക്കളെ നമുക്ക് പറ്റണം. നമ്മൾ എത്ര കോടികൾ സമ്പാദിച്ചാലും മക്കളെ കൈകൊണ്ട് ഒരു 10 റുപ്യ കിട്ടുമ്പോ ഒരു വാപ്പക്കുമ്മക്കും വലിയ സന്തോഷമാണ്. ഞാൻ പറയാറുണ്ട്, ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പാന്റെയും ഉമ്മാന്റെയും വാശി കൊണ്ടല്ല അവര് പല തീരുമാനങ്ങളും എടുക്കുന്നത്, ഒറ്റപ്പെട്ടുവോ എന്നുള്ള വേദനയുണ്ടാ. ഈ അടുത്ത ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്ന് പരാതി പറഞ്ഞു, വാപ്പക്ക് അഹങ്കാര, ഉമ്മക്കും അഹങ്കാര. ഞാൻ ചോദിച്ചെന്തേ? തറവാട് വീട് പൊളിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ രണ്ടാക്കും പറ്റൂല. ഞാൻ പറഞ്ഞു, അത് അവർക്കുള്ളതാണെങ്കിൽ അവർക്ക് വകവെച്ചു കൊടുക്കണം. കാരണം നമ്മൾ എത്ര കൊട്ടാരുണ്ടാക്കിയാലും അവരുണ്ടാക്കിയ ആ വീട്ടിൽ കിടക്കുന്ന സുഖം മക്കൾ ഉണ്ടാക്കിയ കൊട്ടാരത്തിൽ ഒരു വാപ്പക്കുമൊക്കും കിട്ടൂല. അവര് കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ. ഒരാളോട് ചോദിക്കാണ്ട് ഉമ്മാക്ക് അടുക്കളയിലേക്ക് പോവാം, ഒരാളോട് ചോദിക്കാണ്ട് ഗ്യാസ് സ്റ്റവ് എത്തിക്കാം, ഒരാളോട് ചോദിക്കാണ്ട് ചൂടുവെള്ളം വാപ്പാക്കുണ്ടോ കൊടുക്കാം. എന്നാൽ ആ സ്ഥലം മോന്റെ പേരിൽ എഴുതി കൊടുക്കും. എല്ലാ മരുക്കളും അങ്ങനെയാ. നിന്റെ വാക്കിനങ്ങൾ ദുർവ്യാഖ്യാനിക്കരുത്. നല്ല മരുക്കളും ഉണ്ട്. എഴുതി കൊടുത്തതിന് ശേഷം പിന്നെ അവിടെ പൊര പൊന്തും. വാപ്പാന്റെ ചെറിയ കുടിലിന് പകരം കൊട്ടാരം പൊന്തും. അതോടൊപ്പം തന്നെ അതുവരെ ആ വീട്ടില് ഉമ്മാൻ അനുസരിച്ചിരുന്ന മകന്റെ ഭാര്യക്കും കിബറ് പൊന്തും. പിന്നെ ആ അമ്മാക്ക് വലിയ വിലല്ല. ആ റൂമിന്റെ ഉള്ളിൽ കൂടെ ചിരിയാനുള്ള വിലയുള്ളൂ. ഒരു ചൂടുവെള്ളം കിട്ടണേ മരുക്കളെ കാലിടിക്കണം. ഗ്യാസ് സ്റ്റവ് കത്തിക്കാനുള്ള അവകാശമില്ല. എത്ര കുടുംബത്തിലാണെന്നറിയോ അങ്ങനെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്റെ ഉമ്മത്ത് എന്നുള്ള നിലക്ക് പറയാം, ജീവിച്ചിരിക്കുമ്പോൾ വാപ്പാന്റെ മുതലുമ്മൽ ഒരു പൊരയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാലശേഷം അതിന്റെ ആദായം നമുക്ക് എന്നുള്ളത് എഴുതി വെക്കുന്ന വേണം, എത്ര പ്രിയപ്പെട്ട മക്കളാണെങ്കിലും. കാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പ പറഞ്ഞ 10 സെന്റ് ഈ അങ്ങോട്ട് എടുത്തോ, വാപ്പ എല്ലാവർക്കും ഒതിച്ചു കൊടുത്തു. അത് മക്കളോടുള്ള സ്നേഹം കൊണ്ടാ. അതുപോലും തിരിച്ചറിയാത്ത മക്കളുണ്ട്. എന്റെ മക്കള് നാളെ കൈയിട്ട് പോകരുത്, ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെ എല്ലാരും കൂടി ആവട്ടെ എന്ന് കരുതിയിട്ട് വാപ്പറിന് മൊത്ത ജബ്ബാറയ്ക്ക് അവിടെ 10 എടുത്തോ, ഓൻ ഇവിടെ എടുത്തോട്ടെ, വേണേ പെങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഒക്കുത് കൊടുക്കേണ്ടി ഇളയോനോട് അവിടെ പുരണ്ടാക്കാൻ പറ. അവസാനം വാപ്പങ്ങനെ ഇരിക്കും. അവനാന് കിട്ടിയ പറമ്പൊക്കെ ഓരോരുത്തരും വേലി കെട്ടിത്തിരിക്കും. തേങ്ങവലിയാരാ? ഓൻ തന്നെ. വിൽക്കുന്നതാരാ? ഓൻ തന്നെ. വാപ്പാക്ക് ഒരു 5 സെന്റ് ഗുണവുമില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് അതിൽ നിന്ന് കിട്ടുന്ന ആദായമൊക്കെ ഒന്ന് വാപ്പന്റെ കൊടുത്ത വാപ്പാർ ഒറ്റക്ക് പുട്ടടിക്കലൊന്നുമില്ല. ഈ വെച്ചോ, ഒരു 10 ഉറുപ്പ്യ വാപ്പ എടുത്തിട്ട് പറയും, ഒരു 10 ആന എടുത്തിട്ട് പള്ളി പോയിരുമ്പം മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാനാ. പക്ഷെ അത് കൊടുക്കാതെ നമ്മളെ പവർ കാണിച്ചിട്ട് പെണ്ണുങ്ങളോട് ചോദിക്കുക, വാപ്പക്ക് ഇപ്പൊ എന്തിന്റെ ചെലവാ? ചോറ് ഇവിടെ നല്ലെന്നല് ഇനി കൊടുക്കലില്ലേ? പിന്നെന്തിന്റെ ചെലവാ എന്ന് ചോദിച്ചാൽ ആയുസ്സിൽ 40 കൊല്ലം നാട്ടുകാർക്ക് മുഴുവനും മക്കൾക്ക് മുഴുവനും ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ട് അവസാനം നേരായോ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വാപ്പയമ്മയും വീട്ടിലുണ്ടെങ്കിൽ വൽങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ ഇനി ഞങ്ങളെ അങ്ങ് കൊണ്ടോണേ പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് പുരയിലുണ്ടെങ്കിൽ, അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ എത്ര നല്ലത് ചെയ്താലും ലാ യൻദുറുല്ലാഹ വലാ യുസക്കീഹിം വലാ യുകല്ലിമുഹും അല്ലാഹു യൗമൽ ഖിയാമ. പടച്ചോൻ പരിഗണിക്കാത്ത, പടച്ചോൻ നോക്കാത്ത, പടച്ചോൻ സംസാരിക്കാത്ത ഒരു കൂട്ടരേ ഉള്ളൂ. അൽ ആഖുലി വാലിദൈൻ, സ്വന്തം വാപ്പനെയും സങ്കടപ്പെടുത്തിയ മക്കൾക്ക്. എന്നാലും ഇന്നോട് അവൾ അത് ചെയ്താണല്ലോ റബ്ബേ എന്നൊരു വേദന ഉണ്ടാക്കി യാത്രയാക്കുന്ന ഒരു വാപ്പനെയും യാത്രയാക്കുന്ന മക്കൾക്ക് ദുനിയാവിൽ ഒരു മനസ്സമാധാനത്തോടെ മരിക്കാനുള്ള അവസരം പടച്ചോൻ കൊടുക്കൂലാണ്. ജീവിച്ചിരിക്കുമ്പോഴാണ് സ്നേഹിക്കേണ്ടത്, ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ നല്ലോണം പെരുമാറേണ്ടത്. ഞാനൊക്കെ പറയാറുണ്ട് പലരോടും, കുടുംബ പ്രശ്നത്തിലൊക്കെ ചർച്ച ചെയ്യാൻ പോകുമ്പം, മക്കളെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര നിങ്ങൾ മനസ്സങ്ങോട്ട് വിനയാക്കിയിട്ടും വിധേയാക്കിയിട്ടും കാര്യമല്ല.
മരിച്ചു കഴിഞ്ഞിട്ട് എത്രങ്ങൾ അങ്ങോട്ട് സ്നേഹത്തിന്റെ പാലൊഴിക്കിയിട്ടും കാര്യമല്ല. ജീവിച്ചിരിക്കുമ്പോഴും മാത്രമേ സ്നേഹം കൊടുക്കാൻ പറ്റൂ. ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്ന സ്നേഹത്തിനെ വിലയുള്ളൂ. അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് നാട്ടുകാരോട് മുഴുവൻ പറയും വാപ്പാക്ക് ഇന്നോടായാലും വലിയ കാര്യമാണ്. ചില മര്യക്കളും പറയും ഉമ്മാക്ക് മര്യക്കളിൽ ഇന്നോടായാലും വലിയ പ്രിയം. ജീവിച്ചിരിക്കുന്ന കാലത്തൊരു നല്ല വർത്താനവും ഒരു നല്ല ചേർത്ത് പിടിക്കലും നമ്മളൊക്കെ പറയാറുണ്ട്. ചില വാപ്പാരൊക്കെ നമ്മൾ കല്യാണപ്പരെ പോയുമ്പോ കാണലില്ലേ, ഞാനൊക്കെ അത്ഭുതത്തോടെ നോക്കി നിൽക്കാറുണ്ട്. രണ്ടു കൂട്ടർ ഐസ്ക്രീമിന് കാത്തിക്കുക. ആരൊക്കെയാ? ഒന്ന് ചെറിയ മക്കളും പിന്നെ ശേഷം പ്രായമുള്ള വാപ്പാരും. ഒരു ഐസൊക്കെ മൂഞ്ചി തിന്ന പോലെ കാണുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് അത്ഭുതമാണെങ്കിലും അതൊരു പൂതിയാ. അതൊക്കെ അറിഞ്ഞ് കൂടെ പോകുമ്പോ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാനും വാങ്ങുന്ന കൂട്ടത്തിൽ ഞാനൊരു അനുഭവ കഥയും കൂടി നിങ്ങളോട് പറഞ്ഞു തരാം. പലപ്പോഴും ഞാൻ പറയുന്നത് എന്നോട് പലരും പറയുന്ന കഥയാണ്. ഒരുമ്മ മകനെ പ്രസവിച്ച് നല്ല നിലക്ക് കല്യാണം കഴിപ്പിച്ചു. ഓൻ വേറെ വീടുണ്ടാക്കി. എന്നും ഉമ്മാക്കൊരു പൂതി ഓനെ ഒന്ന് കാണണമെന്ന് മാത്രം. അതിനുമ്മ തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് ഓനെ വന്ന് നോക്കിന്ന് പോവുകയും ചെയ്യും. ഒരു ദിവസവും വരുന്ന സമയത്ത് ആ വീട്ടിലേക്ക് കയറി വരുമ്പം പോർച്ചിൽ നിൽക്കുന്ന മകൻ ആ പോർച്ചിൽ തന്നെ നിന്ന് വർത്താനം പറഞ്ഞ് പിന്നെ ഓൻ അകത്തേക്ക് അങ്ങ് കയറും. പക്ഷെ ആ ഉമ്മ കണ്ടിട്ടുണ്ട് ഓന്റെ കയ്യിലുള്ള ഒരു കവറ് ഓൻ ആ ഭാഗത്ത് ഇങ്ങനെ കൊളത്തി വെച്ചത്. പിറ്റേന്ന് നേരം വെളുക്കുമ്പോ ഉമ്മ അതേ വീട്ടിലേക്ക് വന്നപ്പോ എടുക്കാൻ മറന്നുപോയത് കൊണ്ടാവാം ആ കുളത്തുമ്മ കിടക്കുന്നത് എറുമ്പരിച്ചിട്ടുണ്ട്. ഉമ്മ അത് തട്ടിയിട്ട് ഉമ്മറത്ത് വെച്ചിട്ട് ഉമ്മ അങ്ങ് പോയി. ഇവന് മനസ്സിലായി ഉമ്മ കണ്ടിട്ടുണ്ട്. ഉമ്മ കാണാണ്ടിരിക്കാൻ പെണ്ണുങ്ങളൊപ്പരം തിന്നാനും മക്കൾക്ക് കൊടുക്കാനും അവനെ വാങ്ങിയെന്നോനും അറിയാം. കുറ്റബോധം കൊണ്ട് ഓനിങ്ങനെ സങ്കടപ്പെട്ട് ഉമ്മാന്റെ അടുത്ത് വരുന്ന് സോഫയിലിരുന്ന് ആ ഉമ്മ എന്നെ പറഞ്ഞതാ. എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഓനെന്തോ ചോദിക്കാനും ഉണ്ട് പറയാനും ഉണ്ട്. ഓന്റെ മനസ്സ് വേദനയാകുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഓനിങ്ങനെ ബേജാറാകുന്നത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല ഉസ്താദേ. ഞാൻ ഓന്റെ കൈ പിടിച്ചിട്ടറിഞ്ഞ് ഉമ്മാക്കൊരു വിഷമവും ഇല്ല മോനെ, ഉമ്മാക്കൊരു ബേജാറും ഇല്ല, ഉമ്മക്കൊന്നും തോന്നിയിട്ടുമില്ല. കാരണം ഒരു ഉമ്മാക്കും മക്കളെ ശപിക്കാനാവൂല. ഒരു ഉമ്മക്കങ്ങാനും ശപിക്കാനുള്ള കഴിവുണ്ടായിനെങ്കിലേ ഒരൊറ്റ മക്കളൊന്നും ദുനിയാവിൽ ഉണ്ടാവൂലായിരുന്നു. ഒരു ഉമ്മാന്റെ നാവുകൊണ്ട് കിട്ടുന്ന ശാപവും പ്രാക്കും മതിയായിരുന്നു എല്ലാരും ജീവിതവും നശിച്ചു പോയ. ഖബറിൽ പോലും പടച്ചോൻ സ്വൈര്യം കൊടുക്കൂല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരമായ ബന്ധം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു വാപ്പനെ പറ്റി ഒരു ഉമ്മ പോലും ജീവിതത്തെ സ്വപ്നം കാണുന്നത് വാപ്പാന്റെ നെഞ്ചിന്റെ ബലത്തിലാണ്. എന്റെ ഹൃദയത്തിന്റെ മിടിപ്പാ. എന്റെ മക്കളോട് എന്റെ ഭാര്യ പറഞ്ഞു കൊടുക്കുമ്പോ ഞാൻ കരഞ്ഞു പോകാറുണ്ട്. നിസ്കാരപ്പായ കുത്തിരുന്നിട്ട് ഓള് പറയും മക്കളെ ആദ്യം ഉപ്പാക്ക് ആയുസിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഉപ്പന്റെ നെഞ്ചിന്റെ മിടിപ്പാ നമ്മളെ സമാധാനം. കുടുംബക്കാരുടെയിലും നാട്ടുകാരുടെയിലും അയൽവാസികളുടെയിലും നമ്മൾ ഇത്ര സമാധാനത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിലേ ജീവിതം മുഴുവനും മക്കൾക്ക് വേണ്ടി ഉരുകുന്ന ഒരു വാപ്പാന്റെ നെഞ്ചിന്റെ ബല. ഒരു വാപ്പയൊരു തണലാണെന്നും ഒരു വാപ്പാന്റെ തണലിന്റെ ഭംഗിയെ മക്കളെ മുഖത്തുള്ളൂ എന്നും ഒരു വാപ്പാന്റെ നെഞ്ചിന്റെ മിടിപ്പാണ് ഉമ്മയുടെ സ്വർഗമെന്നും മക്കൾക്ക് അറിയിച്ചു കൊടുക്കണം. ആ വാപ്പാന്റെ കയ്യും കാലും ബലഹീനാകുമ്പം നമ്മൾ ചിന്തിക്കേണ്ടതും അതാ. വാപ്പാന്റെ ശരീരമൊക്കെ ഒന്ന് തകർന്നു പോയത് നമുക്ക് വേണ്ടി ജീവിച്ചതിന്റെ പേരിലാണ്. പക്ഷെ ഇന്ന് അതൊന്നുമില്ല. എല്ലാവർക്കും നിസ്കാരവും നോമ്പും ഖുർആൻ ക്ലാസ്സും ഒക്കെ ഉണ്ട് എന്ന് മാത്രം. സ്വന്തം വീട്ടിലുള്ള വാപ്പനെയും ഇമ്മനെയൊന്നും ആർക്കും വേണ്ട. സ്വന്തം മക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് തല്ലോ എന്നുള്ള പേടിയോണ്ട് ഒരു വാപ്പ പരിശോധിച്ച സൂക്കേട് പോലും മറച്ചു വെച്ചു. മരിച്ച വാപ്പാന്റെ മയ്യത്തിനെ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് നിങ്ങൾ മക്കളോട് പറയണമെന്ന്. പക്ഷെ ഉമ്മ പറഞ്ഞു മക്കളോട് പറയണമെന്ന് ആപ്പക്ക് ഉണ്ടായിരുന്നു മക്കളെ, പക്ഷെ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മു തല്ലുന്നത് കണ്ടപ്പോ നീ അതും കൂടി പറഞ്ഞിട്ട് വാപ്പ ഒരു ബാധ്യതയാവണ്ടെന്ന് കരുതിയിട്ടാണ്. നമ്മളെ ചേർന്ന് നിൽക്കലിനെ കൊണ്ട് വാപ്പാക്ക് ഒരു ദിവസം കൂടുതൽ കിട്ടിയ ഒരായുസിന്റെ ബർക്കത്ത. അതില്ലാണ്ട് ദുനിയാവില് നമ്മൾ നമ്മളെ പവറും പത്രാസിലും മത്സരിച്ചോടിയ നമുക്കുണ്ടല്ലോ മക്കള്, നമുക്കുണ്ടല്ലോ ഒരു വാർദ്ധക്യം. നമ്മളും നീങ്ങുന്നത് അതേ കുഴക്കിലേക്ക് തന്നെയല്ലേ. അന്ന് പടച്ചോൻ അറിയിച്ചു തരും എത്രത്തോളം വേദനിച്ചിട്ടായിരുന്നു ഒരു വാപ്പയമ്മ ഈ ദുനിയാവെന്ന് തിരിച്ചു പോയത്. അത് മക്കളോടും മരുക്കളോടും കൂടിയാണ്. ഭർത്താക്കന്മാരോട് കൂടുതൽ പറയട്ടെ, എന്റെ പ്രസംഗത്തിൽ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അമ്മനെയും വാപ്പനെയും നോക്കേണ്ടത് മക്കളാ. മക്കള് കഴിഞ്ഞിട്ടേ മരുക്കളുള്ളൂ. കാരണം ഓക്കൊരു വാപ്പയമ്മയുണ്ട്. ഓളെ വാപ്പനെയും ഇമ്മനെയും നോക്കാൻ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണം. അവളെ വാപ്പനെയും ഇമ്മനെയും സംരക്ഷിക്കാൻ നിങ്ങളും കൂടക്കണം. അതല്ലാതെ ഓളെ വാപ്പനെയും ഇമ്മനെയും നോക്കാൻ ഞാൻ 4 ദിവസം അങ്ങ് ഇക്കട്ടെ എന്ന് ചോദിക്കുമ്പോ അത് പറ്റൂല. എന്റെ അമ്മനെയും വാപ്പനെയും മാത്രം നോക്കണം എന്നുള്ള വാശിയല്ല. അങ്ങനെ പരസ്പരം 2 രക്തങ്ങളെയും 2 ബന്ധങ്ങളെയും 2 ജീവനുകളെയും താങ്ങി നിർത്തുമ്പോണ്ടല്ലോ എന്തൊക്കെ സങ്കടം സഹിക്കേണ്ടി വന്നാലും അതിലൊക്കെ ഒരു ബർക്കത്തുണ്ടാവും. ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനക്കേട് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നതല്ല, മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന കുറ്റബോധ. മരിച്ചു കഴിഞ്ഞിട്ട് ചെയ്തു പോയ തെറ്റിന്റെ വേദനയാ മനുഷ്യരെ ഏറ്റവും വലിയ കുറ്റബോധം.
ഒന്ന് തിരുത്താൻ പോലും ആ മനുഷ്യന്മാര് ദുനിയാവിൽ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് കൈ പിടിച്ചൊന്ന് കരയാം, പറ്റിപ്പോയി വാപ്പ എന്ന് പറയാൻ വാപ്പല്ലെങ്കിൽ, പറ്റിപ്പോയി ഉമ്മ എന്ന് പറയാൻ ഒരു ഉമ്മ അല്ലെങ്കിൽ, മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുന്ന കുറ്റബോധവും വേദനയും ആ ദുനിയാവിലെ ഏറ്റവും വലിയ സങ്കടം. അതുകൊണ്ട് എല്ലാ മക്കളോടും മരുക്കളോടും എനിക്ക് പറയാനുള്ളത്, പടച്ചോനെ തൃപ്തിപ്പെടുത്താൻ പരക്കം വായ ആൾക്കാർ, റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ. സ്വന്തം വീട്ടിലുള്ള വാപ്പന്റെയും എന്റെയും മുഖം പുഞ്ചിരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പടച്ചോനെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് പറ്റൂല എന്ന് പഠിപ്പിച്ചതാ അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളും ഞാൻ കൂടുതൽ വിശദീകരിക്കല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു ഭർത്താവും ഭാര്യയും എന്ന് പറഞ്ഞ പടച്ചോൻ സിംഹാസനത്തിൽ എഴുതി വെച്ചൊരു ബന്ധ. അള്ളാഹു പറഞ്ഞൊരു ബന്ധ, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മാ. നിന്റെ പെണ്ണിനെ പടച്ചോൻ ഇന്ത്യയിലേക്ക് എഴുതി വെച്ചത് അള്ളാന്റെ സിംഹാസനത്തോട് ചേർത്ത് നിർത്തിയ. അതുകൊണ്ട് തന്നെ പടച്ചോൻ എനിക്ക് ഏൽപ്പിച്ചു തന്ന ആ പെണ്ണിനെ മരണം വരെ സന്തോഷത്തോടു കൂടി കൊണ്ടടക്കാന്നുള്ളത് പടച്ചോൻ ഇന്നെ ഏൽപ്പിച്ച ബാധ്യതയാ, കടമയാ. അല്ലാണ്ട് ഓളെ വാപ്പിനിക്ക് തന്ന മുതലിന്റെ പവറല്ല, ഓളെ സൗന്ദര്യം കൊണ്ടുമല്ല, മറിച്ച് ഏതെങ്കിലും നിലക്കുള്ള ദുനിയാവിലെ പവറും പത്രാസും കൊണ്ടുമല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ മരിക്കുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മളെ ശ്വാസം നിലയ്ക്കുമ്പോഴല്ല. നമ്മൾ മരിക്കുന്നത് നമ്മൾ ശ്വാസം നിലച്ച് മരിക്കുമ്പോഴല്ല. ഭർത്താക്കന്മാരോടാണ് ഞാൻ പറയുന്നത്. നമ്മൾ മരിക്കുന്നതേ നമ്മൾ ജീവിച്ചിരിക്കാൻ നമ്മളെ പെണ്ണുങ്ങൾ മരിച്ചു പോകുമ്പോഴാണ്. നമ്മൾ ജീവിച്ചിരിക്കാൻ നമ്മളെ പെണ്ണ് നമ്മളെ കൂടെ അല്ലാണ്ടിക്കല. ഒരു ഭർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, അദ്ദേഹം പറഞ്ഞൊരു അനുഭവത്തിന്റെ കഥ. അദ്ദേഹം ജീവിച്ചിരിക്കെ മരണപ്പെട്ടു. അദ്ദേഹം പറയാണ്, ഞങ്ങൾ ഒരുപാട് കൊല്ലം ഒരുമിച്ച് ജീവിച്ചതുകൊണ്ടാവാം അവള് മരിച്ചത് വലിയ സങ്കടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവളുടെ മയ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഒരാഴ്ച വീട്ടിൽ കുടുംബക്കാരൊക്കെ നിറഞ്ഞു നിന്നു, എല്ലാരും പോയി. അവസാനം 1-2 മാസം കഴിഞ്ഞു, അല്ലെങ്കിൽ 1-2 ആഴ്ച കഴിഞ്ഞൊരു ദിവസം ഞാൻ രാത്രി കിടക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു നെഞ്ചരിച്ചില്. ഞാൻ ആ നെഞ്ചിങ്ങനെ തടവിയിട്ട് പറഞ്ഞു, ആമിനോ ലേശം വെള്ളം വേണ്ടിയിരുന്നു. 3 തവണ ഞാൻ വിളിച്ചു, ആമിന. പക്ഷെ തൊട്ടടുത്ത് ഞാൻ പരതി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മരിച്ചത് ആമിനയല്ല, ഞാനാണ്. കാരണം എനിക്ക് വെള്ളം തരാൻ ആമിന അവിടെ ഇല്ല. അവസാനം എങ്ങനെയൊക്കെയോ ഞാൻ പിടിച്ച് ആ ഇരുട്ടത്ത് ഞാൻ ഡൈനിങ് ഹാളിൽ ചെന്നു. കാരണം എന്റെ ആമിനാക്കൊരു സ്വഭാവമുണ്ട്, എന്നും കുറച്ച് കൂജയിൽ വെള്ളം എടുത്തേക്കും, രാത്രി ഒരു കുഴക്ക് വന്നാ പോയി കുടിക്കാൻ. ഞാൻ ആ കൂജ എടുത്തു നോക്കുമ്പം അതിലൊരു തുള്ളി വെള്ളമല്ല. എനിക്ക് മനസ്സിലായി മരിച്ചത് ആമിനയല്ല, ഞാനാ. മരിച്ചത് ആമിനയല്ല, ഞാനാന്ന് എനിക്ക് മനസ്സിലായി. അവസാനം മോന്റെ വാതിലിൽ ഞാൻ മുട്ടി. പല തവണ ഞാൻ മുട്ടിയപ്പം അവസാനം വാതിൽ തുറന്ന് മുടി വാരി കെട്ടുന്ന ആ പെണ്ണും എന്റെ മോനും പറഞ്ഞു, വയസ്സാം കാലത്ത് വാപ്പ കുറക്കൂല്ലേ. തിരിച്ച് നെഞ്ചും തിരുമി ബെഡിൽ വന്നിരിക്കുമ്പോ എനിക്ക് മനസ്സിലായി മരിച്ചത് ആമിനയല്ല, മരിച്ചത് ഞാനായിരുന്നു. ജീവിച്ചിരിക്കുമ്പോ ചിന്തിച്ചു നോക്കി മനുഷ്യരെ, ജീവിച്ചിരിക്കുമ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളെ പവറും പത്രാസും കൂടെ കിടക്കുന്ന പെണ്ണിന്റെ ഒരു ബല, അവള് നമ്മളെ കൂടണ്ട് എന്നുള്ളതാ. എന്ത് ബേജാറുണ്ടെങ്കിലും ആരോട് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും ചില വാപ്പാരും ഉമ്മാനോട് പറയും, അല്ലേ ഓൻ അങ്ങനെ പറഞ്ഞാന്ന്. ഉമ്മ അറിയാൻ സാരല്ലേ, നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതാ. ചെറുപ്പത്തിൽ ഓൻ നിങ്ങളെ വാശി പിടിച്ചതും നിങ്ങളെ പോടാന്ന് വിളിച്ചൊക്കെ നിങ്ങൾക്ക് ഓർമ്മല്ലേ? നാ പിന്നെ നിങ്ങൾ ഉണ്ടല്ല. ആ ബലം നഷ്ടപ്പെടുന്ന ഒരു കാലം, ജീവിതത്തിന്റെ ദാമ്പത്യത്തിന്റെ മനോഹാരിത മരിക്കുന്നവരെ കൊണ്ടടക്കുന്ന അള്ളാന്റെ ഹബീബ് പറഞ്ഞു. മരിക്കുന്നവരെ. കേരളത്തിലെ മുഖ്യധാര പത്രത്തില് ഒരു വാർത്ത ഉണ്ടായിരുന്നു മാസങ്ങൾക്ക് മുൻപ്. വാർദ്ധക്യത്തിലെത്തിയ കമിതാക്കൾ ഒളിച്ചോടി, ഭാര്യ ഭർത്താക്കന്മാര്. പത്രക്കാരത് ആഘോഷിച്ച് കഥയാക്കിയപ്പം അതിനെപ്പറ്റി അന്വേഷിച്ച ചില ആളുകൾ പറഞ്ഞു, വിഷയം എന്താ? ഒരു ഉമ്മാക്കും വാപ്പാക്കും 4 മക്കളാ. 4 മക്കളും കൂടി ഉമ്മയും വാപ്പനെയും നോക്കാൻ ഇല്ലാണ്ടായി. അവസാനം നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ പ്രശ്നമാക്കിയപ്പോ 4 മക്കളും നാട്ടിൽ വന്നൊരു തീരുമാനം എടുത്തു. വാപ്പനെ മൂത്തവും കൊണ്ടുപോകും, ഉമ്മനെ ഇളയോനും കൊണ്ടുപോകും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കട്ടെ, 2 പുരയിൽ 2 ആളെയും കൂടി നടക്കൂല. വാപ്പനെ കൊണ്ടുപോയ മൂത്താൻ വീട്ടിലാക്കി, ഉമ്മനെ കൊണ്ടുപോയവനും വീട്ടിലാക്കി. ഒരു രാത്രി ആ 2 പേർക്ക് ഉറക്കം വന്നില്ല. പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴേക്കും വാപ്പ കിട്ടാവുന്നതും എടുത്തിട്ട് മോന്റെ വീട്ടിൽ ചെന്ന് ഓനറിയാതെ സുബഹിക്ക് ഉമ്മനെയും കൂട്ടിയിട്ട് നാടുവിടുക. വാപ്പന്റെ വയസ്സ് 83, ഉമ്മന്റെ വയസ്സ് 78. മരിക്കുന്നത് വരെ പ്രണയിക്കണം ഭാര്യ ഭർത്താക്കന്മാരും. കാരണം ലോകത്ത് എനിക്ക് പടച്ചോൻ ഏൽപ്പിച്ചു തന്ന രക്തബന്ധങ്ങൾ പലതിനും വേണ്ടി വേദന സഹിച്ചത് എന്റെ ഭാര്യ.
ഇപ്പോഴും ഞാൻ ധൈര്യത്തോടെ നിൽക്കുന്നത് പോലും അവളുടെ നാവിന്റെ ദിക്റുകളുടെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ്. എന്റെ കുടുംബം നോക്കാൻ വേണ്ടി അവൾ സഹിക്കുന്ന ത്യാഗം, നേരം വെളി തച്ചിലിട്ട യന്ത്രത്തെ പോലെ പണി ചെയ്യുന്ന, ഞാനിത് പറയുമ്പോൾ ചില ആണുങ്ങൾക്കൊക്കെ ഒരു ഇതുണ്ടാവും, ദേഷ്യം ഉണ്ടാവും. എന്നാലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, രാത്രി അല്ലെങ്കിൽ രാവിലെ സുബഹിക്ക് എഴുന്നേറ്റ് രാത്രി നമ്മൾ കിടന്നുറങ്ങാൻ റൂമിലേക്ക് എത്താത്തൊരു ഭാര്യന്റെ തിരക്ക്, ഒരു രാത്രി അടുക്കളയിലുള്ളത് കഴുകാൻ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു നോക്കട്ടെ. അതോടെ മനസ്സിലാകും എത്രത്തോളം ദുരിതം ഒരു പെണ്ണ് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ അവൾക്കൊരു സന്തോഷം കിട്ടുന്നത് കൂലി കൊടുത്തിട്ടല്ല, ഒരു നല്ല വാക്ക് പറയുമ്പോഴാണ്. പല ഭാര്യമാരെയും പരാതി എന്താ? ഒന്നും വേണ്ട അതിന് ഉസ്താദേ, ഒരു പരിഗണന കിട്ടിയാൽ മതിയായിരുന്നു, ഒന്നുമില്ല ഞാൻ പറയുന്ന ഒന്ന് കേട്ടാ മതിയായിരുന്നു. ഓള് പറയും എനിക്ക് കഷ്ടപ്പാടാണ്, ഇങ്ങനെ പണിയുണ്ട്, നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? അയാൾ തിരിച്ചു പറയും എനക്ക് മാത്രമേ പണിയുള്ളൂ, എനിക്ക് പണിയില്ലേ. അതോടുകൂടി കേൾക്കുന്ന പെണ്ണിന്റെ മനസ്സ് മുറിയ. എന്നാ അതേ സ്ഥാനത്ത് സാരല്ലടി, എന്നെ കൊണ്ടാവുന്ന പോലെ ഞാനും ഉണ്ട് എന്റെ കൂടെ നീ കരുതിയാ മതി. ഒരു കുടുംബം നമ്മളില്ലെങ്കിൽ ഓള് കൊണ്ടുനടക്കും. അതുകൊണ്ട് 6 കൊല്ലം മാത്രം ഭർത്താവിന്റെ കൂടെ ജീവിച്ച ഒരു പെണ്ണ്, ഭർത്താവ് ഖത്തറിൽ കിടന്ന് മരിച്ചുപോയി, മയ്യത്ത് പോലും ആ ഭാര്യ കണ്ടിട്ടില്ല. 24 കൊല്ലം മുൻപ് ഒന്നുമില്ലാത്ത ആ കുടുംബത്തെ, പറക്കമുറ്റാത്ത 3 മക്കളെയും കൂട്ടിയിട്ട് ആ ഉമ്മ ജീവിക്കാൻ തുടങ്ങി. 3ാമത്തെ മോളെയും കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് കെട്ടിച്ചു വിട്ടപ്പം നാട്ടുകാര് ചോദിച്ചു, എനക്കെവിടുന്ന് കിട്ടി ഇത്രക്ക് ധൈര്യം? ആ പെണ്ണ് പറഞ്ഞു, 6 കൊല്ലം എന്റെ കൂടെ എന്റെ കാക്ക ജീവിച്ചിട്ടില്ലെങ്കിലും 600 കൊല്ലത്തെ സ്നേഹം ആ മനുഷ്യൻ എനിക്ക് തന്നിട്ടുണ്ട്. 9 കൊല്ലം 9 ഭാര്യമാരെ കൂടെ ജീവിച്ച റസൂലുള്ളാഹിനെ പറ്റി 9 കുറ്റം ഭാര്യമാര് പറഞ്ഞിട്ടില്ല, എല്ലാരും കൂടി പറഞ്ഞിട്ടില്ല. 9 കുറ്റം എല്ലാവരും കൂടി പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ഫാത്താഹിന്റെ തൊട്ടു മുൻപ് റബീഉൽ അവ്വൽ 12ന്റെ നേരം വെളുത്ത് അതിന്റെ തലേന്ന് തന്റെ സഹാബത്തിനോടും മക്കളോടും മരുക്കളോടും കൈ പിടിച്ച് സലാം പറഞ്ഞ് യാത്ര ചോദിക്കുന്ന ഒരു രംഗുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവചരിത്രത്തിൽ അത് വായിക്കുമ്പോൾ നമ്മൾ അറിയാണ്ടങ്ങ് പെടഞ്ഞു. മരിക്കുന്നതിന്റെ തൊട്ട് തലേന്ന് അള്ളാഹുവിന്റെ റസൂലുള്ള ഓരോരുത്തരെയായിട്ട് വിളിക്കുക. അന്ന് പിറ്റേന്ന് മരിക്കുന്ന അന്ന് നേരം വെളുത്തിട്ട് വിളിക്കുക. ആദ്യം വിളിച്ചത് ഹസൻ ഹുസൈൻ, 2 പേരക്കുട്ടികളെ. ആൺമക്കളില്ലാത്തതിന്റെ വേദന അള്ളാന്റെ ഹബീബ് അറിയാതെ അള്ളാഹ് കൊടുത്ത 2 പൂമൊട്ടുകൾ. ആ 2 മക്കൾ റസൂൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഉമ്മ കൊടുത്തിട്ട് അവരെ യാത്ര ചോദിക്കും. പിന്നെ പ്രവാചകൻ ആയിഷ ബീവിന്റെ മടി കടന്നിട്ട് ഭാര്യമാരോട് ഇങ്ങനെ സമ്മതം ചോദിക്കുന്നുണ്ട്. ഓരോ ഭാര്യയും അടുത്തു വന്നിട്ട് റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് പറയും, റസൂലേ ഒരൊറ്റ വസിയത്തുണ്ട്, ഒരൊറ്റ വാക്കുണ്ട് നബിയെ. റസൂൽ എന്താ? ഞാൻ എന്തെങ്കിലും അനീതി കാണിച്ചോ? ഞാൻ നീതിമാനല്ലായിരുന്നോ? ഞാൻ നിങ്ങളോട് നീതി കാണിച്ചിട്ടില്ലേ? എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, റബ്ബേ നീ സാക്ഷി, അള്ളാഹുവിന്റെ പ്രവാചകൻ ഞങ്ങളോട് ഒരു അനാദരവും കാണിച്ചിട്ടില്ല, ഞങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ട്, ഞങ്ങളെ ആദരിച്ചിട്ടുണ്ട്, ഒരു ഉമ്മയെ പോലെ പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബേ അടുത്ത ജന്മത്തിനും ഹബീബിന്റെ മണവാട്ടിയാക്കണേ റബ്ബേ. 9 ഭാര്യമാരും പറയാ, 9 ആളും പറയുന്നത് റസൂലുള്ളാഹിന്റെ ഭാര്യയായിട്ട് അടുത്ത ജന്മത്തിലും ആവണേ. ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വീട്ടിൽ പോയി പെണ്ണുങ്ങളോട് ചോദിക്കേണ്ടി, അടുത്ത സ്വർഗത്തിലാവട്ടെ വേറെ എവിടെങ്കിലും എന്റെ പിയ്യാ പ്ലേറ്റ് ഞാൻ തന്നെയായ എന്റെ അഭിപ്രായം എന്താ? ഓള് അറിയിക്കുക സ്വർഗം വേണ്ടാ നിൽക്കൊണ്ടിരിക്കും. ഒരു ഒന്നുണ്ടായിട്ട് ഇങ്ങനെ പറയുന്നില്ലെങ്കിൽ 9 എണ്ണുള്ള റസൂലുള്ളാഹിനെ പറ്റി അതെന്തുകൊണ്ടാണെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്ത്രീകളെ ബഹുമാനിച്ചതാണ്, അവരെ സ്വപ്നങ്ങൾക്ക് നിറം കൊടുത്തതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും അവരൊരു സാധുക്കളാ, അവർക്ക് ജീവിക്കണേ നിങ്ങളെ സപ്പോർട്ട് വേണം, നിങ്ങളെ കരുതൽ വേണം. സ്വയം ജീവിക്കുന്നെന്ന് അവർ അവകാശപ്പെടുമ്പോഴും ഒരാണിന്റെ ചുമലിലേക്ക് തായാൻ വെമ്പുന്ന മനസ്സാ ഏതൊരു പെണ്ണിന്റെ മനസ്സ്. ഒരാണ് നെഞ്ചും വിരിച്ച് സ്നേഹിക്കാൻ നിന്ന പട്ടിണി കിടക്കാനും പെണ്ണ് റെഡിയാ. അതുകൊണ്ടാ ഏതെങ്കിലും എവിടെങ്കിലും കുത്തിരുന്ന് പണിയില്ലാത്തവൻ ഒരു ഹായും കൂയും അയക്കുമ്പോഴേക്കും ഇത് യഥാർത്ഥ സ്നേഹാന്ന് കരുതിയിട്ട് പലന്മാരും പരക്കം പായുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടാതാകുമ്പോ ഒന്ന് വീട്ടിൽ ചെന്നിട്ട് കെട്ടിയ പെണ്ണിന്റെ കൈ പിടിച്ചിട്ടൊന്ന് ചോദിക്കണം, ഞാൻ നാളെ നേരം വെളുക്കുമ്പോ മരിച്ചു കിടക്കുകയാണെങ്കിൽ ഞാനെന്ന വ്യക്തിയെ എന്റെ ജീവിതത്തിലേക്ക് കിട്ടിയതിൽ ഇനി പടച്ചോനോട് നന്ദി പറയോ, അല്ലെങ്കിൽ എന്റെ ജീവിതം അയാളെ കൊണ്ട് പോയി എന്ന് പറയോ എന്ന് ചോദിച്ചു. അവള് പറയാ, നിങ്ങൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ദേഷ്യം കൂടുതലാ, ഒരു സ്വഭാവക്കേട് തന്നെയാണ്, നിങ്ങൾക്ക് ഇച്ചിരി മൂക്കത്താ ദേഷ്യം, നിങ്ങൾ എന്തൊക്കെയാ തെറി പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. വാ തുറന്ന നിങ്ങൾ തെറിയ പറയെങ്കിൽ ആണുങ്ങളിൽ ഏറ്റവും നാണം കെട്ടവൻ സ്വന്തം പെണ്ണിനെ തെറി പറയുന്നവനാ. സ്വർഗം തടയപ്പെടുന്ന ഒരാണാരെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, ഔസീനി ബിൽ ജന്ന, എനിക്ക് സ്വർഗം വേണം നബിയെ, എനിക്കുള്ള ക്വാളിറ്റി എന്താ? ലാ തഗ്ളബ്, ദേഷ്യം ഉണ്ടാവരുത് എന്ന് കരുതി അഭിനയിക്കുകയും ചെയ്യരുത്, ഗുണദോഷിക്കണം നല്ല നിലയ്ക്ക്.
പറയേണ്ടടുത്ത് പറയുകയും വേണം. പെങ്കോന്തനാവാനും പാടില്ല. എങ്ങനെ പറയുന്നതിനൊക്കെ തുള്ളിയിട്ട് ഒരു പെങ്കോന്തനാവല്. എന്നിട്ട് ഓൾ തന്നെ ഓനെ പറ്റിയിട്ട് നാട്ടുകാരോട് പറയും, എന്റെ വിയാത്ത അങ്ങനെ ഒരു സാധന, ഒരു പൊട്ടനാ. അതല്ലാത്ത നിലക്ക് ദീനീ കാര്യമാണോ ഗൗരവം കാണിക്കണം. അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കയ്യിൽ നിന്നും ഭക്ഷണപാത്രം ആയിഷ ബീവി തട്ടിത്തെറിപ്പിച്ചപ്പോ റസൂലുള്ളാഹ് കുനിഞ്ഞിരുന്ന് പൊട്ടിയ പാത്രങ്ങൾ ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ ആയിഷ ബീവി പറയുന്നുണ്ട്, നബിയേ ഇതൊക്കെ എന്നോടൊന്ന് ദേഷ്യപ്പെട്ടൂടെ റസൂലേ? അള്ളാഹുവിന്റെ റസൂലുള്ളാഹ് പുഞ്ചിരിയോടെ പറയും, അങ്ങനെ ഞാൻ ചെയ്താൽ എങ്ങനെ ആയിഷ ഞാനൊരു നല്ല ഭർത്താവാകുക? അവിടെ തീരുന്നില്ല ചരിത്രം, അത്രേ നമ്മൾ കേട്ടിട്ടുള്ളൂ. പിന്നോട്ടന്നെ റസൂലുള്ളാഹ് പറയുന്നുണ്ട്, ആയിഷ ഈ പാത്രം സൈനബാന്റെതാണ്. ഒരു പക്ഷേ സൈനബ പാത്രത്തെ പറ്റി അങ്ങ് ക്ഷമിക്കും, പക്ഷേ നീ തട്ടിത്തെറിപ്പിച്ച ഭക്ഷണത്തിന്റെ കുറ്റം ആയിഷ ഞാൻ ഏറ്റെടുക്കൂല. പടച്ചവനോട് ഇങ്ങി പറയണേ ആയിഷ, ഈ പറയണേ ആയിഷ, ഞാനത് ഏറ്റെടുക്കൂല. അതുകൊണ്ട് ആയിഷ ബീവി കരഞ്ഞു പോയത്. അബദ്ധം കൊണ്ട് ആ ഭക്ഷണം തെറിച്ചു പോയല്ലേ റബ്ബേ എന്ന് ചിന്തിച്ചപ്പോഴാ അള്ളാഹിന്റെ റസൂലുള്ളാഹിനെ ഓർത്തിട്ട് ആയിഷ ബീവി കരഞ്ഞ്. അതുകൊണ്ടാ റസൂലുള്ളാഹ് വഫാത്തായതിനു ശേഷവും ആയിഷ ബീവി കണ്ണീരോടെ പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രവാചകന് വയറ് നിറച്ച് ഭക്ഷണം വിളമ്പാനുള്ള ഒരു ഭാഗ്യം പടച്ചോൻ എനിക്ക് തന്നില്ലല്ലോ എന്ന്. അപ്പൊ എല്ലാം കേട്ട് മൂളുന്നൊരു നല്ല ഭർത്താവ് എന്ന് മാത്രല്ല, ഗുണദോഷിക്കേണ്ടിടത്തിൽ ഗുണദോഷിക്കണം, പറയേണ്ടിടത്തിൽ പറയണം. അതെനിക്ക് ശരിയല്ല, ആ വസ്ത്രം എനിക്ക് ചേരൂല, ഞാൻ ചെയ്തു കുട്ടിയൊന്നും ശരിയല്ലട്ടോ. എന്റെ കുടുംബക്കാരോട്, എന്റെ ബന്ധുക്കളോട്, എന്റെ മറ്റുള്ളവരോട് പറയേണ്ടിടത്ത് പറയണം നല്ല കാര്യങ്ങൾ. കാരണം ചോദിക്കുന്നതെന്തും വാങ്ങിത്തരുന്ന ഭർത്താവ്, പ്രിയപ്പെട്ട ഭർത്താവ് നിന്റെ മാരിച്ച് തെറ്റിദ്ധരിക്കരുത്. മുപ്പര് നല്ല മനുഷ്യനാ, എന്ത് പറഞ്ഞാലും വാങ്ങിത്തരും. എവിടേക്കും പോണെന്ന് പറഞ്ഞാ പോവും, എന്തെങ്കിലും ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ വാങ്ങിത്തരും. മുപ്പര് നല്ല മനുഷ്യനാ അല്ല. പറയുന്നതും ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതും വാങ്ങിത്തരുന്ന നല്ല ഭർത്താവല്ല. നിങ്ങളുടെ സുബഹിക്ക് വിളിച്ചുണർത്താൻ ഓന് കേൾപ്പില്ലെങ്കിൽ, നിങ്ങളുടെ ഖുർആനോത്തിൽ പ്രേരിപ്പിക്കാൻ ഓന് കഴിവില്ലെങ്കിൽ, നിങ്ങളുടെ വസ്ത്രകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ ഓന് നേരല്ലെങ്കിൽ, നിങ്ങളുടെ ഔറത്ത് അന്യ പുരുഷന്മാർ കാണുന്നതിൽ ഓന് മടിയില്ലെങ്കിൽ, നിങ്ങൾ പറയുന്നതെന്തും വാങ്ങിത്തരുന്ന, ചെല്ലിച്ചു തരുന്ന, വീട്ടിലെത്തിച്ചു തരുന്ന അവൻ നല്ല ഭർത്താവാന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടില്ല. മറിച്ച് നല്ല ഭർത്താവ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്വർഗത്തിലെത്തിക്കാൻ പണിയെടുക്കുന്നവനാ. നാളെ പടച്ചോന്റെ സ്വർഗത്തിൽ എന്റെ കൂടെ പോകുന്നതിന്റെ പേരില് ആ പെണ്ണിന്റെ സ്വർഗം ഒരിക്കലും നശിച്ചു പോകരുതേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ച് പണിയെടുക്കുന്നവനാ നല്ല പെണ്ണ്, നല്ല ആണ്. അതുകൊണ്ടാ നല്ല ഭർത്താവ് എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതും സ്ത്രീകളോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവൻ, ഏറ്റവും സ്നേഹത്തോടെ പെരുമാറുന്നവൻ. അതുകൊണ്ട് നമ്മൾ തോറ്റുപോകുന്നതൊക്കെ പലപ്പോഴും നമ്മളെ ഭാര്യ ഇല്ലാണ്ടാകുമ്പോഴാണ്. ജീവിതത്തിൽ ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, പടച്ചോനെ അവള് മരിക്കുന്നതിന്റെ മുൻപ് ഇങ്ങനെ മരിപ്പിക്കണേ, അതേപോലെ തന്നെ പടച്ചോനെ അവളെ ഇനി സ്വർഗത്തിൽ ഒരുമിച്ചാക്കണേന്നും സ്വർഗത്തിൽ കണ്ടുമുട്ടാനുള്ള ഒരു ഭാഗ്യം തരണേന്നൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു നല്ല ഭർത്താവാകാൻ, ഒരു നല്ല ഭാര്യയാവാൻ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു മൂല്യമാണത്. ഒരാണിന്റെ വില, അൻസാറിന്റെ വില ഞാൻ നല്ല പ്രാസംഗികനാന്ന് പറയാൻ നിങ്ങൾക്ക് കഴിവുള്ളൂ. ഞാനൊരു നല്ല മനുഷ്യനാന്ന് പറയേണ്ടത് എന്റെ ഭാര്യ. കൂടെ കിടക്കുന്ന ഒക്കെ അറിയുന്ന സ്വഭാവം. ഞാൻ നേരത്തിൽ എഴുന്നേൽക്കുന്നുണ്ടോ, ഞാൻ നമസ്കരിക്കുന്നുണ്ടോ, എന്റെ ഫോണ് ക്ലിയർ ആണോ, എന്റെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ആണോ, ഒരു വാപ്പാന്നുള്ള നിലക്ക് ഞാൻ വിജയാണോ, എന്റെ നാവ്, എന്റെ കണ്ണ്, എന്റെ രഹസ്യം ഇതൊക്കെ ശരിയാണോ എന്നൊരു പരിധി വരെ എന്റെ ഒക്കെ അറിയൂ. ഇരിക്കുന്ന ഒരാൾക്ക് പോലും അതറിയൂല. നിങ്ങൾക്ക് പറയാം ഞാനൊരു നല്ല പ്രാസംഗികനാണ്. അതുകൊണ്ടാ റബ്ബ് പറഞ്ഞതും ഒരാണിന് പടച്ചോൻ വിലയിടുന്നതേ നാട്ടുകാരോട് ചോദിച്ചിട്ടല്ല, വീട്ടിലെ പെണ്ണിനോട് ചോദിച്ചിട്ടാ. പടച്ചോൻ ഒരാണിന് വിലയിടുന്നതും പരലോകത്തോനെ വിചാരണക്കെടുക്കുന്നു. അന്ന് നമ്മളെ എതിർഭാഗത്ത് നിർത്തുന്ന ഭാര്യ നമ്മളെ കൂടെ പോകുന്നതിന്റെ പേരിൽ അതൊരു പരാതിയായിട്ട് പറയണ്ടെങ്കിൽ ഇസ്ലാമിന്റെ മൂല്യങ്ങള് നല്ലൊരു ഭർത്താവാകാന്നുള്ളത് അഭിനയിക്കൊന്നും വേണ്ട, സാധാ നിലക്കൊരു നല്ല ഭർത്താവായിട്ട് ജീവിച്ചാൽ മതി. ഇതോടൊപ്പം തന്നെ അമ്മമാരോടും നല്ലൊരു ഭാര്യയാവാന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ മനസ്സറിയലും അവന്റെ സമാധാനത്തിന്റെ കാരണക്കാരാവലും. ഒരാണ് ആഗ്രഹിക്കുന്നത് സമാധാന, അത്ര കാണുങ്ങൾ സങ്കടപ്പെടുന്നുണ്ട്. നിങ്ങൾക്കറിയാഞ്ഞിട്ടാ ഓരോ പണിക്കും ഒരു ഉറുപ്പ്യ ഉണ്ടാക്കാൻ ഒരാണ് കാണിക്കുന്ന ത്യാഗം വലിയതാണ്. ഏത് ജോലിക്കും ഞാൻ പറയാറുണ്ട്, ഒരു കല്യാണപ്പുരയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ നല്ല ഭംഗിയില് വസ്ത്രങ്ങളൊക്കെ ധരിച്ചിങ്ങനെ പോകുമ്പം പോലീസുകാരന്റെ മാതിരി ഒരു നീലക്കുപ്പായോ എത്താത്തൊരു ബെൽറ്റും ഉണ്ടി ഒരു പള്ളയും ഒരു തൊപ്പിയും വെച്ചിട്ട് ഒരുത്തം വിശിലായിട്ട് വെയിലുള്ളുന്നുണ്ടാവും. ഓൻ പറയും, കാക്ക ഒന്ന് സൈഡാക്കി, നമ്മള് നോക്കാം, നമ്മളെ ആശ്രിതനാങ്ങിയെന്നുള്ള നോട്ടം. ഓനും ഒരു കുടുംബമുണ്ട്, ഓനെയും കാത്തിക്കുന്ന ഒരു കുടുംബമുണ്ട്, ഓന്റെ മക്കളും ഓനെ തൊട്ട് സ്വപ്നം കാണുന്നുണ്ട്, വാപ്പാന്ന് വിളിച്ച് കാത്തിരിക്കുന്നുണ്ട്. സ്വന്തം മക്കൾക്കുള്ള ധൈര്യം പോലും വാപ്പാന്റെ ജീവനാ.
ഒരു വാപ്പ എന്ന് പറയുമ്പോഴും ഈ വാപ്പാർക്ക് സ്നേഹമില്ല എന്നാ ചിലര് പറയല്, അതല്ലെങ്കിൽ ഭർത്താവിന് സ്നേഹമില്ല. ജീവിതത്തിൽ ഒരാണ് ജീക്കി വെച്ച ജീവിതത്തിന്റെ ഭംഗിയന്മാരെ നമ്മളെ മുഖത്തുള്ളൂ. എന്തൊക്കെയായാലും ഒറ്റയ്ക്ക് ജീവിക്കണം എന്നൊക്കെ തോന്നിയാലും കിട്ടുന്ന 10-100 രൂപ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ, ഞാനൊരാണായതുകൊണ്ട് തന്നെ പറയാ, പലപ്പോഴും കൈമൽ ഒരു ജ്യൂസ് കുടിക്കണം, അത്യാവശ്യം സ്വന്തമായിട്ട് ഒരു ഫുഡൊക്കെ കഴിക്കണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ പീടികയിലേക്ക് കയറാൻ നേരത്തെ വിചാരിക്കും, പഠിച്ചോൻ എന്റെ മക്കൾക്ക് ഉണ്ടാകില്ലേ പൂതി, ഓക്കുണ്ടാവൂലേ ഒരു പൂതി. അങ്ങനെ തിരിച്ചിറങ്ങിപ്പോരുന്നവരാ പല ഭർത്താക്കന്മാരും. ഒരുപാട് ടെൻഷന്, കുറ്റപ്പെടുത്തലുകള്, ഓരോ ജോലിന്റെ ആക്ഷേപങ്ങള്, ഓരോ നേരത്തും അനുഭവിക്കുന്ന മനസ്സിന്റെ സമ്മർദ്ദങ്ങള്. അതുകൊണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ നളർത ഇലൈഹാ സർറതുക, വേറൊരാളെ നേരെ നോക്കിയിട്ട് ഓന് സമാധാനം കിട്ടുന്നില്ല, അവളെ നേരെ നോക്കിയപ്പം സർറതുക, ഓന്റെ എല്ലാ സങ്കടവും അങ്ങ് മാറിപ്പോയി. വീട്ടിക്ക് കയറി വരുന്ന ഭർത്താവിന്റെ മുൻപിൽ ഒരുങ്ങി നിൽക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അറിഞ്ഞിട്ടുണ്ടോ നിങ്ങള്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, വീട്ടിലേക്ക് എത്തുന്നതിന്റെ മുൻപ് അള്ളാഹുവിന്റെ തിരുദൂതൻ സഹാബാക്കൾ മുഖേന ഭാര്യമാരെ അറിയിക്കും. ആ അറിയിക്കുന്ന സമയമാകുമ്പോഴേക്കും ഭാര്യമാർ ഒരുങ്ങി നിൽക്കും റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ. കാരണം അള്ളാഹുവിന്റെ ഹബീബിന്റെ ഏത് വേദനയും വീട്ടിക്ക് കയറുമ്പോഴേക്കും ഇല്ലാണ്ടാവുന്ന ആ ആണിന്റെ മനസ്സറിഞ്ഞ് ഒരു കാനിത്താത്തായി, ഒരു ഹാഫിലാത്തായി തന്റെ പ്രിയതമന്റെ മനസ്സറിഞ്ഞ് ചേർന്ന് നിൽക്കാൻ പറ്റണം. ഓന്റെ പൈസന്റെ വരുമാനം അറിയണം, മക്കൾക്ക് അറിയിച്ചു കൊടുക്കണം, മക്കളോട് പറയണം, മക്കളെ വാപ്പ ഉണ്ടാക്കി തരുന്ന പൈസന്റെ വില എന്ന് പറഞ്ഞാൽ വാപ്പാന്റെ ചോരന്റെ വില. അത്രക്ക് കഷ്ടപ്പെട്ടിട്ട് വാപ്പ ഉണ്ടാക്കി തരുന്നത് വാപ്പാനെ പറയിപ്പിക്കുന്ന പണിക്ക് നിങ്ങൾ ഉപയോഗിക്കരുത്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി അമ്മാരാ. വാപ്പാന്റെ വില വാങ്ങിക്കൊടുക്കേണ്ടി, ഒരു ഭർത്താവിന്റെ വില വാങ്ങിക്കൊടുക്കേണ്ടി, അത് മക്കളോട് അടുത്തിരുത്തി പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഇന്ന് അങ്ങനെയില്ല. സ്കൂളിലൊക്കെ എന്തെങ്കിലും വേണ്ടാത്തൊരു തോന്നിയാസത്തിന് കൂടും അല്ലേ? എന്തെങ്കിലും ആഘോഷങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയാണല്ലോ, പറയാൻ പാടുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും പറയാ. ഒരു നിലവാരമില്ലാത്ത ഇസ്സത്ത് നഷ്ടപ്പെട്ട മുസ്ലിമീങ്ങളും നമ്മളെ കൂട്ടത്തിലുണ്ട്. മറ്റുള്ളവരുടെ ആഘോഷമാകുമ്പോൾ ഓൻ ഹിന്ദു ആവും, ക്രിസ്ത്യാനിന്റെ ആഘോഷം വരുമ്പോ ഓൻ ക്രിസ്ത്യാനിയാവും, മറ്റേ നമ്മളെ ആഘോഷം വരുമ്പോ ഓൻ പെരുന്നാളിന് മുസ്ലിമും ആവും. അങ്ങനെയൊക്കെ സ്കൂളിലൊക്കെ കസവും ഒക്കെ എടുത്തു പോകുമ്പോ ചില മക്കൾ പറയും, കസവ് എടുക്കലും നിർബന്ധ, വാപ്പനോട് പറയണോ? ചിലന്മാര് പറയുന്നത് കാണാ, അതിനോട് പറയണ്ട, ഒരു പൊട്ടനാണ്, അതിനിപ്പോ എന്ത് കസവ്? അല്ല, വാപ്പയാ മോളെ, വാപ്പ നയിച്ചുണ്ടോന്നതാ എന്റെ ധൈര്യം, എന്റെ വാപ്പയാണത്. ഓരോ രാവുകളിലും മക്കളെ കാലിന്റെ അടുത്ത് വന്ന് മക്കൾ എന്തോ തിന്നിട്ടാണോ കിടന്നത് എന്ന് ചോദിച്ചിട്ടേ പല വാപ്പാരും കിടന്നുറങ്ങാൻ പോലുള്ളൂ. അത് നിങ്ങളോട് ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ അമ്മാനോട് ചോദിച്ചിട്ടേ വാപ്പാര് കിടന്നുറങ്ങാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഭാര്യമാർക്ക് വാപ്പാന്റെ വില വാങ്ങി കൊടുക്കാൻ പറ്റണം. ആ പവർ, അതുകൊണ്ടാ റബ്ബ് പറഞ്ഞതും, പടച്ചോന് പുറമെ അള്ളാഹു ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭാര്യമാരെ നിങ്ങളെ ഭർത്താവിന്റെ മുൻപിൽ സുജൂദ് ചെയ്യാൻ പടച്ചോൻ കൽപ്പിക്കുകയായിരുന്നു. അത്രക്ക് സ്ഥാനമുണ്ട്. അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? ഒരു ഭർത്താവ് എന്ന വാക്കിന്റെ ആഴം, ഒരു ധൈര്യം. വേറൊരുത്തനും നിങ്ങളെ മേക്ക് നോക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ഒരാളും നിങ്ങളെ പൊരന്റെ മുറ്റത്ത് വന്ന് ചൂളടിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ഒരാളും നിങ്ങളെ ഫോണിലേക്ക് വിളിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ആണിന്റെ ജീവനുള്ളത് കൊണ്ടാ. ഓൻ ഇല്ലാണ്ടാകുമ്പോഴേ നിങ്ങൾ അറിയൂ നിങ്ങൾ 90% മരിച്ചുപോയതാണ്. അത് പല ഭാര്യമാരും പറയുന്നുണ്ട്, ജീവിച്ചിരിക്കുമ്പം പടച്ചോനെ എനിക്ക് നല്ലോണം ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ലേ എന്നെനിക്ക് സങ്കടം തോന്നുന്നു. കാരണം ഇങ്ങനെ കയറി വരികയായിരുന്നു, വന്ന എടെങ്കിലും വീണടക്കുകയായിരുന്നു, ഞാൻ എന്റെ പണിയും അങ്ങ് ചെയ്യും. അവസാനം ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന് വലിയ സൂക്കേടാന്നറിയുകയും ഭാര്യന്റെ കൈ പിടിച്ചെന്തോ പറയാൻ ഒരുങ്ങുമ്പോഴേക്കും അയാളങ്ങ് മരിച്ചു. ആ ഭാര്യ പറയാ, എന്തായാലും പറയാനുള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിന്റെ മുൻപേ ഒന്ന് കൈയടിച്ചു നോക്കണം. ഈ കഴിഞ്ഞ ഒരാഴ്ചന്റെ ഇടക്ക് കെട്ടിയോന്റെ കൈ പിടിച്ച് എത്രമാര് ഈ കൂട്ടത്തിലുണ്ട്? ഒന്ന് കൈ പിടിച്ച് സലാം പറഞ്ഞിട്ട്, അല്ലേ നിങ്ങൾക്ക് ഇന്റെ സ്വഭാവത്തിൽ തൃപ്തിയാണോ? ഞാനിങ്ങനെ നിസ്കാരപ്പായും ഖുർആൻ ക്ലാസ് ആയിട്ട് നടക്കുക, നാളെ നിങ്ങള് പടച്ചോന്റെ അടുത്ത് എനിക്കെതിരെ കുറ്റം പറയുന്ന അങ്ങനെ ഉണ്ട്. ദീൻ എന്ന് പറഞ്ഞാല് ആൾക്കാരുടെ വിചാരം ഖുർആൻ ക്ലാസ് പോലും നാട്ടിൽ കറക്റ്റ് ജമാഅത്ത് പങ്കെടുക്കലുമാണ് എന്നാണ്. ഞാനൊക്കെ ഹുതുബക്ക് കയറുമ്പോ ചില പിയാപ്പിളാര് വന്നിട്ട് എന്നോട് അറിയും, മൗലവി നിങ്ങൾ പ്രസംഗത്തിലെ പിയാപ്പിളാരെ നോക്കുന്നതിനെ പറ്റിയൊക്കെ ഒന്ന് നല്ലോണം പറയണം കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കും, അതെന്താ? അല്ല, പെണ്ണുങ്ങൾ മോശമായിട്ടൊന്നല്ല, ഓക്ക് നല്ല ദീനൊക്കെ ഉണ്ട്. ഞാൻ പറയും, നിങ്ങൾ കാര്യം പറയും. അല്ല, ഓള് തിങ്കളാഴ്ച കേവിന്റെ ക്ലാസ്സിന് പോകും, ചൊവ്വാഴ്ച നിങ്ങളെ ക്ലാസ്സിന്, ഓക്കെ, ബുധനാഴ്ച വേറെന്തോ ഒരു ക്ലാസ് ഉണ്ട്, വ്യാഴാഴ്ച ബഷീർ മൗലവിന്റെ, വെള്ളിയാഴ്ച ജുമുഅ. നമുക്കൊരു വെള്ളം കിട്ടണേ സഫിയ ഹോട്ടലിൽ തന്നെ പോകണം. അങ്ങനെ ഒരു ദീനില്ല, അങ്ങനെ ഒരു ദീനില്ല. ഇതിപ്പോ അങ്ങനെയാ എല്ലാ നിലക്കും. നിങ്ങൾ കാണല്ലേ ഗൾഫിലേക്ക് പോകുന്നൊക്കെ, ആയ കാലത്ത് ഗൾഫ് കാണാത്തന്മാരെ മോഹിപ്പിച്ച് ചില മക്കൾ അങ്ങ് കൂട്ടിക്കൊണ്ടുപോകും. എന്തിനാ? അന്ന് പ്രസവത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോ അതൊന്നും നോക്കേ, ഉമ്മാര് കെട്ടിയും പെട്ടിയിട്ട് ഗൾഫ് കാണാനുള്ള പൂതിയിൽ അങ്ങ് പരക്കം പായും. ബാപ്പുണ്ടാവും നാട്ടിൽ കൂടെ കുനിക്കൂടെ എന്ന് കിടക്കുന്നത്.
സർവ്വ ഹോട്ടലിലും കയറിയിട്ട് ആരോടും പറയാനില്ല. ഏതെങ്കിലും മരക്കളെ വീട്ടിൽ പോയാൽ 1-2 ദിവസം കാലിച്ചായ കിട്ടും. പിന്നെ ഓളെ മുഖം കാണാൻ ബേജാറുള്ളതുകൊണ്ട് വേറെ മക്കളെ വരക്കും പോണില്ല. വാപ്പാൻ ഒറ്റക്കിട്ടു പോകുന്ന അമ്മാരുണ്ട്. കുറ്റല്ലട്ടോ, നിങ്ങൾക്ക് ഇന്ന മനസ്സുകൊണ്ട് പ്രാകാനും തോന്നരുത്. മക്കള് നമ്മളെ അങ്ങ് വിളിക്കുമ്പോഴേക്കും വാപ്പ ആണല്ലേ, എവിടേക്കെങ്കിലും പോയാൽ എന്തേ തിന്നാൻ കിട്ടൂലേ? ഇല്ല. അവനാന്റെ പെണ്ണുങ്ങൾ കൈകൊണ്ട് തരുന്നതിന് ഒരു കല്യാണപ്പുരയിലൊക്കെ പോയാലും നമ്മളൊന്ന് അടുത്ത് ചെന്നിട്ട് ഞാൻ ചോറ് നിങ്ങൾ തിന്നോന്ന് ചോദിക്കുമ്പോ ഒരു വിയാപ്പിളക്ക് കിട്ടുന്ന സമാധാനമല്ല. ഞാൻ അനുഭവിച്ചോനാ, അതുകൊണ്ടാ പറയുന്നത്. വയസ്സന്മാരൊന്നും അല്ലല്ലോ, ചെറുപ്പക്കാരനല്ലേ ഞാൻ. ഓളെ കുടുംബക്കാരെയും അല്ലാത്ത കുടുംബക്കാരൊക്കെ ഇടയ്ക്കിടക്ക് പോകുമ്പോൾ എല്ലാരും ഇങ്ങനെ ചോറുമ്പോ പെണ്ണുങ്ങളൊന്നും കൊലായിന്ന് കണ്ടിട്ട് നിങ്ങൾ കഴിച്ചോ? ഇല്ല, നമുക്ക് ഒരുമിച്ച് നിന്നോട്ടോ. സമാധാനം. ആരും വിളിച്ചില്ലെങ്കിൽ ഓളുണ്ടല്ലോ കൂടെ തിന്നേ. എന്തൊരു സ്വൈര്യാന്നറിയോ, എന്തൊരു സമാധാനാന്നറിയോ. ഇതാഗ്രഹിക്കുന്നുണ്ട് എല്ലാ ആണുങ്ങളും. അതുകൊണ്ട് വേറെ എവിടെയും കിട്ടാനില്ല. ഏതെങ്കിലും പെണ്ണുങ്ങൾ അത് കൊടുക്കുമ്പോഴേക്കും പല ആണുങ്ങളും മനസ്സ് മാറിപ്പോകുന്നു. അതുകൊണ്ട് സ്വന്തം വീട്ടില് ഒന്ന് ചേർത്ത് നിർത്തണം. ഒരു നല്ല വാക്കൊക്കെ ഒന്ന് പറയണം. നിങ്ങൾ അത്യാവശ്യം വൃത്തിയിൽ നടക്കുന്നത് എന്റെ ഭംഗി എന്ന് പറയണം. ഓനെക്കൊണ്ട് ആ ഭംഗിയിൽ നടത്തിക്കണം. അതൊക്കെ നിങ്ങളെ ഉത്തരവാദിത്ത. ഇതിട്ട് പോയി അങ്ങാടിയിലേക്ക് ഒരു കൈത്തുണ്ട് എടുത്തിട്ട് കഴിഞ്ഞ ആള് കൂടുന്നിടത്തേ പോകുമ്പോ ഒന്ന് നല്ല ഇട്ട് പോയിക്കാം. ഒരു 4 ദിവസം ആ ഉടുത്തു പോകുമ്പോ എന്നെ തോന്നും ശരിയാട്ടോ, ഇങ്ങനെയൊക്കെ അതിന് പോകണ്ടെന്ന് ചോദിച്ചു നോക്കും നിങ്ങൾ ഭർത്താക്കന്മാരോട്. ഭാര്യനെ കൊണ്ട് മാറിയ പിയാപ്പിളാരുണ്ട്. ഭാര്യന്റെ കടുംപിടുത്തം കൊണ്ട്, എന്ന് പറഞ്ഞാൽ ദീനീപരമായ കാര്യത്തിലും ദുനിയാവിന്റെ കാര്യത്തിലും പിടിച്ചതിന്റെ പിടിയാലെ ഓള് പറഞ്ഞതുകൊണ്ട് എനിക്ക് ആ മാറ്റങ്ങളൊക്കെ ഉണ്ടായതെന്ന് അഭിമാനത്തോടെ പറയുന്നവരുണ്ട്. എന്നാ സ്വന്തം പുരയുന്ന ഒരു വെള്ളം കിട്ടണമെങ്കിൽ 1000 തവണ അല്ലേ അല്ലേ എന്ന് വിളിക്കേണ്ട പെണ്ണുങ്ങളും ഉണ്ട്. കയറി വരുമ്പോ ഞാൻ പറയാറുണ്ടല്ലേ, വീട്ടിലേക്ക് കയറി വരുമ്പോ വിചാരിക്കും പടച്ചോനെ അവർക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം വേണം. വെള്ളം അപ്പോഴേക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ടാവും. എന്താ വെള്ളം? പച്ച വെള്ളം തന്നെ. എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചി എടുത്ത് ഒരു നാരങ്ങയിട്ട് ശ്രീ നെല്ലിച്ചാ മതി, ലൈമായി. അതൊരു സമാധാന. ഇനി അത് ചോദിച്ചിട്ടില്ലെങ്കിലും ആ വീട്ടിലുള്ളത് എന്തും. അങ്ങനെ കയറി വരുമ്പോ ചിലപ്പോ വെള്ളവും കിട്ടൂല. മുപ്പത്തി പറയും നിങ്ങളൊന്ന് മേക്കൈക്കാളി ചായ അറിഞ്ഞേരാന്ന്. മേലൊക്കെ കൈയിട്ടൊന്ന് റാഹത്തായിട്ട് ഇപ്പൊ കിട്ടും ചായ എന്നുള്ള കോലത്തിലിരിക്കും. ഓളോളെ പണിയും കഴിഞ്ഞിട്ട് മരുവാൻ കൊടുക്കുമ്പോ പറയും നിങ്ങൾ നിസ്കരിച്ച് വരും, അപ്പോഴേക്കാൻ ചോറാക്കാം. വന്ന് 4 മണിക്ക് കിട്ടിയ ചോറ് 9 മണിന്റെ തന്നെ ആ കോലത്ത് പോകുന്ന കുടുംബങ്ങളുണ്ട്. ഞാൻ കുറ്റം പറയല്ലോ. ജീവിതത്തിന്റെ മനോഹാരിത, മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മാർക്ക്, ഒരു ഭാര്യക്ക് അവളെ ജീവിതത്തിൽ ഏറ്റവും തൃപ്തിപ്പെടുത്തേണ്ടത് അള്ളാഹു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂലുള്ള കഴിഞ്ഞാൽ ഭർത്താക്കന്മാരാ. അത് നിങ്ങൾ അറിയണം. അത് കിട്ടണം ഓരോ ഭർത്താക്കന്മാർക്കും. അതുകൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ ഇങ്ങനെ കുടുംബത്തിൽ പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചതൊക്കെ ഒരു മൂല്യ. ഒരു വീട്ടിലേക്ക് കയറി വരുന്ന പെൺകുട്ടിയെ പറ്റിയിട്ട് ഒരു ഉമ്മ കരുതേണ്ടതേ ഓള് മരുവോള വേറൊരു ഉമ്മന്റെയും വാപ്പന്റെയും മോളാന്നല്ല, എന്റെ മോക്ക് സമാനെന്നാണ്. ആ ചിന്ത ഒരു വീട്ടിൽ ഒരു ഉമ്മക്കുണ്ടെങ്കിൽ മരുക്കളും ഉമ്മാരും തമ്മിലുള്ള സർവ്വ പിണക്കും അവസാനിക്കും. എന്റെ മോളെ മറ്റൊരു വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ അമ്മ കണ്ണും കാലും കാണിച്ച് അല്ലെങ്കിൽ കുത്തിപ്പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നത് ഏതെങ്കിലും ഒരു ഉമ്മാക്ക് ഇഷ്ടമുണ്ടാവുമോ? നിങ്ങളൊന്ന് ചിന്തിക്കും. അതേപോലെ തന്നെ പടച്ചോൻ എന്റെ മോൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് എന്റെ വീട്ടിൽ അനുഭവിക്കുന്ന വേദന പടച്ചോന്റെ അടുത്ത് എന്റെ നിലവാരം കളയാണ്, എന്റെ വില ഇടിച്ചു കളയാണ് എന്നൊരു ഉമ്മാക്ക് ചിന്തിക്കാൻ പറ്റണം, വാപ്പാക്ക് ചിന്തിക്കാൻ പറ്റണം. കാരണം അള്ളാഹുവിന്റെ റസൂലുള്ള പഠിപ്പിച്ച മതം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കലും നോമ്പൊൽക്കലും മാത്രമല്ല. നമ്മൾ കാരണം മറ്റൊരു വേദനിക്കാതിരിക്കലാണ് ഇസ്ലാം. നമ്മൾ കാരണം കരയാതിരിക്കലാണ് ഇസ്ലാം. കയറി വന്ന പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും മുന്തിരി വാങ്ങിത്തുന്ന വാക്കുകൾ ആ ഹദീസിന്റെ സനദുകളിൽ വഴീഫുണ്ടെങ്കിൽ പോലും ചരിത്രങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടൂ. അതാർക്ക് കൊടുത്താലും അത് തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കൊടുക്കണം, മക്കൾക്കും കൊടുക്കണം. അതേപോലെ കയറി ചെല്ലുന്ന വീട്ടിലേക്ക് ആ ഉമ്മ എത്ര മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടും ആ ഉമ്മാനെ പറ്റി കുറ്റം പറഞ്ഞുണ്ടാക്കുകയും വെറുപ്പിക്കുകയും അവസാനം ഉമ്മാനെ ഒറ്റപ്പെടുത്തുകയും പറഞ്ഞുണ്ടാക്കിയതിന്റെ പേരിൽ സ്വയം പിയാപ്പനെ പിടിച്ചിറക്കി കൊണ്ടുപോവുകയും ചെയ്യുന്ന മരുക്കളുണ്ട്. അതിലൊന്നും ഒരു ബർക്കത്തും ഉണ്ടാവില്ലട്ടോ, അതിലൊന്നും ഒരു സമാധാനം ഉണ്ടാവില്ല. ഏത് കൊട്ടാരത്തിൽ ജീവിക്കുന്നെന്ന് അവകാശപ്പെട്ടാലും നമ്മളെ നേരെ അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോഴേ നമുക്ക് അതിന്റെ വിലയറിയൂ. അത് വരൂലെന്നൊന്നും പറയാൻ പറ്റൂല. മക്കളുണ്ടോ പടച്ചോൻ അത് അനുഭവിപ്പിച്ചിട്ടേ തിരിച്ചു വിളിക്കുകയും ചെയ്യും. കയറി ചെല്ലുന്ന വീട്ടിലിന്റെ ഉമ്മാക്ക് സമാണെന്ന് ചിന്തിക്കണം. ആ ഉമ്മാന്റെ വയറിന്റെ പ്രാണനറിഞ്ഞൊരു മോനെ പടച്ചോൻ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ പരിഗണന ഉമ്മാക്കും കൂടിയും കൊടുക്കണം. അങ്ങനെ പരസ്പരം സ്നേഹിക്കാൻ മനസ്സൊന്ന് സ്നേഹിച്ചു നോക്കിയാൽ തന്നെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ കുറവായി കിട്ടും. ഇന്നതല്ല, എന്തുണ്ട് കുറ്റം എന്ന് തിരയുന്നത് കൊണ്ടാണ് കുടുംബത്തിൽ എല്ലാ പ്രശ്നവും. ഞാൻ പറയാറുണ്ട്, ഇനിയിപ്പോ എല്ലാരോടും പറയുന്നതാ. എന്റെ ഒരു ആള് പെൺകുട്ടി എന്റെ മുൻപിൽ സംസാരിക്കാൻ ഞാൻ പറയും, എന്റെ ഭർത്താവിന്റെ അമ്മന്റെ എന്ത് കുറ്റുണ്ട് എന്നുള്ളത് ഇനി ചിന്തിക്കല്ലേ.
ആ അമ്മന്റെ എന്തൊക്കെ നല്ലതുണ്ട് നീ ചിന്തിക്കും. എന്നിട്ട് ആ നല്ലതിനെ സ്നേഹിച്ചു തുടങ്ങി. ഇതേപോലെ തിരിച്ചും കയറി വന്ന മരോളയിൽ എന്ത് കുറ്റുണ്ട് എന്ന് ചിന്തിക്കല്ലേ. അവളിൽ എന്ത് നന്മകളുണ്ട്. ആ നന്മകൾ മാറ്റം വരുത്താൻ എനിക്ക് സാധിക്കുമോ? എന്റെ മകനിലൂടെ ആ പെണ്ണിനെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റുമോ? അങ്ങനെ ചിന്തിച്ച് സ്നേഹിക്കുമ്പോ, ആ സ്നേഹം കൊടുക്കുമ്പോ, നമ്മക്കത് അവര് തന്നിട്ടില്ലെങ്കിലും പടച്ചോൻ പറയുന്ന ഒരു വാക്കുണ്ട്, വമല്ലാഹു ബിഗാഫിലിൻ, അള്ളാഹു അശ്രദ്ധനല്ല, നിങ്ങൾക്കുള്ള സമാധാനം പടച്ചോൻ ഏറ്റെടുത്തിട്ടുണ്ട്. അത് അള്ളാഹു തരും. ഏതെങ്കിലും നിലക്ക് പടച്ചോൻ തരും. ഏതെങ്കിലും ആളുകളുടെ രൂപത്തിൽ നമുക്ക് ആ സ്വൈര്യവും സമാധാനവും കിട്ടും. ഇന്ന് എത്ര ആളുകൾക്കാണെന്നറിയാവോ എല്ലാം ഉണ്ടായിട്ടും ചില കുടുംബത്തില് ആൾക്കാർ പുറമേ നിന്ന് നോക്കുമ്പോ പറയും വലിയ തറവാട്ട്, നല്ല പൈസ. ഞാൻ ഒരൊറ്റ വാക്കുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു രീതി വിശദീകരിച്ചരാ. പണമുള്ള ധനാഢ്യനായ തറവാട്ടിൽ പറന്ന ഒരു പൈസക്കാരന്റെ കൂടെ മനസ്സ് വെറുത്ത് ഒരു ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ മനോഹരമാണ് അന്നന്നത്തെ ജോലി ചെയ്ത് സ്വന്തം കുടുംബത്തെ പൊന്നുപോലെ നോക്കുന്ന ഒരു സൈക്കിളിൽ ഭാര്യനെ ഇരുത്തി യാത്ര ചെയ്യുന്ന സ്നേഹമുള്ള ഭർത്താവിന്റെ കൂടെ ഒരു സൈക്കിൾ പോയല്. സ്നേഹമില്ലാത്ത ഭർത്താവിന്റെ കൂടെ ബെൻസ് പോകുന്നതിനെക്കാട്ടിലും മനോഹര സ്നേഹമുള്ള ഭർത്താവിന്റെ കൂടെ ഒരു സൈക്കിൾ പോയല്. സ്നേഹമില്ലാത്ത ഭർത്താവ് ഹോട്ടലിൽ ചെന്ന് ആയിരങ്ങൾ വില പറഞ്ഞ് തമ്മിൽ മിണ്ടാതെ വെറുതെ കോർക്കൊണ്ട് കുത്തി കുത്തി സ്റ്റൈലിന് തിന്ന് ഓളെ മുഖത്തടിച്ചതിനും ഓളെ തല്ലിയതിനും കണക്ക് പറഞ്ഞ് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് രസിപ്പിക്കുന്നതിനേക്കാളും മനോഹരമാണ് അവൻ ആ മാസത്തിൽ ഒരിക്കലെങ്കിലും മക്കളെയും കൂട്ടി ഒന്ന് പുറത്തിറങ്ങി ഒരു തട്ടുദോശയും മസാല ദോശയും മക്കളപ്പരം സന്തോഷത്തിൽ തിന്നുന്നത്. രണ്ടും വ്യത്യസ്ത. ഏതിലാ മനോഹരം അനുഭവിച്ചോനെ അറിയാൻ പറ്റൂ. അതുകൊണ്ടാ പരസ്പരം സ്നേഹിക്കണേ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കുടുംബരംഗത്തെ ഇസ്ലാമിന്റെ മൂല്യം അഥവാ ഏറ്റവും ശ്രേഷ്ഠമായ മൂല്യം, ആ മൂല്യം നമ്മളെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പള്ളികൾ നിറഞ്ഞതുകൊണ്ട് കാര്യമല്ല. അതേപോലെ തന്നെ സാമ്പത്തിക രംഗത്തുള്ള മൂല്യങ്ങൾ. ഇന്ന് പൈസ ഉണ്ടാക്കാൻ ഓടിക്കൊണ്ടിരിക്കുക മനുഷ്യര്. ആർത്തി പിടിച്ച് പണത്തിന്റെ പിന്നാലെ പരക്കം പായ. ആരെ കൊന്നിട്ടാണെങ്കിലും മുതലുണ്ടാക്കാൻ. ഓരോരുത്തരും പറയും എന്താ പണി? ഒന്നുമില്ല, പടച്ചോന്റെ ദുനിയാവില് അള്ളാന്റെ മണ്ണ് വെട്ടിത്തിരിച്ചിട്ട് വിൽപ്പന നടത്തല്. എല്ലാ റിയൽ എസ്റ്റേറ്റുകാരും കൊള്ളക്കാരും കൊള്ളെടുക്കുന്നവരെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ എന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യരുത്. പക്ഷേ പിടിച്ചു വെച്ച് ഊഹക്കച്ചവടം നടത്തി ആവശ്യക്കാരനെ ബുദ്ധിമുട്ടിച്ച് അവസാനം അവന് ആവശ്യം വരുമ്പോ ഉള്ള വാങ്ങിയതിനേക്കാളിലും യാതൊരു മുടക്കുമുതലും ചെയ്യാതെ 4ഉം 5ഉം 0 കൂടുതൽ ചേർത്ത് 10ന് വാങ്ങിയത് 10 കോടിക്ക് വിട്ട് വാപ്പാനെ ഇമ്മാനെ ഹജ്ജിനും ഉംറക്കും കൊണ്ടുപോയാൽ ആ സമ്പാദിച്ച സമ്പത്തുകൾ പടച്ചോനങ്ങ് കബൂലാക്കി കളയും എന്ന് പഠിപ്പിച്ച മതമല്ല ഇസ്ലാം. നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ കാലിന്റെ ഒരടി മുൻപോട്ട് വെക്കണമെങ്കിൽ റബ്ബിന്റെ കോടതിയിൽ ഹശർ എന്ന മൈതാനിയിൽ സൂര്യന് താഴെ ഒരടി കാല് മുൻപോട്ട് അനക്കാൻ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ അള്ളാഹുവിന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ഏതാ ചോദ്യങ്ങളിൽ ഒന്ന്? നീ എവിടെ നിന്ന് സമ്പാദിച്ചു? ആരെ പറ്റിച്ചു? ഏടുന്ന് കൊള്ളലാപെടുത്തു? നിന്റെ നാവിന്റെ വഴക്കം കൊണ്ടും നാവിന്റെ ശ്രേഷ്ഠത കൊണ്ടും മറ്റുള്ളവരെ കള്ളത്തരം പറഞ്ഞു കുപ്പിയിലാക്കിയിട്ടും നീ സമ്പാദിച്ച സമ്പത്തുകളെ കൊണ്ട് നിന്റെ മക്കളെയും കുടുംബത്തെയും രാജകീയ ജീവിതം നീ നയിപ്പിച്ചിട്ടുണ്ടെങ്കിലും ശരി, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ അതേ മക്കള് നിന്റെ മുഖത്ത് നോക്കി പറയും, നാഥാ, എനിക്ക് നീ തന്ന പരീക്ഷണങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണം എന്റെ ഹറാമായത്, എന്റെ ഭക്ഷണത്തിൽ ഹറാമ് തന്ന, എന്നെ ഹറാമ് തീറ്റിക്കാൻ പ്രേരിപ്പിച്ച എന്റെ വാപ്പയായിരുന്നു റബ്ബേ. ഈ വാപ്പാനോട് ജീവിതത്തിൽ ഒരിക്കൽ പോലും അല്ലയോ ഭർത്താവേ എനിക്കും മക്കൾക്കും തിന്നാൻ തരുന്നതിൽ ഹറാമായത് കൊണ്ടുവരരുതേ എന്നൊരു താക്കീത് പോലും കൊടുക്കാത്ത എന്റെ ഉമ്മയും എന്റെ വാപ്പയും എന്റെ ശത്രുക്കളാണ് റബ്ബേ എന്ന് മക്കൾ പറയുന്ന രംഗം പറയും. അല്ലാഹു പറഞ്ഞൊരു വാക്കാണത്, ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന. ആൾക്കാരുടെ വിചാരം മക്കൾ ഫിത്നയാവുക ദുനിയാവിലാണ്. അല്ല, ദുനിയാവില് മാത്രല്ല മക്കൾ ഫിത്നയാവുക. മക്കള് ഫിത്നയാവുക പരലോകത്തും കൂടിയാ. അള്ളാന്റെ മഹ്ശറയിലും മക്കള് ഫിത്നയായി വരും. അവര് റബ്ബിനോട് കണക്ക് പറയും, പരാതി പറയും. സമ്പാദിച്ച സമ്പത്തുകളെ കൊണ്ട് മക്കളെ ഹറാമ് തീറ്റിച്ചതിന്റെ പേരിൽ, അള്ളാന്റെ ദീൻ അറിയിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ ഇന്ന് മുതലുണ്ടാക്കാനുള്ള ഓട്ടത്തിന്റെ ഇടയിലാ പലരും. പടച്ചോൻ തരുന്ന ആദ്യത്തെ ശിക്ഷ എന്താണെന്നറിയാവോ? ആർത്തിക്കാർക്ക്, ആർത്തി പിടിച്ച മനുഷ്യർക്ക് റബ്ബ് ദുനിയാവ് കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താണെന്നറിയോ? സ്വന്തം മുതലിൽ എത്ര ഹക്കും ബാത്തിലും ഉണ്ട് എന്നുള്ള അളവ് നഷ്ടപ്പെടും. സ്വന്തം മുതലിൽ എത്ര ഹക്കും ബാത്തിലുണ്ട് എന്നുള്ള അളവ് നഷ്ടപ്പെടും.
ആ അളവ് അവന് ചിന്തിക്കാൻ പോലും പറ്റാതായി വരും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളെ മുതലിൽ എത്ര ആൾക്കാരെ വേദനിപ്പിച്ചിട്ടും സങ്കടപ്പെടുത്തിയിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെ കള്ളത്തരങ്ങളാ, ഏതൊക്കെ നിലക്കാ. മതം പോലും ഇന്ന് വാണിജ്യ. എനിക്കുണ്ടാക്കാൻ പറ്റും പൈസ. കാരണം മതപ്രസംഗങ്ങൾ പോലും വാണിജ്യത്തിന്റെ മേഖലകളായി മാറിക്കൊണ്ടിരിക്കുകയാ. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു MBA എടുക്കാത്ത ഞാൻ, ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു കച്ചവടത്തിനോ ബിസിനസ് പരമായ ഒരു മീറ്റിംഗിനോ പങ്കെടുക്കാത്ത ഞാൻ, നാളെ കുനിയിലെ ഖുതുബ ഏറ്റെടുത്ത് 6 മാസത്തിന്റെ ഉള്ളിൽ കുനിയിലെ പൈസക്കാരെ ചെന്ന് കണ്ടിട്ട് ഞാൻ പറയാ, നമുക്ക് നല്ലൊരു ബിസിനസ് ഉണ്ട്. വിദേശത്തിൽ നിന്നും പോത്തുകളെ വരുത്തി നാട്ടിൽ വളർത്തി പാലെടുത്ത് വിറ്റാൽ ഇരട്ടിക്കൂലി, അതിന്റെ ചാണകം വിറ്റാൽ വേറെ കൂലി, മാസമായി അതിനെ വിറ്റിട്ട് അല്ലെങ്കിൽ ആണെങ്കിൽ വിറ്റിട്ട് അതിന്റെ മാംസത്തിന്റെ കൂലി, നിങ്ങൾക്ക് ഇത്ര ഞങ്ങൾ മാസം തരും. ഞാനൊരു പോത്തിനെ പോറ്റിക്കോ ജീവിതത്തിൽ? ഇല്ല. ഒരു കറന്നിട്ടുണ്ടോ? ഇല്ല. അവസാനം നാട്ടുകാരെ 10, 15, 20 ലക്ഷം വാങ്ങി ഞാൻ അങ്ങ് തടിച്ചു കൊഴുക്കും. അതിൽ നിന്ന് വാങ്ങിയതിൽ നിന്ന് തിരിച്ച് 4, 5 മാസം കൊടുക്കും. പിന്നീട് ഇത് പൊട്ടിക്കലും നശിപ്പിക്കലും നിന്റെ തന്നെ കാരണമായി മാറും. കാരണം എന്താ? ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. അവസാനം പൊട്ടിച്ചോ ഞാൻ തന്നെ, കിട്ടിയും കൊണ്ട് ഞാൻ മുങ്ങി. കൊടുത്ത ആൾക്കാർ നാട്ടിലെ മൗലവിമാരോട് പറഞ്ഞു, പോയി എന്തേ കൊടുക്കുമ്പോ നിങ്ങൾക്ക് ഈ മൗലവിമാര് നാട്ടിലില്ലായിനോ? കൊടുക്കുമ്പോ നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നിയില്ലേ? അതെന്തേ? ചോദിച്ചിട്ടെങ്ങാനും മൊയ്യാർ അത് ഹറാമാന്ന് പറഞ്ഞാൽ അതിലൊരു ഹക്കും ബാത്തിലും ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മുടങ്ങും. അതുകൊണ്ട് കൊടുക്കുമ്പോ മൊയ്യാമാരോട് ചോദ്യമൊന്നുമില്ല. പോയാ പിന്നെ നാട്ടിലെ സർവ്വ മൊയ്യാർക്കും കുറ്റ, എല്ലാ പ്രാസംഗികന്മാർക്കും കുറ്റ. മണി ചെയിനുകൾ അങ്ങനെയല്ലേ വന്ന്, നെറ്റ് മാർക്കറ്റിംഗുകൾ വന്നില്ലേ? എത്ര മ്യൂച്വൽ ഫണ്ടുകൾ, അതേ രീതിയിലുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗുകൾ. ഓരോരുത്തരും പറയും ഇത് ഹലാല. ആര് പറഞ്ഞു? സൗദി അറേബ്യയിലുള്ള ഏതോ മൂലയിൽ കിടക്കുന്ന ആടിനെ വെക്കുന്ന ഏതോ ഒരു ചങ്ങായി ആൾക്കാർക്ക് വിശ്വാസ. കോഴിക്കോട് ഒരു സാധു പെണ്ണ് എന്നുള്ള കോലത്തിൽ ഒരു പെണ്ണ് വന്നു. ആ പെണ്ണും ജനങ്ങളെ കൂട്ടിയിട്ട് പറഞ്ഞു, ബാങ്ക് പലിശയല്ല, ഇതൊരു നിക്ഷേപം മാത്രമാണ്, ഇത് ഞങ്ങൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും, ആ ബിസിനസ് നിന്ന് ലാഭം കിട്ടുമ്പോൾ നിങ്ങൾക്ക് തരും. പലരോടും ഞാൻ പറഞ്ഞു കൊടുക്കല്ലേ, ഒരു ഖുതുബ പോലും പറഞ്ഞു കൊടുക്കല്ലേ. കാരണം അതെന്ത് ബിസിനസ്സാണ് നിങ്ങൾക്ക് അറിയൂല. അവർ ചെയ്യുന്നത് മൾട്ടി ലെവൽ ബിസിനസ് ആണെങ്കിൽ അവർ നിക്ഷേപിക്കുന്നത് ലോട്ടറിയിലായിരിക്കും, അവർ നിക്ഷേപിക്കുന്നത് സ്വർണ്ണക്കടത്തിലായിരിക്കും, അവർ നിക്ഷേപിക്കുന്നത് മറ്റേതെങ്കിലും ലഹരിയിലായിരിക്കും, കഞ്ചാവിലായിരിക്കും. എന്താണ് കച്ചവടം എന്നറിയാത്ത ഊഹത്തിന്റെ പേരിൽ നിങ്ങൾ കച്ചവടം ചെയ്യല്ലേ. ഊഹക്കച്ചവടം അള്ളാന്റെ ഹബീബ് നിഷേധിച്ചതാ എന്ന് പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു, ഒരു മൊയ്യാർ പറഞ്ഞിട്ടുണ്ട് അത് ഹക്കാൻ. ആ പറഞ്ഞ മൗലവിന്റെ പേര് നോക്കിയപ്പോ കണ്ടത് സിറിയയിൽ കിടക്കുന്ന ഏതോ ഒരുത്തന്റെ പേര് കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, അത് കുഴപ്പമില്ല. അവസാനം 30 കോടി റുപ്യ മുക്കിയിട്ട് പെണ്ണുപോയപ്പം പള്ളിയിൽ വന്ന് മുഖം മുട്ടി നെഞ്ചു കൊരിഞ്ഞ് കരയുന്ന പലരോടും ഞാൻ പറഞ്ഞു, ഇത്രേ ഉള്ളൂ ആർത്തിയ. മുതല് കിട്ടാനുള്ള ആർത്തി, മേലനങ്ങാണ്ട് കിട്ടുന്നതൊന്നും നിലനിൽക്കൂല മനുഷ്യരെ. ആരാന്റെ മനസ്സ് വേദനിപ്പിച്ചതൊന്നും നിൽക്കൂല. ഇന്നെല്ലാ രംഗത്തും അതാ. കുനിയിൽ അങ്ങാടിയിൽ ഒരു കച്ചവടത്തിന് 4 ആള് കൂടി ഷെയർ എടുക്കും. അത്യാവശ്യം കച്ചവടം മന്തിപ്പീടിയ നല്ല നിലക്ക് മന്തി പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കൂടെ പൈസ ഇറക്കിയവനെ ആദ്യം കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ചാമ്പാൻ നോക്കും. 2-3 ആളെ ചാമ്പിയിട്ട് സ്വന്തം വരുതിയിലേക്കാക്കും. എല്ലാ നാട്ടിലും നടക്കുന്നുണ്ടാട്ടോ ഞാനിത് പറയുന്നത്. ഇവിടെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞു പറയിപ്പിച്ചാന്നൊന്നും ആരും ചിന്തിക്കണ്ട. എല്ലാ നാട്ടിലുള്ള സംഭവ. ആൾക്കാരെ കൂട്ടം കൂടി കച്ചവടം ചെയ്യിപ്പിച്ചിട്ട് അത്യാവശ്യം കഴിവുണ്ടാകുന്നുണ്ട്, ലാഭം ഉണ്ടെന്ന് നോക്കിയാൽ ഒരുത്തനെ അങ്ങ് മുക്കിക്കാളുക. കൂട്ടിൽ തന്നോനെ എന്തെങ്കിലും കൂടെ പൈസ ഇറക്കിയോനെ ഓന്റെ കൊടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കി, എന്നിട്ട് അവസാനം നമ്മളെ വരുതിയിലേക്കാക്കി. കൂടെ കൂടിയവൻ അവസാനം ആ പൈസക്ക് പോലും ഗതിയില്ലാണ്ട് പരക്കം പായ. വേറെ ചില മഹാന്മാരുണ്ട്, കൂട്ടം കൂടി നശിച്ചത് കൂടെ കൂടിയവന്റെ പൈസ, നശിക്കാത്തതോ അതിന്റെ പൈസ. ഓന്റെ ഒക്കെ ക്ലിയർ. പൈസ ഇറക്കിയോന്റെ പോയതാ, ഇറക്കിയോന്റത് പോയതാ. ഇങ്ങനെ പല നിലക്കും മുതലുണ്ടാക്കി കുടുംബം നോക്കുന്നതിനേക്കാൾ നല്ലത് പട്ടിണി കിടക്കുന്നതാ. ആരാന്റെ കഫം കൊണ്ട് കുടുംബം നോക്കുന്നതിനേക്കാളും നല്ലത്, മറ്റൊരുത്തന്റെ വേർപ്പ് കൊണ്ട് കുടുംബം പോറ്റുന്നതിനേക്കാളും നല്ലത് പട്ടിണി കിടക്കുന്നതാണ് പഠിപ്പിച്ച മതമായ ഇസ്ലാം. അതാ ഇസ്ലാമിന്റെ മൂല്യം. അള്ളാഹുവിന്റെ ഹബീബ് ഒന്ന് മുഖം വെച്ചിരുന്നെങ്കിൽ, ഒന്ന് മനസ്സ് താഴ്ത്തിയിരുന്നെങ്കിൽ കോടിക്കണക്കിന് സ്വത്തുക്കൾ അള്ളാന്റെ റസൂലിനുണ്ടാവും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ടാവൂലേ? ജീവിച്ചിരിക്കുന്ന കാലത്ത് കോടീശ്വരനായിട്ടും മരിക്കാൻ നേരത്ത് പട്ടിണി കിടക്കുന്ന ഈ സഹാബത്തിനൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാ ഒരിക്കൽ പൂർണ്ണ ഗർഭിണിയായ ഫാത്തിമ ബീവി റസൂലുള്ളാഹിന്റെ അരികിൽ വന്ന് ചോദിച്ചു, റസൂലേ പാപ്പാ ഗർഭപൂതിയാണോ എന്നറിയൂല. ഫാത്തിമ ബീവി ചോദിച്ചു, പാപ്പേ ഒരു കാരക്കിൻ കെടുത്തിരി ബൈത്തുൽ മാലിന്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോളെ ഫാത്തിമ അതെന്റെ വാപ്പന്റെ മുതലല്ല, അത് ബൈത്തുൽ മാലാ മോളെ, അത് ബൈത്തുൽ മാല. ഇന്ന് എല്ലാ രംഗത്തും അങ്ങനെയാ. യതീം മക്കളെ സമ്പത്ത് മോഷ്ടിക്കുന്നവരില്ലേ, അനന്തര സ്വത്തിൽ കള്ളത്തരം കാണിക്കുന്നവരില്ലേ,
മരിച്ചോയ മക്കളുടെ ഏട്ടന്റെ അനിയന്റെ സ്വത്തുക്കൾ ഇല്ലാത്ത പ്രമാണങ്ങൾ ഉണ്ടാക്കി വിരലടയാളം മാനെ കൊണ്ട് അബോധാവസ്ഥയിൽ ചെയ്യിച്ചവരില്ലേ? ഏട്ടന് കിട്ടേണ്ട സ്വത്തുക്കൾ തട്ടിയെടുത്തവരില്ലേ? അനിയനെയും പെങ്ങളെയും ചതിച്ചവരില്ലേ? കണ്ണായ റോഡിന്റെ വക്കില് ആൾക്കാരെ സ്വാധീനിച്ച്, അതല്ലെങ്കിൽ ഏതെങ്കിലും മധ്യസ്ഥന്മാരെ സ്വാധീനിച്ച് അവനാന്റെ പരിധിയിൽ എഴുതി വെച്ചവരില്ലേ? അതിരിട്ട് കല്ല് കെട്ടുമ്പം അടിഭാഗത്ത് നിന്ന് പുറത്തേക്ക് അല്പം തള്ളിച്ചു കെട്ടി ഒരു സെന്റെങ്കിലും വേണ്ട, ഒരു തരി മണ്ണെങ്കിലും അവനാന്റേതാക്കിയവരില്ലേ? ഇതൊക്കെ ആൾക്കാർ പറയുന്നത് നിന്റെ തന്ത്രം കൊണ്ട് ആയിക്കോട്ടെ. ദുനിയാവിൽ ആ തന്ത്രവും പവറും ഒക്കെ ഉണ്ടാവും. 6 അടി മണ്ണിൽ അതുണ്ടാവില്ല. അന്ന് തന്ത്രവുമില്ല, കൂടന്നോനുമില്ല, എനിക്ക് വേണ്ടി സംസാരിച്ചോനുമില്ല, കള്ളപ്രമാണം ഉണ്ടാക്കിയോനുമില്ല, അബോധാവസ്ഥയിൽ ഉമ്മനെ കൊണ്ട് ഒപ്പിടിച്ചോനുമില്ല, അല്ലെങ്കിൽ മൂത്തോന്റെ ഹൂക്കൊണ്ടും ബലം കൊണ്ടും അനിയന്മാരെ പറ്റിച്ചതിന്റെ ബലവും ഉണ്ടാവില്ല. അന്നെല്ലാ ബലവും പടച്ചോന്റെ അടുത്തായിരിക്കും. അതുകൊണ്ടാണ് മുത്തു ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞതും, അപ്പാരേ ഉമ്മാരേ, നിങ്ങൾ എത്ര നല്ല ഇബാദത്തുകൾ ചെയ്താലും മരിക്കുന്നതിന് മുൻപ് അനന്തര സ്വത്തിൽ നിങ്ങൾ ഒരു കള്ളത്തരം ചെയ്താൽ വഹുവ ഫിന്നാർ, അവര് നരകത്തിലായിരിക്കും. സൂക്ഷിക്കണം. പലരും കള്ള ഒപ്പിട്ടിട്ടും അല്ലാണ്ടും ഒക്കെ വരുതിയിലാക്കുന്നുണ്ട്. ചില മക്കളോട് ഒരു പ്രത്യേക താല്പര്യം, അതുകൊണ്ട് ഓന് കുറച്ച് കൂടുതൽ എഴുതി വെക്കുക. സമ്പത്തുകൾ ഏതെങ്കിലും ഒരു മക്കൾക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഉലമാക്കൾ പറഞ്ഞു എല്ലാ മക്കളെയും വിളിച്ചുകൂട്ടിയിട്ടേ പറയാവൂ. ഇപ്പതില്ല. ഇന്ന് ഓരോരുത്തരും ആളറിയാണ്ട് മറ്റുള്ളവരെ കേൾപ്പിക്കാതെ അവസാനം വീതം വെക്കുമ്പോഴാ പറയാ, അതെ അത് മൂത്തോന്റെ പേരിലുള്ളതാ. അടിയന്മാർ അറിയും, ഞങ്ങൾ അറിഞ്ഞില്ല. ആ ഉമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ട്. രേഖ ഉണ്ടോ? രേഖ ഒന്നുമില്ല, അമ്മ സക്കറാത്ത് കിടക്കുമ്പോ പറഞ്ഞതാ. ഇത്രേ ഉള്ളൂ. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിക്കുന്നവര് ഹക്കായ മുതൽ അങ്ങ് കൊടുത്തേക്കണം. ഹക്കായ മുതലേ അങ്ങ് കൊടുത്തേക്കണം. തൃപ്തില്ലാണ്ട് ഒരു ഉറുപ്പ്യ കൈമലുണ്ടെങ്കിൽ ആ ഒന്നല്ല അല്ല കൊണ്ടുപോവുക, 100 പടച്ചം കൊണ്ടുപോയിക്കാളും. അത് നമ്മൾ പേടിക്കണ്ടേ? ഹക്കല്ലാത്ത ഒരു ഉറുപ്പ്യ കൈമലുണ്ടെങ്കിൽ ആ 1 ഉറുപ്പ്യ അല്ല അല്ല കൊണ്ടുപോവുക. ഉള്ള ഹലാലുള്ളതും കൂടി പടച്ചം കൊണ്ടുപോയിക്കാളും. എന്നിട്ട് അള്ളാഹു നിന്നെ അറിയിക്കും ദാരിദ്ര്യത്തിന്റെ സങ്കടം, അപമാനം, പൈസന്റെ വില. മുതലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പ, പക്ഷെ ആ മുതൽ എങ്ങനെ വന്നൂന്നും അതെങ്ങനെ ചെലവാക്കിയെന്നും റബ്ബിനോട് പറയേണ്ട ഒരു അവസ്ഥ വരാനുണ്ട്. അന്ന് റബ്ബിനോട് പറയേണ്ടി വരും ഓരോ ഉറുപ്പ്യനെ പറ്റിയും. അതുകൊണ്ടാ ഹബീബായ നബി തങ്ങൾ പറഞ്ഞതും, പണക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന്റെ 40 കൊല്ലം മുൻപ് പാവപ്പെട്ടവൻ സ്വർഗത്ത് പ്രവേശിക്കും. കാരണം എന്താ? അവനത്രേ പറയാനുണ്ടാവും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ട്. എന്താ വിഷയം എന്ന് ചോദിച്ചാൽ, മരിച്ച വാപ്പ 4 മക്കൾക്കും വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞാനൊക്കെ ആലോചിച്ച് നോക്കുക, അൽഹംദുലില്ലാ, വാപ്പാന്റെ ഒക്കെ ഒരു പുണ്യം. 4 മക്കൾക്കും 2 പെണ്ണും 2 ആണും എല്ലാവർക്കും വീടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവസാനം മരിച്ച വാപ്പാന്റെ പേരില് ഒരു വലിയ പ്രോപ്പർട്ടി ഉണ്ട്. അതിന്റെ പേരിൽ മക്കൾ തമ്മിൽ തുടങ്ങി. ഞാനടക്കം 8 മധ്യസ്ഥിരുന്നു, തീരുന്നില്ല. കൊലയാട്ട് വിളിയും തെറിവിളിയും, പല നിലക്കും അടിയും പിടിയും പ്രശ്നങ്ങളുമായി. രാത്രി 2 മണിക്കൊക്കെ മധ്യസ്ഥം കഴിഞ്ഞ് ഒന്നും എത്താതെ തിരിച്ചു പോരുമ്പോൾ ഞാൻ എന്റെ വാപ്പാനെ മനസ്സിലാലോചിച്ചിട്ട് പറയും, സുബ്ഹാനല്ലാ, എന്തൊരു നല്ല മനുഷ്യൻ, ആകെ 15 സെന്റേ ഉള്ളൂ, യാതൊരു പ്രശ്നവുമില്ല. ഈ മുതലിന്റെ പേരിലുള്ള ആർത്തി മനുഷ്യന് തീരുന്നില്ല. അള്ളാഹു പറഞ്ഞ മാതിരി ഖബറിൽ എത്തുന്നവരെ, ഈ പറഞ്ഞതിന്റെ അർത്ഥം പടച്ചോൻ തന്നതൊക്കെ മോശമായി പോയി എന്നല്ലോ. നല്ലുള്ളവരും നല്ല നിലക്ക് കൊടുക്കുന്നവരും ഉണ്ട്. സമ്പത്ത് നല്ല നിലക്ക് വാങ്ങുന്നവരും ഉണ്ടാക്കുന്നവരും നല്ല നിലക്ക് കൊടുക്കുന്നവരുണ്ട്. ഞാനൊക്കെ പറയാറുണ്ട്, വിദേശത്ത് പോകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും കുനിയുന്ന ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു മൊയ്യാരെ ഗൾഫിക്ക് പറഞ്ഞയച്ച് അവിടെ പൊന്നോക്കി അറിയാം, ഇവിടെ ഉള്ളതിനെക്കാട്ടിലും മനുഷ്യന്മാർ പിരിവിന് അവിടെ ഉണ്ട്. എല്ലാരും കാണുന്ന ഒരേ മനുഷ്യന്മാരെയാ. അവരൊക്കെ എങ്ങനെ സമ്പാദിച്ചതിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത് കൊണ്ട് ആ നാട്ടിൽ മദ്രസയും പള്ളിയൊക്കെ പൊന്തിക്കൊണ്ടിരിക്കുന്നത്. ഹക്കായ നിലക്ക് സമ്പാദിക്കുകയും ഹക്കായ നിലക്ക് കൊടുക്കുകയും ചെയ്യുന്നവര്. എന്നാൽ നമ്മളെ മനസ്സിലുള്ള എന്താന്ന് ചോദിച്ചാൽ, എന്റെ മുതലാ, ഒരാൾക്ക് കൊടുക്കൂല. എന്തെങ്കിലും നാട്ടിലുള്ള പള്ളിയിലെ മൂത്രപ്പുരയിൽ പാട്ട പൊട്ടിയ കണ്ടാൽ അടുത്ത ജനറൽ ബോഡിക്ക് പാട്ട വൃത്തിയില്ല, എനിക്കൊരു 2 പാട്ട വാങ്ങിച്ചൂടെ, 2 കൂടി 20 ഉറുപ്പികയല്ലേ വരും? അല്ല, അത് കമ്മിറ്റിക്കാരൻ ചെയ്യണം. ഈ നിലക്കുള്ള കാര്യങ്ങളാ പല സമൂഹത്തിലും കുറ്റല്ലട്ടോ. ഈ നിലക്കാണ് പലരും സമ്പത്തിന്റെ വിഷയത്തില് അള്ളാന്റെ മാർഗത്തിൽ ഈ ദുനിയാവെന്നൊക്കെ തിരിച്ചു പോകുമ്പോ എന്തുണ്ട് കൊടുക്കാനെന്ന് ചോദിച്ചാ വട്ടപൂജയാ. നമുക്ക് കുറെ മുതലുണ്ട് എന്നല്ലാണ്ട് പടച്ചോന് കൊടുത്തൊക്കെ വട്ടപൂജയാ. അതുകൊണ്ട് സമ്പത്തുകളിൽ ഇസ്ലാമിന്റെ മൂല്യം ഉണ്ടാവും. കഴിഞ്ഞ കൊല്ലം 2 വർഷങ്ങൾക്ക് മുൻപ് പ്രളയം വന്നപ്പോ അന്ന് മഹാപ്രളയത്തിൽപ്പെട്ട് പലരും ബേജാറായി. അന്ന് തെക്കൻ കേരളത്തിൽ പ്രളയം കൊണ്ടുപോയ ഒരു ആദിവാസി കോളനിയിലേക്ക് 80 പൊതിച്ചോറായിട്ട് ഒരു മുഹമ്മദ് റഹീം എന്ന തഹസിൽദാർ കയറി ചെന്നു.
74 ചോറുകളും വിതരണം ചെയ്ത് അദ്ദേഹം ബാക്കി ചോറ് കഴിച്ച് തിരിച്ചിറങ്ങുമ്പോ പറഞ്ഞു അവിടെ ഉള്ളവര് ഒരു ചോറ് നിങ്ങളും കഴിച്ചോളി തഹസിൽദാരെ. അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോളൂ. രാഷ്ട്രീയക്കാർ ഒന്നടങ്കം പറഞ്ഞു നിങ്ങൾ കഴിച്ചോളൂ. അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ട, കാരണം അതെനിക്ക് ഹലാലല്ല. എനിക്ക് എന്റെ പോരക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഉയർന്ന പ്രദേശത്ത് നല്ല സുഖത്തിലാണ് എന്റെ വീട് ഇപ്പോഴുള്ളത്. എനിക്ക് അത്രയും ശമ്പളം കിട്ടുന്ന ഒരു ജോലിയുണ്ട്. ഇതിൽ നിന്ന് ഞാൻ കഴിച്ചാ അതെനിക്ക് ദഹിക്കൂല. അതെനിക്ക് ദഹിക്കൂല എന്ന് പറഞ്ഞാലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി മനുഷ്യരെ. അത് തിന്നിട്ടൊരു രക്തം ശരീരത്തിൽ ഉണ്ടായാൽ ആ ശരീരത്തിൽ നിന്ന് ആ രക്തം പിന്നെ പോണില്ല. ആ രക്തമുള്ള ശരീരം പടച്ചോന്റെ സ്വർഗം കാണൂല, അള്ളാന്റെ സ്വർഗം കാണൂല. എത്ര വലിയ വാക്കാണത് എന്നറിയോ? അതുകൊണ്ടാ സഹാബാക്കൾ പട്ടിണി കിടന്നത്. അതുകൊണ്ട് അവർ കണ്ണും പൂട്ടി സുബഹി നിസ്കരിച്ച് ഈത്തപ്പഴം വീണ് കിടക്കുന്നതിന്റെ ഉള്ളിൽ കൂടെ കാലിൽ ഈത്തപ്പഴം ചവിട്ടാതെ കണ്ണും പൂട്ടി അവർ നടന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ആളെ കാണിക്കാനല്ല, അഭിനയ ജീവിതമല്ല. പടച്ചോന്റെ അടുത്തേക്ക് പോകുമ്പോൾ ശരീരത്തിൽ ഒരു തുള്ളി രക്തം ഹറാം ഉണ്ടാവരുത് എന്നുള്ള പേടിയുണ്ടാകും. അതൊരു മുസ്ലിമിന്റെ മൂല്യ, ശ്രേഷ്ഠമായ മൂല്യ, ഉന്നത മൂല്യാണത്, ഒരു മുസൽമാന്റെ മൂല്യം. ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഏത് രംഗത്ത് ഇടപെടുമ്പോഴും. പടച്ചോനെ, ഞാൻ എന്റെ സമ്പത്തിലേക്ക് അങ്ങനെ ഒരു ഹറാം കയറിക്കൂടരുതേ. ഇതോടൊപ്പം സ്വഭാവത്തിന്റെ മൂല്യങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയില്ലേ? ഈ ലോകത്തൊരു മുസൽമാന്റെ ഏറ്റവും നല്ല സ്വഭാവം എന്താ? നെറ്റിത്തടത്തിലെ നിസ്കാരത്തായമ്പം നെരിയാണിക്ക് മേലുള്ള പാന്റും ഉടുക്കുന്ന സലഫി പർദ്ദയല്ല. ഒരാളെയും ഉപദ്രവിക്കാത്തൊരു മനസ്സുണ്ടാവല, ഒരാളെ മനസ്സും വേദനിപ്പിക്കാത്ത സ്വഭാവത്തിന്റെ ഉടമകളാവല. പരദൂഷണ ഇന്ന് മനുഷ്യന് എന്തൊക്കെ കഥകളാ മനുഷ്യരെ. രാഷ്ട്രീയക്കാരന്റെ നെറികേടുകൾ, പെണ്ണ് കേസുകൾ. ഒരുപാട് കാലം ഒരു രാഷ്ട്രീയക്കാരന്റെ പെണ്ണിനെയും കൊണ്ടുവച്ച് നടന്നില്ലേ? അവസാനം കോടതി നിരുപരാധികം വിട്ടയക്കപ്പെടുകയും ആ മനുഷ്യൻ മണ്ണിന്റെ അടിയിലേക്ക് സൂക്കേട് ബാധിച്ചു പോവുകയും ചെയ്തു. പക്ഷേ അന്ന് ആ മനുഷ്യനെ പൊതുജന മധ്യത്തിലിട്ട് പെണ്ണിന്റെ പേരും കൂട്ടിപ്പിടിച്ച് പല ആംഗ്യവിജ്ഞങ്ങളും പറഞ്ഞു പ്രചരിപ്പിച്ചിട്ടില്ലേ? കുതമയുദ്ധനമെന്നും അല്ലെങ്കിൽ കൈകൊണ്ട് ക്രിയകളെന്നും നടത്തിയ ഒരു വാർദ്ധക്യത്തിലുള്ള മനുഷ്യനെ കുടുംബത്തിന്റെ മുമ്പിൽ അപമാനിച്ചിട്ടില്ലേ? രാഷ്ട്രീയത്തിന്റെ പേരിൽ തീർന്നിട്ടുണ്ടോ? ഇപ്പോഴും വന്നിലെ സരിതകളും സ്വപ്നമാരും, ഇപ്പോഴും വന്നിലെ പല പെണ്ണ് കേസുകളും. ഒരാണിനെ തളർത്താൻ പെണ്ണിന്റെ കേസേ പറ്റൂ എന്ന് ചിന്തിച്ചെടുത്ത് രാഷ്ട്രീയവും മതവും അങ്ങേയറ്റം മലിനമായപ്പോ എത്ര കഥകളാണ് നമ്മൾ മെനഞ്ഞുണ്ടാക്കിയത്, എത്ര പച്ചയിറച്ചിയാ നമ്മൾ തിന്നത്. യാതൊരു മടിയുമില്ല. ഇന്ന് രാഷ്ട്രീയക്കാരൻ്റെതാണെങ്കിലും കുടുംബക്കാരൻ്റെതാണെങ്കിലും പച്ചയിറച്ചി തിന്നാൻ വലിയ മുഹബത്താ. അതെവിടെ ഇരുന്നിട്ടും തിന്നും, അതെവിടെ ഇരുന്നിട്ടും ആസ്വദിക്കും. അതുകൊണ്ട് ആ സോഷ്യൽ മീഡിയകളൊക്കെ ഇപ്പം ഇറച്ചി തിന്നാനുള്ളതാണ്, ആ സമ്പാദിക്കാനുള്ളതാണ്. ചിന്തിച്ചു നോക്കി മനുഷ്യരെ, ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞു പോയത് പിന്നെ പൊരുത്തപ്പെടിക്കലുണ്ടോ? ഉണ്ടോ? ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് വെച്ച് ഒരു വാഹനം ഇറങ്ങുന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു സൈനികനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാരണം അതേ വാഹനത്തിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് അതേ തീവണ്ടി ഇറങ്ങിയ പെണ്ണ് പുറത്തേക്ക് പൂസായി ഇറങ്ങിയപ്പം പോലീസുകാരും ഭർത്താവും ചോദിച്ചു എന്തു പറ്റി? ഉടനെ ഓള് പറഞ്ഞ് അയാൾ എന്നെ മദ്യം നൽകി പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു. കിട്ടിയ രസം നാടൊട്ടുകൂടി. പത്രക്കാരേറ്റെടുത്തു, മാമാ മഞ്ഞങ്ങൾ മുഴുവനും ആസ്വദിച്ചു. തീന്മേശകളിലിരുന്ന് നമ്മളെ 6 മണി മുതൽ 8-9 മണി വരെ സർവ്വ ഫസാദുകളും തലച്ചോറിലേക്ക് കുത്തിവെക്കുന്ന സർവ്വ മാമാ മീഡിയകളും നമ്മളെ ഡൈനിങ് ഹാളിൽ കറങ്ങി നിരങ്ങി. റെയിൽവേ സ്റ്റേഷനിലേക്ക് കുടിച്ച് പൂസായ പെണ്ണ് കയറി വന്നപ്പം അത് ചോദ്യം ചെയ്യാൻ ആരുമില്ലാതായി. 13 ദിവസം ആ സൈനികന്റെ കുടുംബം കണ്ണീര് കുടിച്ചു. ഒരമ്മ, ഒരച്ഛൻ, 2 മക്കള്, പറക്കമുറ്റാത്ത 2 മക്കള്, ഒരു ഭാര്യ. ആത്മഹത്യയുടെ വക്കിൽ ആ ചെറുപ്പക്കാരനെത്തി. സർവ്വ കോടതികളിലും ഹാജരാക്കി, സർവ്വ മീഡിയകളും മുഖം കാണിക്കപ്പെട്ടു. സർവ്വ പേരും പല തെളിവുകളുമായി പിന്നാലെ കൂടി. 13 ദിവസങ്ങൾക്ക് ശേഷം വൈദ്യപരിശോധന നടത്തിയപ്പം പെണ്ണിന്റെ ശരീരത്തിലെ ഒരു രോമം തൊട്ടിട്ടില്ല. അവസാനം പെണ്ണ് പറഞ്ഞു, കള്ളുകുടിയേശ അധികമായി പോയപ്പം പെട്ടെന്ന് ഭർത്താവിനെ മുന്നിൽ കണ്ടപ്പോൾ രക്ഷപ്പെടാൻ പറഞ്ഞു. ഏതാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പല വാളിലുണ്ടാവും അത്. ഇന്നതാ സദാചാരം എന്ന് പറഞ്ഞാൽ തന്നെ അസൂയ. കുനിയിലൊരു സദാചാര പോലീസുകാർ 10 ആളുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഞങ്ങൾ പോലത്തെ ആണുങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പം ഒരു പൊറമ്പണിക്കാരൻ ഇവിടെ വരണ്ടാന്നുള്ള സദാചാര ബോധം. അവിടെ തീരുവോ? അതെല്ലാം വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലൈക്കും ഷെയറും വാങ്ങും. അള്ളാഹു കൊടുക്കുന്നില്ലേ മനുഷ്യരെ മാറാനുള്ള അവസരം? അള്ളാഹു നൽകുന്നില്ലേ മാറാനുള്ള അവസരം? ഇക്കണ്ട ഞാനും നിങ്ങളും ഒക്കെ ചെയ്ത ഓരോ തോന്നിയാസങ്ങളും അല്ലെങ്കിൽ ചെയ്തു പോയ അബദ്ധങ്ങളും പടച്ച റബ്ബെങ്ങാനും പരസ്യമാക്കിയിരുന്നെങ്കിലുണ്ടല്ലോ ഒരൊറ്റൊരുത്തൻ ഇവിടെ ഉണ്ടാവില്ല. എന്നിട്ടും അത് മൂടി വെച്ച് പടച്ചോ നമ്മളെ കാക്കുന്നത് എന്തിനാണെന്നറിയോ? അള്ളാഹുവിനറിയാം ഒരു പക്ഷേ നാളെ നമ്മളതൊക്കെ തിരുത്തുന്നു. പക്ഷെ പടച്ചോൻ പൊറുക്കാലും പടപ്പുട് പൊറുക്കുന്നില്ല.
ഓല് കൊല്ലും, ആത്മഹത്യ ചെയ്യിപ്പിക്കും. അതുകൊണ്ടാണല്ലോ എന്ത് കിട്ടിയാലും നമ്മൾ ഓനെ നശിപ്പിക്കാൻ റെഡിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ആരെങ്കിലും മറ്റൊരുത്തന്റെ ഔറാത്തുകളും അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഔറാത്തുകൾ അള്ളാഹു അവന്റെ വീട്ടിൽ വെച്ച് പിടികൂടും എന്ന് പറഞ്ഞാൽ, നമ്മൾ വേറൊരുത്തന്റെ രഹസ്യങ്ങൾ ഇങ്ങനെ പരസ്യമാക്കാനും മറ്റൊരുത്തനോട് പറയാനും മെനക്കെട്ടാൽ നമ്മളെ രഹസ്യം പടച്ചോൻ സ്വന്തം വീട്ടിൽ വെച്ച് പിടികൂടി അപമാനിക്കും. സഹാബാക്കളോട് ചോദിച്ചു, റസൂലേ, അത്തരക്കാരോട് എന്തിനാ അള്ളാഹുവിന് ഇത്ര ദേഷ്യം? റസൂലുള്ള തിരിച്ചു പറഞ്ഞു, റബ്ബ് കാരുണ്യം കാണിച്ചിട്ടും അടിമകൾക്ക് അതിൽ കാണിക്കാൻ പറ്റുന്നില്ലേ? അവൻ റബ്ബിന്റെ മുൻപിൽ എത്രയോ പാപിയാ. ചിലർക്കൊക്കെ ചിലത് പറ്റിപ്പോകുന്നതാ, സംഭവിച്ചു പോകുന്നതാ. ഓന് തിരുത്താനും പടച്ചോനോട് ഖേദിച്ചു മടങ്ങിയാലും അതവിടെ കഴിയും. പക്ഷെ അതിങ്ങനെ പറഞ്ഞു നടക്കുകയും ചെയ്യുമ്പോൾ, ഞാൻ പറയാറുണ്ട്, നാട്ടില് വർഷങ്ങൾക്ക് മുൻപ് തറവാട്ടിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായ ഒരു കഥ ഉണ്ട്. ഇപ്പോഴും ആൾക്കാർ ആ തറവാട്ടിലെ 4ാം തലമുറനെ കണ്ടാലും പറയും, പണ്ടത്തെ ആ മൂപ്പര മോന്റെ മോനാ അത്. ആ പറഞ്ഞുണ്ടാക്കിയവനൊക്കെ കബറിന്റെ അടിയിൽ പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആ കുടുംബം ആ ഒരു ആരോപണത്തിന്റെ മുൾമനയിലുണ്ടെങ്കിൽ പറഞ്ഞുണ്ടാക്കിയവര് കബറിലേക്ക് പോയാലും സ്വൈര്യം കിട്ടൂല. വരും കബറിലേക്ക് അതിന്റെ പാപം, വരും കബറിലേക്ക് അതിന്റെ പാപം. മരിച്ചു കഴിഞ്ഞാലും കബറിലേക്ക് പോരുന്ന ഒരു പാപാണത്. ദുനിയാവിൽ നമ്മൾ പറഞ്ഞുണ്ടാക്കിയതും വേദനിപ്പിച്ചതും കുത്തുവാക്കൊക്കെ കൊണ്ട് എത്ര മനസ്സ് വേദനിച്ചവരുണ്ടെന്നറിയോ? നമുക്കതൊരു ജയായിരിക്കും. ഞാനതങ്ങ് പറഞ്ഞപ്പോ പിന്നെ അതിന്റെ മുഖം മാറിയ കാണാൻ നല്ല രസായിരുന്നു എന്ന് പറയാൻ രസാ. അതുകൊണ്ട് മുറിഞ്ഞൊരു മനസ്സിനൊരു ഓയിൽമെന്റും ഇല്ല, ഒരു മരുന്നുമില്ല. ആ വേദനയും വെപ്രാളവും മരിക്കുന്നവരെ തൊണ്ടക്കുഴിന്ന് തികട്ടുന്നുണ്ടെങ്കിലേ നാളെ കബറിലേക്ക് ചെന്നാലും പടച്ചോന കുറ്റം നമുക്ക് പിന്നാലാക്കി തരുന്ന. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഒരു മുസ്ലിമിന്റെ മൂല്യം എന്ന് പറഞ്ഞാൽ അവന്റെ നല്ല സ്വഭാവ, അവന്റെ പെരുമാറ്റ, അവന്റെ ഇടപെടലുകളാണ്. എല്ലാ രംഗത്തും ഞാൻ അവസാനിപ്പിക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ശ്രേഷ്ഠമായൊരു സമൂഹ നമ്മൾ ആർക്കും ചൂണ്ടിക്കാണിച്ചിട്ട് ഞാനൊരു മുസ്ലിമാണെന്ന് നെഞ്ചു വിരിച്ച് പറയാൻ പറ്റുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഉടമകൾ. പക്ഷെ നമുക്ക് ആ ഇസ്സത്ത് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ആ മൂല്യങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ഈ പോക്ക് അപകടത്തിലേക്കാ. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ എന്റെ ലോകത്തിന് അവസാനം സംഭവിക്കുമ്പോ എന്റെ ഉമ്മത്തിലേക്ക് ഒരു ജനത കടന്നു വരും. എന്തേ? അവരുടെ അടയാളം മലവെള്ളപ്പാച്ചിലെ ചണ്ടികളെ പോലെ അവർ തങ്ങിയും തടഞ്ഞും നിലവാരമില്ലാതെ ജീവിക്കും. ആ ജനതയാണോ ഞാനും നിങ്ങളും എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആ തിരിച്ചറിവോടുകൂടി യാത്ര റബ്ബിന്റെ മുൻപിൽ അവസാനിപ്പിക്കുമ്പോൾ ആ റബ്ബിനെ തൃപ്തിപ്പെടുത്തി മടങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് കഫാ ബിൽ മൗതി വാഇല, മരണമാ മരണമാ മരണമാ. ആ മരണം നമ്മളെ വന്നെത്തി കൊണ്ടുപോകുമ്പോ ഈ ലോകത്ത് നമ്മൾ ഇല്ലെങ്കിൽ ഈ ലോകത്തിനൊരു ചുക്കും സംഭവിക്കാനില്ല, ഒരു ചുക്കും സംഭവിക്കാനില്ല. ളുഹർ നിസ്കാരത്തിന് കാരക്കുന്നത്തെ പള്ളിയിലുള്ള ഒരു മനുഷ്യൻ മഗ്‌രിബ് നിസ്കാരത്തിന് കബറിന്റെ ഉള്ളിലാണ്. എത്ര എളുപ്പാ നിങ്ങൾ ജീവൻ തീർന്നതെന്ന് നോക്കി, എത്ര പെട്ടെന്ന് അവസാനിച്ചത്. ആ മരണം നിങ്ങളെ കൊണ്ടുപോകാൻ അള്ളാഹു പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാഹു നിശ്ചയിച്ച മലക്കുൽ മൗത്ത് എന്റെയും നിങ്ങളുടെയും ആത്മാവിനെ ലക്ഷ്യം വെച്ച് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവര് നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ നിശ്ചയിക്കപ്പെട്ട ആ നിമിഷങ്ങളിൽ ഒന്നുപോലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ആ നിശ്ചയിക്കപ്പെട്ട സമയം, നിശ്ചയിക്കപ്പെട്ട സ്ഥലം അള്ളാഹു നമ്മളെ കൊണ്ടുപോകും. ആ രംഗത്തെ പോലും അള്ളാഹു വിശദീകരിച്ചിട്ടില്ലേ? നബിയേ, ആ മരണത്തിന്റെ സമയത്തെങ്ങാനും ആത്മാക്കൾ കാണിക്കുന്ന വെപ്രാളം താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ, രണ്ട് കരങ്ങളും നീട്ടി അള്ളാഹുവിന്റെ മാലാകമാര് ആ ആത്മാവിന്റെ നേരെ ഗർജിക്കുമ്പം ആ ആത്മാവ് ശരീരത്തിന്റെ ഉൾഭാഗത്തേക്ക് വലിയുന്ന ആത്മാവിനെ പിടിച്ചെടുക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് ആത്മാവിനെ പിടികൂടുമ്പം അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, കണങ്കാലികൾ കുട്ടിപ്പണയും, പ്രാണവേദന കൊണ്ട് പടയും, കൂട്ടം തെറ്റിപ്പോയവരെ പോലെ വെപ്രാളപ്പെട്ട് കരയുമ്പം അള്ളാഹു അവനോട് പറയും, ആരുണ്ടോ നിന്നെ സഹായിക്കാൻ? നീ ഉണ്ടെന്ന് അഭിമാനിച്ച നിന്റെ പണബലം എവിടെ? നിന്റെ കൂട്ടുകാരെവിടെ? നിന്റെ മക്കളെവിടെ? നിന്റെ അധികാരം എവിടെ? നിന്റെ സൗന്ദര്യം
സൗന്ദര്യം എവിടെ? നിന്റെ പവതിയും പവനും എവിടെ? ആരെയും വിളിച്ചോ, ഞാൻ കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, കൊണ്ടുപോകും. മടക്കം റബ്ബിലേക്കാണെങ്കിൽ ആ പിടുത്തം റബ്ബ് പിടിക്കുക തന്നെ ചെയ്യുമെങ്കിൽ ആ റബ്ബിന്റെ അരികിലേക്കുള്ള യാത്ര ഈ ലോകത്ത് നിന്നും ഏത് സെക്കൻഡും പ്രതീക്ഷിക്കുന്നവനാണ് വിശ്വാസി. അതുകൊണ്ട് ആ മദീന പള്ളിയിൽ ഏതൊരു പ്രസംഗത്തിനെ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്തും തന്റെ ഉമ്മത്തിനെ നോക്കി തിരുദൂതൻ പറയും, കഫാ ബിൽ മൗതി വാഇദാ അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്. സർവ്വ ആസ്വാദനങ്ങളും നിലപ്പിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ഓർക്കണേ ഉമ്മത്തെ, ഓർക്കണേ ഉമ്മത്തെ. അല്ലാഹുവിന്റെ അരികിലേക്കുള്ള ഒരു യാത്ര, അത്രേ ഉള്ളൂ ജീവിതം എന്ന് കരുതണം. ആ റബ്ബ് തന്നൊരു ജീവിതമാണ് കയ്യിലുള്ളതെങ്കിൽ പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും മുൻപോട്ട് പോകണം. അള്ളാഹുവിന് ഇഷ്ടം ചേർന്ന് നിൽക്കുന്നവരെയാ, അല്ലേ? ഏതൊരു ബന്ധങ്ങളും കൂട്ടിയോജിപ്പിക്കാൻ പടച്ചോന്റെ തൗഫീക്ക് വേണം. നമ്മൾ തീരുമാനിച്ചാ പോരാ, റബ്ബിന്റെ തൗഫീക്ക് വേണം. അതുകൊണ്ട് ആ 14 കൊല്ലം വിഭജിച്ചിട്ടും ഇന്ന് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അതെന്റെ റബ്ബിന്റെ ഇസ്സത്താ, അതെന്റെ റബ്ബിന്റെ ഏറ്റവും വലിയ അനുഗ്രഹ. കാരണം റബ്ബിനറിയാം ഒരു ഈർക്കിലി എടുത്താൽ ഒരാൾക്ക് പൊട്ടിക്കാൻ പറ്റും. ഈ നാട്ടിൽ ഫാസിസം വളർന്നുകൊണ്ടിരിക്കുകയാ, ഈ നാട്ടിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ കൂടിക്കൊണ്ടിരിക്കുകയാ. മുസൽമാന്റെ താടി ഭീകരതയുടെ താടിയായി, മുസൽമാന്റെ തലപ്പാവ് തീവ്രവാദത്തിന്റെ തലപ്പാവായി, മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന ശിരോവസ്ത്രം പോലും വർഗീയതയുടെ അടയാളങ്ങളാക്കി മാറ്റപ്പെട്ടു. ഏതൊരു പ്രശ്നത്തിന്റെ പിന്നിലും ഒരു മൃഗത്തെ പീഡിപ്പിച്ചാൽ പോലും ഒരു മുസൽമാന്റെ പേര് തിരയുന്ന മീഡിയക്കാരുടെ കഴുകൻ കണ്ണുകളിൽ ലക്ഷ്യം വെക്കുമ്പം റബ്ബിനറിയാം മുസ്ലിം ഉമ്മത്തിനെ സഹായിക്കണമെങ്കിൽ ഉമ്മത്ത് ചേർന്ന് നിൽക്കണം, ഒരുമിച്ച് നിൽക്കണം. ഒരു ഈർക്കിലിൽ കൊള്ളിയെ ഒരാൾക്ക് പൊട്ടിക്കാൻ പറ്റിയേക്കാം, പക്ഷെ ചേർന്ന് നിന്നാൽ, ഒരു സംഘബലമായി നിന്നാൽ, ഐക്യപ്പെട്ട് നിന്നാൽ, ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുനിയാനുൻ മർസൂസ്. ആരൊക്കെ എവിടെ നിന്ന് കൊത്തിക്കുറുക്കിയാലും, ആരൊക്കെ തീന്മേശയിൽ ഇരുന്ന് ഏതൊക്കെ മീഡിയകൾ വായിട്ടലച്ചാലും, ആരൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ മുസൽമാന്റെ രക്തത്തിന് ദാഹിച്ചാലും, ഏതൊക്കെ കുടുംബത്തിന്റെ അടിവേരറുക്കാൻ ഏതൊക്കെ സംഘപരിവാറികൻ ശ്രമിച്ചാലും, ഏതൊക്കെ ഫാസിസക്കാരൻ പണിയെടുത്താലും, യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ, അണികളെ ചേർത്ത് നിർത്തി ഒരു കരിങ്കല്ലിന്റെ മല പോലെ, ഒരു പവർ പോലെ നിങ്ങൾ ചേർന്ന് നിന്നാൽ ലോകത്തൊരു ശക്തിക്കും ഒരു ശത്രുവിനും നിങ്ങളെ തകർക്കാൻ പറ്റില്ലെന്ന റബ്ബിന്റെ തീരുമാനമാകാം നമ്മൾ ചേർന്ന് നിൽക്കാനുള്ള തീരുമാനം. ആ ചേർന്ന് നിൽക്കുന്ന തീരുമാനം നാളത്തെ തലമുറക്ക് വേണ്ടിയാ, നമ്മളെ മക്കൾക്ക് വേണ്ടിയാ, നമ്മളെ നാടിനു വേണ്ടിയാ, നമ്മളെ ഇബാദത്തുകൾക്ക് വേണ്ടിയാ. മുസൽമാന്റെ പേര് കേൾക്കുമ്പോഴേക്കും ഉറഞ്ഞു തുള്ളുന്ന അസുരവിത്തുക്കളുടെയും ചിന്തകളുടെയും മുൻപിൽ ഇസ്ലാമിന്റെ ഇസ്സത്തും യശസ്സും ഈ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അല്ല ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചേർന്ന് നിൽക്കും, ഞാൻ ചേർന്ന് നിൽക്കും. എന്നിൽ നിന്ന് റബ്ബ് ആഗ്രഹിച്ചത് ആ ചേർത്ത് നിൽക്കലാണെങ്കിൽ ആ നിൽപ്പോടുകൂടി എന്റെ റബ്ബിന്റെ ദീനിനെ, ഈ ഉമ്മത്തിനെ ഈ ലോകത്തിന്റെ മുൻപിൽ അറിയിക്കാൻ എനിക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയതെങ്കിൽ, അതിനാണ് നമ്മൾ പണിയെടുക്കുന്നതെങ്കിൽ ഈ മൂല്യങ്ങളും, ഈ ഉയർന്ന മൂല്യങ്ങളും നമ്മുടെ ജീവിതത്തോട് നമ്മൾ ചേർത്ത് നിർത്തേണ്ടതുണ്ട്. ആക്ഷേപങ്ങളല്ല, ആരെയും കുറ്റപ്പെടുത്താനുമല്ല. കാലം ആവശ്യപ്പെടുന്നത് ചേർന്ന് നിൽക്കലുകളെയാ, കാലം ആവശ്യപ്പെടുന്നത് ഐക്യങ്ങളെയാ, കാലം ആവശ്യപ്പെടുന്നത് സ്നേഹവും സാഹോദര്യവുമാ, കാലം ആവശ്യപ്പെടുന്നത് നെഞ്ചോട് നെഞ്ച് ചേർന്ന് നിൽക്കുന്ന മുസൽമാനെയാ. ആ ചേർത്ത് നിർപ്പ് ഒരുമിച്ച് വിട്ടുവീഴ്ച ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഏത് പ്രകമ്പനങ്ങളെയും, ഏത് ചിന്തകളെയും, ഏത് നാശങ്ങളെയും നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. അതിനാവട്ടെ ഈ ഒരു സംഗമം, ഒരുമിച്ച് കൂടലുകൾ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.